പേര് റോസ്മോൾ ജിൻഡോ, വീട് അടിച്ചിലി. എനിക്ക് 8 വർഷങ്ങൾക്ക് ശേഷം 3 ഉണ്ണികളെ ദൈവം തന്നു. ആദ്യത്തെ ഉണ്ണിയുടെ പേര് ജുവാന, രണ്ടാമത്തെ ഉണ്ണിയുടെ പേര് ജോഷ്വ, മൂന്നാമത്തെ ഉണ്ണിയുടെ പേര് ജാക്കുലിൻ. 2019 ഞാൻ വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. അതിനുശേഷം കൊറോണ സമയമായതുകൊണ്ട് ഹസ്ബൻഡ് ദുബായിലാണ്. അങ്ങോട്ടൊന്നും പോകാൻ പറ്റാണ്ട് തടസ്സങ്ങളായിരുന്നു. പല കളിവാക്കുകളും ഒരു പരിപാടികൾക്ക് പോകാൻ പറ്റാണ്ടായി. അപ്പോൾ മാതാവ് എനിക്ക് എല്ലാം ക്ഷമിക്കാനുള്ള ശക്തി മാതാവ് എനിക്ക് തന്നു. അങ്ങനെ ഏപ്രിൽ മാസം പോകുന്നതിന് മുന്നേ ഞാനിവിടെ വന്ന് അച്ഛനെ കാണുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിനുശേഷം 3 മാസത്തെ വിസിറ്റിങ് ഹസ്ബൻഡിൻ്റെ അടുത്തേക്ക് പോയി. 2 മാസം വിശേഷമൊന്നും ആയില്ല. മാതാവിനോട് പ്രാർത്ഥിച്ചു. 3-ാമത്തെ മാസമാകുമ്പോഴേക്കും മാതാവ് എനിക്ക് വിശേഷം തന്നു. മാതാവ് ആദ്യത്തെ സ്കാനിങ്ങിൽ മാതാവ് എനിക്ക് 3 ഉണ്ണികളെ കാണിച്ചു തന്നു. അതിനുശേഷം 5-ാം മാസം ഞാൻ നാട്ടിലേക്ക് എത്തുകയും സ്റ്റിച്ചിട്ട് കിടക്കുകയും ചെയ്തു. എന്നും അച്ഛൻ്റെ ധ്യാനം കൂടുമായിരുന്നു, എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. എന്നും അച്ഛൻ ഇവിടുന്ന് തന്ന ഉടമ്പടി തൈലം എന്നും വയറുമ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു. എല്ലാം മാതാവ് എനിക്ക് ഒരു കുഴപ്പങ്ങളില്ലാണ്ട് മാതാവ് എനിക്ക് നടത്തി തന്നു. 8 മാസം വരെ എൻ്റെ ഉണ്ണികളെ ഞാൻ വയറ്റിൽ ചൂന്നു. 8 മാസത്തിൽ ഡെലിവറി നടന്നു. മാതാവ് എനിക്ക് 3 കുഞ്ഞുങ്ങളെ നൽകി. ദൈവം മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതിനുശേഷം ഉണ്ണികൾക്ക് 1 വയസ്സ് ആയി കഴിഞ്ഞ് 2.25 മാസമാകുമ്പോഴേക്കും മാതാവ് എനിക്ക് അടുത്ത വിശേഷം തന്നു. 2.25 മാസമായിട്ടാണ് ഞാൻ വിശേഷമുള്ളത് അറിഞ്ഞത്. 7 മാസം വരെ മാതാവ് എന്നെ നടത്തിപ്പോന്നു. ഇതുവരെ മാതാവ് എനിക്കൊരു കുഴപ്പം വരുത്തിച്ചിട്ടില്ല. അടുത്ത മാസം എനിക്ക് ഡെലിവറിയാണ്. എല്ലാവരും പ്രാർത്ഥിക്കണം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. എൻ്റെ പേര് ഷീല, എൻ്റെ വീട് മരത്താക്കര. എനിക്ക് 3 പെൺമക്കളാണുള്ളത്. 2ാമത്തെ മകളുടെ കുട്ടിക്ക് വേണ്ടിയാണ് ഞാൻ സാക്ഷ്യം പറയുന്നത്. 2022 ഓഗസ്റ്റ് 3-ാം തീയതി എൻ്റെ മകൾ കുഴഞ്ഞു വീഴുകയും ഓർമ്മയില്ലാതെ ഇരിക്കുകയും ചെയ്തു. ഞാൻ കൃപാസന മാതാവിനോട് പ്രാർത്ഥിച്ചു. എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു തരണേന്ന് പറഞ്ഞു. 10 മണി തൊട്ട് 3 മണി വരെ എൻ്റെ മകൾ ജൂബിലി മിഷൻ ഹോസ്പിറ്റലിൽ കിടന്നു. ഓർമ്മയൊന്നും വന്നില്ല. ഞങ്ങൾ ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് പോയി. അവിടെ ചെല്ലുന്നത് വരെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അവിടെ ചെന്നപ്പോൾ ഡോക്ടർമാർ പറഞ്ഞു മകളെ വെൻറ്റിലേറ്ററിലാക്കണമെന്ന് പറഞ്ഞു. എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയാണെങ്കിൽ ഞാൻ മാതാവിന് വന്ന് സാക്ഷ്യപ്പെടുത്തിക്കൊള്ളാമെന്ന് പറഞ്ഞു. എൻ്റെ മോൾ ICUയിലാക്കി. മാതാവിനോട് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി എൻ്റെ മകൾക്ക് ഓർമ്മ തിരിച്ചു കിട്ടുകയും പരിശോധനയിൽ തലച്ചോറിൽ ബാക്ടീരിയ ബാധിച്ചേക്കണമെന്ന് പറഞ്ഞു. ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മകൾ ഒരു കുഴപ്പം കൂടാതെ തിരിച്ചു വരികയാണെങ്കിലും മാതാവിൻ്റെ അടുത്ത് ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. മാതാവ് എൻ്റെ മകളെ തിരിച്ചു തരുമെന്ന് എനിക്ക് ഉറപ്പായ വിശ്വാസമുണ്ടായിരുന്നു. എൻ്റെ മകൾ ICUയിൽ നിന്ന് 5-ാമത്തെ ദിവസം റൂമിലേക്ക് മാറ്റി. 10 ദിവസമായപ്പോഴേക്കും എൻ്റെ മകൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ മകളുടെ എല്ലാ മരുന്നുകളും നിർത്തി. എൻ്റെ മോൾ ഒരു കുഴപ്പമില്ല. ആ മകൾ 8ൽ പഠിക്കുന്നു. ഇതെല്ലാം നടത്തി തന്നത് മാതാവാണ്. മാതാവിന് കോടാനുകോടി നന്ദി. ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. 2019 കൊറോണ ടൈം ആയപ്പോഴേക്കും എനിക്ക് ITP എന്ന് പറഞ്ഞ അസുഖം വന്ന് ഞാൻ അമല ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കുറയുന്ന അസുഖമാണ്. മരുന്ന് കഴിച്ചെങ്കിൽ മാത്രമേ എനിക്ക് പ്ലേറ്റ്ലേറ്റ് കൗണ്ട് കൂടുള്ളൂ, അല്ലെങ്കിൽ 9000 ആകും. ഇടയ്ക്കിടയ്ക്ക് ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റാണ്. ഞാൻ കഴിയുന്ന നാളിലെല്ലാം മാതാവിനോട് എപ്പോഴും പ്രാർത്ഥിക്കും. എനിക്ക് കുറേ ദൂരം നടക്കുവാനോ യാത്ര ചെയ്യുവാനോ ബുദ്ധിമുട്ടാണ്. എനിക്ക് അതുകൊണ്ട് ഞാൻ മാതാവിൻ്റെ അടുത്ത് കൊറോണ കഴിഞ്ഞ പിന്നെ വരാൻ എനിക്കധികം പറ്റാറില്ല. എപ്പോഴാണ് വന്നത്. പിന്നെ മകൾ പ്രഗ്നൻ്റായി കിടന്നപ്പോൾ ബെഡ് റെസ്റ്റായിരുന്നു. ഞാൻ തന്നെയാണ് ഈ 3 കുഞ്ഞുങ്ങളെയും നോക്കി ഇത്ര വരെ ആക്കിയത്. എല്ലാം എൻ്റെ മാതാവാണ് നടത്തി തരുന്നത്. മാതാവിന് ഞാൻ എപ്പോഴും നന്ദി പറയുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 13 മുതൽ 15 വരെ തിരുവചനങ്ങൾ. ദൈവം അബ്രഹാത്തിന് വാഗ്ദാനം നൽകിയപ്പോൾ തന്നേക്കാൾ വലിയവനെ കൊണ്ട് ശപഥം ചെയ്യുവാൻ ആരുമില്ലാതിരുന്നതിനാൽ തന്നെക്കൊണ്ട് തന്നെ ശപഥം ചെയ്തു പറഞ്ഞു, നിശ്ചയമായും നിന്നെ ഞാൻ അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യും. അബ്രഹാം ദീർഘക്ഷമയോടെ കാത്തിരുന്ന് ഈ വാഗ്ദാനം പ്രാപിച്ചു. റോസ്മോൾ
തൻ്റെ വിവാഹ ജീവിതത്തിൽ 8 വർഷം കഴിഞ്ഞിട്ട് മക്കളില്ലാതിരുന്ന കാലത്ത് ഒത്തിരി മനോവിഷമത്തിലൂടെയും ക്ലേശത്തിലൂടെയും കടന്നുപോയപ്പോൾ കൃപാസനം അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുകയും ഉടമ്പടി ജീവിതം ഏറ്റവും വിശ്വസ്തയോടെ ദൈവമാണ് എൻ്റെ അവകാശവും ഓഹരിയും, അവിടുത്തേക്ക് അസാധ്യമായി യാതൊന്നുമില്ല എന്ന പ്രത്യാശയോടുകൂടി അമ്മ മാതാവിൽ ശരണപ്പെട്ട് ഈശോയ്ക്ക് തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ 3 മക്കളെ ഒരുമിച്ച് ഗർഭം ധരിക്കുന്നതിന് അമ്മ മാതാവ് മകളെ സഹായിക്കുകയും 3 മക്കളെ നൽകി അനുഗ്രഹിക്കുകയും ചെയ്തതിൻ്റെ സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ്. അതോടൊപ്പം മറ്റൊരു കുഞ്ഞിനെ കൂടി ഉദരത്തിൽ നൽകിക്കൊണ്ട് അമ്മ മാതാവും തിരുക്കുമാരനും കുടുംബത്തെ അനുഗ്രഹിക്കുന്നതിനെയും സന്തോഷത്തോടെ മകൾ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം ഈ അമ്മ മകളുടെ കുഞ്ഞിനുണ്ടായ വളരെ ഗുരുതരമായ രോഗാവസ്ഥയിൽ ആ കുഞ്ഞിനു വേണ്ടി അമ്മ മാതാവിൻ്റെ തിരുനടയിലെത്തി കണ്ണീരോടെ പ്രാർത്ഥിച്ച് ഉടമ്പടിയെടുത്ത് ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് ഡോക്ടർമാർ വളരെ ക്ലേശകരമായ സാഹചര്യങ്ങൾ പറയുമ്പോഴും പൂർണ്ണമായ സൗഖ്യം എൻ്റെ അമ്മ നൽകുമെന്ന വലിയ പ്രത്യാശയോടുകൂടി കടന്നുപോയ നാളുകളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ് സാക്ഷ്യപ്പെടുത്തുക. പരിശുദ്ധമ്മയുടെ വലിയ മാധ്യസ്ഥവും സഹായവും അസാധ്യമെന്ന് മനുഷ്യർ കരുതുന്ന ഇടങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളെയും തടസ്സങ്ങളെയും മാറ്റി സാധ്യതകളെ തുറന്നു തരുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. രോഗത്തിൻ്റെ സൗഖ്യമാണെങ്കിലും ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരമാണെങ്കിലും മറ്റുള്ളവരുടെ കളിയാക്കലും കുത്തുവാക്കുകളും കൊണ്ട് വേദനിക്കുന്ന നാളുകളിൽ അമ്മ മാതാവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് അനുഗ്രഹത്തിനുള്ള വഴിയായി തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ മാറ്റിത്തരുന്നുവെന്ന് ഇവർ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടി ദൈവസന്നിധിയിൽ ഏറ്റുപറയുകയാണ്. നമ്മുടെ ജീവിതത്തിലും കടന്നു പോകുന്ന ജീവിതത്തിൻ്റെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ, പൂർണ്ണമായി മാതാവിൽ ശരണപ്പെട്ടുകൊണ്ട് അമ്മയുടെ ഉടമ്പടിയിൽ ജീവിക്കുമ്പോൾ അത് എനിക്ക് ദൈവസന്നിധിയിലുള്ള അവകാശവും ഓഹരിയുമാണെന്ന ബോധ്യത്തോടു കൂടി അമ്മയോട് നിയോഗം വയ്ക്കുന്നതൊക്കെയും തിരുക്കുമാരനോട് പറഞ്ഞ് അമ്മ മാതാവ് ഏത് പ്രതിസന്ധിയിലും ഏത് അസാധ്യമായ സാഹചര്യത്തിലും എനിക്ക് വേണ്ടി സാധിച്ചു തരുമെന്ന ബോധ്യത്തോടു കൂടി സംശയമില്ലാതെ പ്രാർത്ഥിക്കുവാൻ ഈ നാളുകളിൽ സാധിക്കണം. നമ്മളെ അതിന് അമ്മ മാതാവും തിരുക്കുമാരനും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ വലിയ അനുഗ്രഹത്തെ കരഘോഷത്തോടുകൂടി അമ്മ മാതാവിനും തിരുക്കുമാരനും നമുക്ക് സമർപ്പിക്കാം. മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ പുണ്യഭൂമിയിൽ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹിച്ചതിനെ ഓർത്ത് ആദ്യമേ നന്ദി പറയുന്നു. എൻ്റെ പേര് ജിനി പി. ഇതെൻ്റെ ഹസ്ബൻഡ് അനീഷ് ജോസ്. ഞങ്ങളുടെ ഇടവക കണ്ണൂർ ജില്ലയിലെ ചന്ദനക്കാമ്പാറ. ഞാനിവിടെ ഇതിപ്പോൾ 2ാമത്തെ തവണയാണ് സാക്ഷ്യം പറയാൻ വന്ന് നിൽക്കുന്നത്. ഇന്ന് ഞാൻ വരുന്നത് UK നിന്ന് ഡയറക്റ്റ് മാതാവിൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് വീട്ടിൽ പോകുന്നുള്ള ഇതിലാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. UK പോയിട്ട് 8 മാസമായിരുന്നു. പോകുന്നതിന് മുന്നേ ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചതിൽ ഒരു നിയോഗം ഞാൻ വെച്ചായിരുന്നു. ഫാമിലീനെ കൊണ്ടുപോകണമെങ്കിൽ അവിടെ ഞങ്ങൾക്ക് ആദ്യം വീട് വേണം. ഞാനുള്ളത് എക്സിറ്റർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ച് അത്യാവശ്യം കോസ്റ്റ്ലി ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പോൾ എനിക്ക് അവിടെ എത്രയാണ് റൂമിൻ്റെ റെൻറ്റോ ഒന്നും എനിക്കറിയത്തില്ല. അപ്പം ഞാനൊരു എമൗണ്ട് ഇങ്ങനെ വെച്ചു, മാതാവേ 850 പൗണ്ടിൽ താഴെ രൂപയ്ക്ക് ഞങ്ങൾക്കൊരു വീട് അവിടെ ശരിയാക്കി തരണമേ എന്ന്. ഞാൻ ഇവിടുന്ന് പോകുന്നതിന് മുന്നേ ഞാനൊരു എമൗണ്ട് അങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറിച്ചിട്ട് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു പോയി. അവിടെ റൂം കിട്ടാനിപ്പോൾ വീട് കിട്ടാൻ അവിടെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് എൻ്റെ കൂടെ ഉള്ളവർക്കൊക്കെ 3-4 പേരുണ്ട്. ഞങ്ങളിവിടെ മലയാളീസ് ഫാമിലിയായിട്ട് 2 റൂമിൻ്റെ വീടൊക്കെ നോക്കുന്നവർ. അവർക്കൊക്കെ 1000, 1100, 1200 അതൊക്കെ 3-4 മാസമൊക്കെ അന്വേഷിച്ചിട്ടാണ് ഒരു വീട് ശരിയായി കിട്ടുന്നത്. എനിക്ക് വെറും ഒരാഴ്ചയ്ക്കുള്ളിൽ ഞാൻ 850 മാതാവിൻ്റെ അടുത്ത് പറഞ്ഞാലും വെറും 775 പൗണ്ടിന് എനിക്ക് മാതാവ് വീട് ശരിയാക്കി തന്നു. അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം. ഇതിനു മുന്നേ ഞാനിവിടുന്ന് OET എക്സാം എഴുതുന്നതിന് മുന്നേ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടൊക്കെയാണ് ഞാൻ OET എക്സാമൊക്കെ പാസ്സായി പോകുന്നത് തന്നെ. അത് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞതുമാണ്. അതിനുശേഷം അവിടെ ചെന്ന് കഴിയുമ്പോൾ OSCE എന്ന് പറയുന്ന ഒരു എക്സാം ഉണ്ട്. OSCE എക്സാം പാസ്സായെങ്കിൽ മാത്രമേ നമ്മളവിടെ രജിസ്റ്റേർഡ് നേഴ്സ് ആവത്തുള്ളൂ. അപ്പം അത് കുറച്ച് ടഫാണ്. ഞങ്ങളിപ്പം ചെന്ന കുറച്ച് സമയം കൊണ്ട് അതിൻ്റെ കുറച്ച് മൊഡ്യൂൾ സ്റ്റേഷൻസ് കൂട്ടി 10 സ്റ്റേഷൻസ് ഉണ്ട്. കുറച്ച് ടഫാക്കി. പിന്നെ അതിൽ ഈ 10 സ്റ്റേഷൻസിനും ഓരോന്നിനും 6 മിനിറ്റ്, 8 മിനിറ്റ്, 10 മിനിറ്റ് അങ്ങനെ ഓരോ സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ നമ്മൾ പേഷ്യൻസിന് പകരം ഇൻ്റർലോക്യൂട്ടർ പേഷ്യൻസായിട്ടിരിക്കും. നമ്മൾ അവരെ എങ്ങനെയാണ് പേഷ്യൻസിനെ കെയർ ചെയ്യുന്നത്, ആ പ്രൊസീജിയർ ചെയ്യുന്നത്, അത് ഇത്ര സമയത്തിനുള്ളിൽ പറയുകയും ചെയ്യുകയും എഴുതുകയും ഒക്കെ ചെയ്യണം.
അപ്പം ശരിക്കും മെഡിക്കേഷൻ കൊടുക്കേണ്ട ഒരു പ്രൊസീജിയർ എനിക്ക് കിട്ടിയായിരുന്നു. 10 ടൈപ്പിലുള്ള സെഷൻസാണ് കിട്ടുന്നത്. അതിൽ ശരിക്കും നമ്മളെല്ലാം കംപ്ലീറ്റ് ചെയ്താലും 99% ശരിയാക്കി ചെയ്താലും അവസാനം എല്ലാം കഴിഞ്ഞിട്ട് സൈൻ ചെയ്യാനും നമ്മളത് റെക്കോർഡ് ചെയ്യാനുമുള്ള ഓപ്ഷൻ പറ്റുള്ളൂ നമുക്ക്. അതും കൂടെ ചെയ്താലേ നമ്മൾ ബാക്കി 99% ചെയ്താലും ഇതും കൂടെ കംപ്ലീറ്റ് ആയാലേ നമ്മൾ പാസ്സാവത്തുള്ളൂ. അല്ലെങ്കിൽ ആ ഒരു സൈൻ ഇടാത്തതിൻ്റെ പേരിൽ എൻ്റെ കൂട്ടത്തിലുള്ള വേറെ പിള്ളേർ ഫെയിലായിട്ടുണ്ട്. എനിക്കത് ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ സൈൻ ചെയ്യാനും പറ്റിയില്ല, ചെയ്ത് കംപ്ലീറ്റും ആയിട്ടില്ല. അതുപോലെ വേറെ 1-2 സ്റ്റേഷൻസിന് ഇതുപോലെ പറ്റി, സമയത്ത് കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരുപാട് മിസ്റ്റേക്കുകൾ ഞാൻ ചെയ്തു. എന്നിട്ടും ആ സ്റ്റേഷൻസൊക്കെ എനിക്ക് ആ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ മാതാവ് പാസ്സാക്കി തന്നു. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു, ഞാൻ സൈൻ പോലും ഇടാത്ത, റെക്കോർഡ് ഞാൻ ചെയ്യാത്ത ആ സാധനം അമ്മ മാതാവാണ് എനിക്ക് വേണ്ടി അവിടെ വന്ന് സൈൻ ചെയ്ത് അതെനിക്ക് പാസ്സാക്കി തന്നത് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതിന് മുന്നേ ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഞാൻ അറിഞ്ഞായിരുന്നു അമ്മ എനിക്കിത് പാസ്സാക്കി തന്നു കഴിയുമ്പോൾ. എക്സാം എഴുതി വന്നു കഴിയുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ട്, കാരണം എല്ലാ സ്റ്റേഷൻസിനും ഒത്തിരി മിസ്റ്റേക്ക് ഞാൻ വരുത്തി. അപ്പം ഞാൻ പറഞ്ഞു, മാതാവേ എനിക്ക് പാസ്സാക്കി തന്നെ, ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോകത്തുള്ളൂ. ഞാനിന്ന് ഡയറക്റ്റ് അവിടെ നിന്ന് വന്നതാണ്. 3ാമത്തെ നിയോഗം, ഹസ്ബൻഡും ഞാനവിടെ പോയതിന് ശേഷം ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. ഹസ്ബൻഡ് നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു വിസയുടെ പ്രോസസ്സിങ്ങിന്. പിള്ളേരും 2 മക്കളുണ്ട്, പിള്ളേരും ഒക്കെ ആയിട്ട് വിസയുടെ പ്രോസസ്സിങ്ങിന് ചെല്ലുമ്പോൾ തടസ്സമൊന്നും കൂടാതെ എല്ലാം കറക്റ്റായി കിട്ടണമെന്ന്. ആ നിയോഗം സാധിച്ചു കിട്ടി. അങ്ങനെ ഞങ്ങളിപ്പോൾ ഒക്ടോബർ 10 തിരിച്ച് ഹസ്ബൻഡിനെയും പിള്ളേരെയും കൂട്ടിക്കൊണ്ട് എനിക്ക് പോകാനായിട്ട് മാതാവ് അനുഗ്രഹിച്ചു. പിന്നെ കാരുണ്യപ്രവർത്തികൾ ഞാൻ ഇവിടുന്ന് പോയപ്പോൾ തന്നെ ഇംഗ്ലീഷ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോയിട്ട് ഞാൻ അവർക്ക് പറഞ്ഞ് പ്രാർത്ഥിച്ച് കൊടുത്ത് ഇംഗ്ലീഷുകാർക്ക് ഞാൻ പത്രം കൊടുക്കുമായിരുന്നു. പിന്നെ ഉടമ്പടി ധ്യാനം ഞാൻ എല്ലാ ചൊവ്വാഴ്ചകളിലും എനിക്ക് കറക്റ്റായിട്ട് കൂടാൻ പറ്റത്തില്ല, ചിലപ്പോൾ ഡ്യൂട്ടി ആയിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് വരുന്ന ദിവസങ്ങളിൽ ഞാനത് കൂടും, സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും, ഉടമ്പടി ധ്യാനം ഷെയർ ചെയ്യും. എൻ്റെ ഫോണിൽ എത്ര അക്കൗണ്ട് ഉണ്ടോ അത്രയും പേർക്ക് ഞാൻ ഷെയർ ചെയ്യുമായിരുന്നു. പലരും ചിലപ്പം റിപ്ലൈ ഒന്നും കിടത്തില്ല, ചിലരെന്നെ കളിയാക്കിയിട്ടുമുണ്ട്. എന്നാലും ഞാൻ പിന്നെയും ഷെയർ ചെയ്യും, അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ ഞാൻ എൻ്റെ ആദ്യത്തെ 1 മാസത്തെ സാലറി ഞാൻ രോഗികൾക്കും പിന്നെ ഇതുപോലെ OET പഠിക്കാൻ ബുദ്ധിമുട്ടിയൊക്കെ ഉള്ളവർക്കും ഒക്കെ ആയിട്ട് പല ആവശ്യങ്ങൾക്കായി ദൈവത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചു. ഇനിയും ഞാൻ എനിക്ക് കിട്ടുന്നതിൽ നിന്ന് ദശാംശം ഞാൻ ദൈവത്തിനായി മാറ്റിവെക്കുമെന്ന് ഞാൻ വാക്ക് കൊടുത്തിട്ടുണ്ട് മാതാവിന്. പള്ളിയിൽ ബൈബിൾ വായനകൾ അരമണിക്കൂർ വായിക്കുമായിരുന്നു. പിന്നെ പള്ളിയിൽ അവിടെ ഞങ്ങൾക്ക് എല്ലാ ദിവസവും കുർബാനയില്ല, മാസത്തിൽ 2 മലയാളം കുർബാനയാണ്, പിന്നെയുള്ള ദിവസങ്ങൾ ഇംഗ്ലീഷ് കുർബാനയാണ്. അതും ആഴ്ചയിൽ എല്ലാ ദിവസവും ഇംഗ്ലീഷ് കുർബാനയില്ല, ചില ദിവസങ്ങളിൽ കാണുകയില്ല. അപ്പം എനിക്ക് ഡ്യൂട്ടി ചൊവ്വയും വെള്ളിയും വൈകുന്നിട്ടാണ് കുർബാന. അപ്പം ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഞാൻ കുർബാനയും കഴിഞ്ഞ് റൂമിൽ വരത്തുള്ളൂ. അതുപോലെ എനിക്ക് ഓഫുള്ള ദിവസങ്ങളിലും ഇങ്ങനെ ഡ്യൂട്ടി കഴിഞ്ഞ് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലൊക്കെയുള്ള ദിവസങ്ങളിലൊന്നും ഞാൻ കുർബാന മുടക്കാൻ പറ്റത്തില്ല. അതിനിടയിൽ ഒരു ദിവസം മാത്രം എനിക്ക് മുടങ്ങിപ്പോയി, ബാക്കി ഇതുവരെ ഞാൻ കുർബാന എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പങ്കെടുക്കാൻ ദൈവം അനുഗ്രഹിച്ചു. ഇത്രയും അനുഗ്രഹം തന്ന ഈശോയ്ക്കും എൻ്റെ അമ്മ മാതാവിനും 1000 നന്ദി പറയുന്നു. ജിനി ഇതിനു മുമ്പും OET പരീക്ഷ വിജയിച്ചു കഴിഞ്ഞപ്പോൾ ദൈവത്തെ ഇവിടെ വന്ന് മഹത്വപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോഴും OSCE എക്സാം എഴുതുന്ന സമയത്ത് ജിനിക്ക് ഉറപ്പുണ്ട് ആ പരീക്ഷ ജയിക്കില്ല, എല്ലാം കൃത്യമായി എഴുതിയിട്ടില്ല എന്നുള്ളത്. എങ്കിലും പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥപേക്ഷ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ആ പരീക്ഷയിൽ വിജയിക്കുവാനായിട്ട് സാധിക്കുകയാണ്. യാക്കോബ് 1:5 നിങ്ങളിൽ ജ്ഞാനം കുറവുള്ളവൻ ദൈവത്തോട് ചോദിക്കട്ടെ, അവനത് ലഭിക്കും, കുറ്റപ്പെടുത്താതെ ഉദാരമായി നൽകുന്നതാണ് അവിടുന്ന്. അതേപോലെ തന്നെ ഹസ്ബൻഡിനെ ഇപ്പോൾ കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയാണ്. പരിശുദ്ധ അമ്മ നമ്മുടെ വിഷയങ്ങളിൽ അമ്മ ഈശോയെയാണ് നമുക്ക് കാണിച്ചു നൽകുന്നത്. അതുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന മക്കൾ ഈശോ പറയുന്ന കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുന്നത്. പ്രേക്ഷിതവേല ചെയ്യുകയും ഈശോയെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുകയും അതേപോലെ തന്നെ ഈശോയെ കണ്ടുകൊണ്ട് കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നത്. ഈശോ പറഞ്ഞു, എനിക്ക് വിശന്നു, നിങ്ങൾ ഭക്ഷിക്കാൻ തന്നു, എനിക്ക് ദാഹിച്ചു, എനിക്ക് കുടിക്കാൻ തന്നു. ഇങ്ങനെ ഓരോരോ കാര്യങ്ങളും ഈശോയെ പ്രതി ചെയ്യുമ്പോൾ അത് ഈശോ തന്നെയാണ് ചെയ്യുന്നത്. നമ്മൾ തീരുമാനമെടുക്കുമ്പോൾ ദൈവം നമ്മുടെ വിഷയങ്ങൾ ഏറ്റെടുത്ത് സഹായിക്കുന്നു. പരിശുദ്ധ അമ്മയിലൂടെ ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. ആദ്യമായി എൻ്റെ ഈശോപ്പനും എൻ്റെ അമ്മ മാതാവിനും ഞാൻ നന്ദി പറയുകയാണ്. വീണ്ടും 2ാം പ്രാവശ്യം ഞങ്ങൾ ഈ തിരുസന്നിധിയിലേക്ക് ചേർത്ത് പിടിച്ചതിനെ ഓർത്ത്. എൻ്റെ പേര് ഷാൻഡി ഫ്രാൻസിസ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിലെ മാലോം ഫൊറോന ഇടവകാംഗമാണ്. 2022 സെപ്റ്റംബർ 29 ഞങ്ങളിവിടെ വന്ന് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. അന്ന് ഉടമ്പടി എടുത്തപ്പോൾ എൻ്റെ ചേട്ടായിയാണ് ഉടമ്പടി എടുത്തത്. ചേട്ടായിയുടെ വർക്കിൻ്റെ തിരക്ക് മൂലം ആ ഉടമ്പടി ഞാൻ കൈമാറുകയാണ്.
എനിക്ക് കിട്ടിയ ആദ്യത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് എൻ്റെ അമ്മ മാതാവ് ഉടമ്പടി തൈലത്തിലൂടെ എന്നെ അനുഗ്രഹിച്ച ഒരു നന്ദി വാക്ക് പറയാനാണ്. ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി വീട്ടിൽ പോയി. അന്ന് ചെന്ന് കഴിഞ്ഞതിന് ശേഷം എൻ്റെ ഇടത്ത് ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വേദന എനിക്ക് അനുഭവപ്പെട്ടു. അതെന്താണെന്ന് ഞാനിങ്ങനെ നോക്കിയപ്പോൾ ആ ബ്രസ്റ്റിൻ്റെ സൈഡിലായിട്ട് ഒരു വലിയ സിസ്റ്റ്, അതായത് നല്ലൊരു പേരയ്ക്ക വലുപ്പത്തിലുള്ളൊരു സിസ്റ്റ് എൻ്റെ ഇടത്ത് ബ്രസ്റ്റിന് പൊങ്ങി നിൽക്കുന്നു. അപ്പം ഞാനിത് ചേട്ടായിനെ വിളിച്ച് കാണിച്ചു. ഞങ്ങൾ രണ്ടുപേരും കണ്ടെങ്കിലും ഭയപ്പെട്ടൊന്നുമില്ല. ഞാൻ വേഗം ഉടമ്പടി തൈലമെടുത്ത് തൂത്തു, വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് ചേർന്ന് ഞാൻ ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഹോസ്പിറ്റലിലേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞു നമുക്കിത് മാമോഗ്രാം സ്കാനിങ് ചെയ്യാം എന്ന് പറഞ്ഞു. മാമോഗ്രാം ചെയ്ത് 2 ആഴ്ചത്തേക്ക് എനിക്ക് ടാബ്ലറ്റൊക്കെ തന്നു വിട്ടു. ടാബ്ലറ്റ് കഴിച്ചെങ്കിലും എനിക്ക് വലിയൊരു കുറവൊന്നും അനുഭവപ്പെട്ടില്ല. വീണ്ടും ചെല്ലാൻ പറഞ്ഞു. വീണ്ടും ഞങ്ങൾ ചെന്ന് ബയോപ്സിക്ക് അയക്കാമെന്ന് ഡോക്ടർ പറഞ്ഞു. ബയോപ്സിക്ക് അയക്കാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു പേടി തോന്നി. അപ്പം ചേട്ടായി സമ്മതിച്ചു, ബയോപ്സിക്ക് അയക്കാമെന്നും പറഞ്ഞു. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, വേണ്ട ചേട്ടായി, 2 ആഴ്ചയും കൂടെ കഴിയട്ടെ എന്ന് പറഞ്ഞ് ഡോക്ടറിൻ്റെ അടുത്തുനിന്ന് ടാബ്ലറ്റും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. വീട്ടിൽ വന്നു കഴിഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സെപ്റ്റംബർ മാസത്തിൽ 8 നോയമ്പാണ്. അതിശക്തമായി ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. സെപ്റ്റംബർ 8-ാം തീയതി രാവിലെയും ഞാൻ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ സിസ്റ്റിന് ഒരു മാറ്റവുമില്ല. ഞാൻ ഉടമ്പടി തൈലം തൂത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. പള്ളിയിലെ വന്നു കഴിഞ്ഞ് ഞാൻ ഈ സിസ്റ്റ് ഒന്ന് നോക്കിക്കഴിഞ്ഞപ്പം എൻ്റെ ഈശോപ്പനും എൻ്റെ അമ്മ മാതാവും കൂടി ആ സിസ്റ്റ് നിർവീര്യമാക്കി തീർത്തിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. മറ്റേ ബ്രസ്റ്റ് പോലെ തന്നെ ഇപ്പോഴത്തെ ബ്രസ്റ്റും ഒരുപോലെ ആയി തീർന്നു. കോടാനുകോടി ഞാൻ നന്ദി പറയുന്നു. പിന്നെ എൻ്റെ അമ്മ മാതാവ് എന്നെ ഒരു സ്വപ്ന ദർശനം കാണിക്കുകയാണ്. ആ സ്വപ്നത്തിൽ മലത്തിൻ്റെയും മൂത്രത്തിൻ്റെയും മറ്റുള്ള ദുർഗന്ധമാണ് എന്നെ കാണിക്കുന്നത്. അപ്പം ഞാൻ ചേട്ടായിയോട് പറഞ്ഞു, ചേട്ടായി, ഞാൻ കാരുണ്യ പ്രവൃത്തികളെല്ലാം ഭംഗിയായി ചെയ്യുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് എന്നെ ഇങ്ങനെ കാണിക്കുന്നത്? അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, ഇതെന്താണ് ഇങ്ങനെ? അപ്പം വീണ്ടും ചെയ്യാൻ പോകാം, എവിടെയെങ്കിലും എന്തെങ്കിലും പാകപ്പിഴ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ച് ഞാൻ വീണ്ടും ചെയ്യാനായിട്ട് പോയി ചെയ്തു. അപ്പം ഞാൻ കാരുണ്യപ്രവൃത്തി ചെയ്യാൻ ചെല്ലുന്ന സ്ഥലങ്ങളിലുള്ള ഒട്ടുമിക്ക അപ്പന്മാരുടെയും അമ്മമാരുടെയൊക്കെ മുഖം എനിക്ക് ഓർമ്മയുണ്ട്. അപ്പം എന്നെ സ്വപ്നത്തിൽ കാണിച്ച ആ അമ്മയുടെ മുഖം അവിടെ എവിടെയുമില്ല. ഞാൻ വീട്ടിൽ വന്നു കഴിയുമ്പോഴും വീണ്ടും അമ്മ സ്വപ്നം കാണിക്കുകയാണ്. അയൽവാസിയായ ഒരു ചേച്ചിയുടെ അടുത്തേക്ക് ചെല്ലാനായിട്ട് ഞാനങ്ങനെ ഉടമ്പടി തൈലവും പത്രവും ഉപ്പൊക്കെ ആയിട്ട് ആ ചേച്ചിയുടെ അടുത്തേക്ക് ഞാൻ ചെല്ലുക. അപ്പം ആ ചേച്ചി എന്നോട് പറയുക, ഷാൻഡി അറിഞ്ഞില്ലേ, പിന്നെ ഹിന്ദുവായ ഒരു മക്കളാണ് അവർ. പൊന്നുമണിയുടെ അമ്മ ഒരു വശം തളർന്ന് അബോധാവസ്ഥയിലായി കിടപ്പാണ്. അപ്പം ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു അമ്മ അവിടെയുണ്ട്. അപ്പം ആ അമ്മയായിരിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. അപ്പം ഞാൻ അവിടെ വേഗം ചെന്നു ഈ ഉടമ്പടി തൈലമായിട്ട് ആ ചേച്ചിയുടെ കാലയിലും ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി തൂത്ത് കൊടുത്തിട്ട് ഞാൻ വെക്കത്തിലാണ് ഞാൻ ആ അമ്മയുടെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്നത്. ഞാൻ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത് എന്നെ സ്വപ്നത്തിൽ കാണിച്ച അതേ അമ്മ. അപ്പം ഈ ചേച്ചിയുടെ അടുത്ത് എത്തിച്ചത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ വിവരം അറിഞ്ഞത്. കാരണം ഞങ്ങളുടെ അയൽവാസിയാണെങ്കിൽ പോലും അങ്ങനെ ഒരു അമ്മ അവിടെ കടന്ന വിവരം എനിക്ക് അറിയില്ലായിരുന്നു. അപ്പം ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം എൻ്റെ കയ്യിലുണ്ടായിരുന്നു. ആ തൈലവും അമ്മയുടെ ഈ ലോക്കറ്റ് ഞാൻ ആ വ്യക്തിയുടെ നേരെ തിരിച്ചു പിടിച്ചുകൊണ്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ ഉടമ്പടി തൈലം ആ അമ്മയുടെ നെറ്റിയെ തൂത്തപ്പം ആ അമ്മ കണ്ണ് മുകളിലോട്ടൊന്ന് തുറന്നു. എന്നിട്ട് ഞാൻ പ്രാർത്ഥിച്ചു അമ്മയോട്, അമ്മേ മാതാവേ, ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പാപങ്ങളോ അപരാധങ്ങളോ കടങ്ങളോ ഉണ്ടെങ്കിൽ അവയെല്ലാം അമ്മ ക്ഷമിച്ച് എത്രയും പെട്ടെന്ന് ഈ ആത്മാവിൻ്റെ മേൽ കരുണയായിരിക്കണമേ എന്ന്. അങ്ങനെ ഞാനിത് പ്രാർത്ഥിച്ച് എന്നിട്ട് ആ കൂട്ടത്തിൽ നിന്ന് ആ മകളോട് ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മയാണ്, അതുകൊണ്ട് അമ്മ ഇനി ഏറ്റെടുത്തോളം
നിങ്ങൾ കരയണ്ട എന്ന് ഞാൻ അവരോട് പറഞ്ഞു. ഞാനിത് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ പോയി. പിറ്റേ ദിവസം ഞാൻ എപ്പോഴാണോ അവരുടെ വീട്ടിൽ ചെന്ന് ഞാൻ ഈ നേർച്ച വസ്തുക്കളിലൂടെ പ്രാർത്ഥിച്ചത്, ആ സമയത്ത് തന്നെ അമ്മ മാതാവ് അവരെ ഈ ലോകത്തിൽ നിന്നും കൂട്ടിക്കൊണ്ട് പോയി. ഇതെനിക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം എൻ്റെ മുറ്റത്ത് അവിടെ ഉണ്ടായിട്ട് പോലും ഞാൻ ഈ വ്യക്തിനെ അറിഞ്ഞിട്ടില്ല. ദുർഗന്ധം വമിക്കുന്ന രീതിയിലാണ് ആ വ്യക്തി ആ വീട്ടിൽ കിടന്നത്. അപ്പം ഈ വസ്തുക്കളിലൂടെയെല്ലാം ഉപയോഗിച്ച് ആ ആത്മാവിനെ അമ്മ മാതാവ് നിത്യതയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പിന്നെ ഞാൻ ചെയ്യുന്ന എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എല്ലാം വൃദ്ധസദനങ്ങളിൽ പോയിട്ട് ഞാൻ രോഗികളെ കുളിപ്പിക്കുകയും ഡ്രസ്സിൽ അലക്കി കൊടുക്കുകയും എല്ലാം ഞാൻ ചെയ്യും. പിന്നെ പൊതിച്ചോറുണ്ടാക്കി ഞാൻ കൊണ്ടു കൊടുക്കും. പിന്നെ ഇതിൻ്റെ കൂടെ എനിക്ക് 6 പേർക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചിരുന്നു. 6 പേരും ഈ ഓഗസ്റ്റ് മാസത്തിൽ വളരെ അതീവമായ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞു പോവുകയായിരുന്നു. ഒന്ന് കിഡ്നി മാറ്റി വയ്ക്കുന്ന ഭാര്യയും ഭർത്താവിൻ്റെയും കിഡ്നിയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ആശുപത്രിയിൽ വിധേയരായി കഴിയുന്നത്. രണ്ടാമത്തെ കരൾ മാറ്റി വയ്ക്കുന്ന അപ്പന് മകനാണ് കരൾ കൊടുക്കുന്നത്, അത് അതീവമായി അങ്ങനെ കിടക്കുന്നു. മൂന്നാമത് എലിപ്പനി ബാധിച്ച് ഒരു മകൻ ഹോസ്പിറ്റലിൽ കിടക്കുന്നു, യൂറിനിൽ കൂടി ബ്ലഡാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അനിയൻ അറ്റാക്ക് വന്ന് പരിയാരം ഹോസ്പിറ്റലിൽ കിടക്കുന്നു. വീണ്ടും എൻ്റെ ഒരു കൂട്ടുകാരി മൂത്രത്തിൽ കൂടെ യൂറിനിൽ ബ്ലഡ് പോകുന്നു. അപ്പം എൻഡോസ്കോപ്പിക്ക് വിധേയമായി അവളും ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു മകൻ മലത്തിൽ കൂടെ ബ്ലഡ് പോകുന്നു, എൻഡോസ്കോപ്പിക്ക് വിധേയമായി കിടക്കുന്നു. ഇത്രയും പേർക്ക് വേണ്ടി ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി അതിവിഷമത്തോടെ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കോളാം. പൂർണ്ണ സൗഖ്യം നൽകി ഇവരെല്ലാം അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു പോന്നു. ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി എന്നെ അനുഗ്രഹിച്ച എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പിനും കോടാനുകോടി നന്ദി ഞാൻ രേഖപ്പെടുത്തുന്നു. സങ്കീർത്തനങ്ങൾ 10:14 കർത്താവ് കാണുന്നുണ്ട്, കഷ്ടപ്പാടുകളും ക്ലേശങ്ങളും കർത്താവ് തീർച്ചയായും കാണുന്നുണ്ട്. അവിടുന്ന് അവ ഏറ്റെടുക്കും. നിസ്സഹായൻ തന്നെ അങ്ങേക്ക് സമർപ്പിക്കുന്നു. അനാഥന് അവിടുന്ന് സഹായകനാണല്ലോ. ഷാൻഡി എന്ന ഈ സഹോദരിയും ജീവിത പങ്കാളിയും പരിശുദ്ധ കൃപാസന മാതാവ് വഴി ലഭിച്ച ദൈവാനുഭവങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. മകൾക്കുണ്ടായ ബ്രസ്റ്റിലെ സിസ്റ്റ് അത് ഡോക്ടറെ കാണിക്കുകയും തുടർ പരിശോധനകൾക്ക് വേണ്ടി ഡോക്ടർ ശുപാർശ ചെയ്യുകയും ചെയ്തപ്പോൾ അമ്മയിൽ ശരണപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നേർച്ചവസ്തുവായ വിശുദ്ധ തൈലം വിശുദ്ധ കുരിശ് വരച്ച വിശ്വാസ പ്രമാണം ചൊല്ലി അമ്മ പറഞ്ഞ തിരുക്കുമാരൻ സൗഖ്യപ്പെടുത്തുമെന്ന ബോധ്യത്തോടു കൂടി ഉപയോഗിക്കുകയും യാതൊരു മരുന്നും കൂടാതെ പൂർണ്ണമായി സൗഖ്യപ്പെട്ടതിനെയാണ് മകൾ ആദ്യം സാക്ഷ്യപ്പെടുത്തിയത്. രണ്ടാമത്തത് ഒരു സ്വപ്നത്തിലൂടെ വളരെ ദയനീയാവസ്ഥയിലുള്ള മറ്റൊരു വ്യക്തിയെ കാണിച്ചു കൊടുക്കുകയും അത് ചുരുങ്ങി ജൂലൈ മാസം സ്വപ്നം കണ്ടുവെങ്കിലും സെപ്റ്റംബർ മാസത്തിൽ ആ വ്യക്തിയെ നേരിട്ട് കണ്ടെത്തുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും അതുവഴി ആത്മാവിനെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാനുമുള്ള സംരക്ഷണം കിട്ടിയതിനെയും ഈ സഹോദരി സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് വിശ്വസ്തയോടു കൂടി നാം പ്രവേശിക്കുമ്പോൾ അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് ജീവിതത്തിൻ്റെ ഏതൊരു അവസ്ഥയിലും നമുക്ക് സൗഖ്യവും സംരക്ഷണവും അനുഗ്രഹവും നിരന്തരം നൽകിക്കൊണ്ടിരിക്കും. ഉടമ്പടിയുടെ നിബന്ധനകൾ നമുക്ക് നന്നായിട്ടറിയാം. ആദ്യത്തത് പാപങ്ങളെ വെറുത്തുപേക്ഷിക്കണം. രണ്ടാമത്തത് അനുദിന ദിവ്യബലിയിൽ പങ്കുകൊള്ളണം. മൂന്നാമത്തത് 2 ആഴ്ചയിലൊരിക്കൽ കുമ്പസാരിക്കണം. നാലാമത്തത് ഓരോ ദിവസവും അരമണിക്കൂറെങ്കിലും ദൈവവചനം വായിക്കണം ധ്യാനത്തോടുകൂടി. അഞ്ചാമത്തത് നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ദൈവത്തിൻ്റെ തന്നെ മക്കളായി ലോകത്തിൽ പിറന്നു വീണ നമ്മുടെ സഹോദരങ്ങളോട് അലിവും കരുതലുമുള്ള വ്യക്തികളായി ജീവിക്കുകയും അർഹതപ്പെട്ടവർക്ക് നന്മ ചെയ്യുവാൻ എപ്പോഴും മനസ്സിൽ സന്തോഷവും ഔദാര്യമുള്ള താല്പര്യവും വേണം. ആറാമത്തത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിന് ജീവിതത്തിൽ 1-ാം സ്ഥാനം കൊടുത്തുകൊണ്ട്
ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ അഭിമാനമുള്ളവരാകണം, വിശ്വാസം കൈമാറണം. അതിനെ നമ്മൾ പ്രേക്ഷിത പ്രവൃത്തി എന്ന് പറയുന്നു. കൃപാസനം പത്രികയിൽ ഓരോ കുടുംബവും വ്യക്തിയും അവരുടെ ജീവിതത്തിൽ ലഭിച്ച ദൈവാനുഭവത്തെ ഇങ്ങനെ സാക്ഷ്യപ്പെടുത്തി അടുക്കിയിരിക്കുന്നത് നാം മറ്റൊരു വ്യക്തിക്ക് കൈമാറുമ്പോൾ ഈ ദൈവാനുഭവത്തെ കൈമാറുകയാണ് ചെയ്യുന്നത്. ഉടമ്പടി നമ്മോട് ആവശ്യപ്പെടുന്ന ജീവിതക്രമം ഇതാണ്. നാം ഈ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ജീവിച്ചു തുടങ്ങുമ്പോൾ നമ്മുടെ ഏതൊരു ജീവിത മേഖലയിലേക്കും അമ്മ മാതാവും തിരുക്കുമാരനും സൗഖ്യമായും സംരക്ഷണമായും അനുഗ്രഹമായും കടന്നു വരിക തന്നെ ചെയ്യുന്നു. ഈ കുടുംബത്തിന് ലഭിച്ച ഈ നന്മകളെ ദൈവസന്നിധിയിൽ നന്ദിയോടുകൂടി നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന്, ഉടമ്പടി പ്രകാരം ജീവിക്കുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം. ആദ്യമായി തന്നെ പരിശുദ്ധ അമ്മയ്ക്കും എൻ്റെ ഈശോപ്പനും ഒരുപാട് നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് മേരി ഫ്രാൻസിസ്. ഞാൻ കൊല്ലം ജില്ലയിലെ ചവറ എന്ന ഗ്രാമത്തിലെ തലമുകിൽ ഇടവകയിൽ നിന്നും വരുന്നു. ഇത് എൻ്റെ മകൾ, ഇതെൻ്റെ മക്കൾ, ഇത് ഹസ്ബൻഡ്. ഞങ്ങൾ ഫാമിലിയായിട്ട് UK-യിലാണ്. ഞാൻ 2018 ഇവിടെ ആദ്യമായിട്ട് ഉടമ്പടി എടുത്തതാണ്. പക്ഷേ കോവിഡിൻ്റെ ആ ഒരു കാലഘട്ടത്തിലെത്തിയപ്പോഴത്തേക്ക് എനിക്ക് ഉടമ്പടി കണ്ടിന്യൂ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. ഞാൻ 2021 മാർച്ചിൽ ഞാൻ ആദ്യമായിട്ട് UK-ക്ക് പോകാൻ വേണ്ടിയിട്ട് എൻ്റെ ഏജൻസിയിൽ പൈസ അടയ്ക്കുകയും എനിക്ക് മെയിൽ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്യുകയും എനിക്ക് COS ജൂണിൽ വരുമെന്നാണ് പറഞ്ഞത്. പക്ഷേ ജൂണിൽ വന്നില്ല. വെയിറ്റ് ചെയ്തു. ഒക്ടോബറിൽ വരുമെന്ന് പറഞ്ഞു. ഒക്ടോബറിലും വന്നില്ല. നവംബർ അവസാനമായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രാർത്ഥനകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കൃപാസന പ്രാർത്ഥന പിന്നെയും ചൊല്ലാൻ തുടങ്ങി. 2 ആഴ്ചയ്ക്കുള്ളിൽ എനിക്ക് ആ മുടങ്ങിക്കിടന്ന COS എൻ്റെ കയ്യിൽ ഈശോപ്പ എനിക്ക് കൊണ്ടു തന്നു. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥമാണ് എന്ന് എനിക്ക് പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യം വന്നു. ഞാനങ്ങനെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തു. ഫെബ്രുവരി 8-നാണ് ഞാൻ ഇവിടുന്ന് UK-ക്ക് പോയത്. ഫെബ്രുവരി 8-ന് ഞാൻ പോകാൻ ഉദ്ദേശിച്ചിരുന്ന ആ ഡേറ്റിൻ്റെ തലേന്ന് എനിക്ക് UK-യിൽ നിന്ന് മെയിൽ വരികയാണ്, ഇപ്പോൾ കയറി വരണ്ട, മെയ് ആകുമ്പോഴത്തേക്ക് കയറി വന്നാൽ മതിയെന്ന്. എൻ്റെ കൂടെ തൃശ്ശൂരിൽ നിന്ന് 3 പിള്ളേരുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവരെ വിളിച്ചു. അവർക്കും ആ മെയിൽ വന്നിട്ടുണ്ട്. ഞാനപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു എങ്ങനെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർ പറഞ്ഞു, ചേച്ചി നമുക്ക് എന്തുവല്ലം കയറി പോകാം, ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് എന്താണെന്ന് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ ഫെബ്രുവരി 8-ന് ഇവിടുന്ന് UK-യിലെത്തി. ഇവിടുന്ന് പോയി ഫെബ്രുവരി 9-ന് അവിടെ UK-യിലെത്തി. ആദ്യത്തെ 2-3 ദിവസം കഴിഞ്ഞ് ഞങ്ങളുടെ ഓഫീസിലേക്ക് പോയി. ഓഫീസിൽ ചെന്ന് മീറ്റ് ചെയ്തു. അങ്ങനെ അവർ ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്തു. 1 ആഴ്ച കഴിഞ്ഞു, 2 ആഴ്ച കഴിഞ്ഞു, 3 ആഴ്ച കഴിഞ്ഞു. പക്ഷേ ഞങ്ങളുടെ ജോലി സ്റ്റാർട്ടായിട്ടില്ല. അങ്ങനെ ഞങ്ങൾ പോയ ഏജൻസിക്ക് ഒരുപാട് പ്രഷർ കൊടുത്തു. അങ്ങനെ മാർച്ച് 18-ന് ഞങ്ങൾക്ക് ജോലി സ്റ്റാർട്ടാവുകയാണ്. ഈ മാർച്ച് 18-ന് ജോലി സ്റ്റാർട്ടാവുന്നതിന് മുമ്പ് എൻ്റെ കൂടെയുള്ള ഞാൻ എടുത്ത റൂമിൽ ബാക്കി എല്ലാവരും സ്റ്റുഡൻസ് ആയിരുന്നു. അവർ രാവിലെ എണീക്കും, ജോലിക്ക് പോവും, അവരുടെ യൂണിവേഴ്സിറ്റിയിൽ പോവും. അങ്ങനെ ആകുമ്പോൾ ഞാൻ ആ റൂമിൽ ഒറ്റയ്ക്കാണ്. എനിക്ക് എൻ്റെ സങ്കടം പറയാൻ ആരുമില്ല. ഞാൻ ഒരുപാട് കടമെടുത്താണ് UK-യിലോട്ട് പോയത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി പ്രാർത്ഥിക്കാം. അങ്ങനെ ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, പ്രാർത്ഥിക്കാൻ തുടങ്ങി, ഞാൻ കൊന്ത ചൊല്ലാൻ തുടങ്ങി. ഞാൻ ഒരുപാട് ഈശോയെ അറിയാൻ തുടങ്ങി. ഞാൻ ഒത്തിരി നേരം ഇരുന്ന് വചനം വായിക്കുമായിരുന്നു. എൻ്റെ റൂംമേറ്റ്സ് വന്നാൽ പോലും ഞാൻ ആ ബൈബിളിൽ നിന്ന് കണ്ണെടുക്കത്തില്ല, ഞാൻ വായിക്കും. ഞാൻ എൻ്റെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെ. അങ്ങനെ എനിക്ക് മാർച്ച് 18-ന് ഞാൻ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് ആദ്യമായിട്ട് കിട്ടിയത് ഒരു തിരുവനന്തപുരംകാരി, ഞാൻ കെയർ ഹോമിലാണ്, മലയാളിയായിട്ടുള്ളൊരു അമ്മേനെയാണ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അമ്മ ഞാൻ ആദ്യത്തെ 2 ആഴ്ച ജോലി ചെയ്തു. ജോലി ചെയ്തപ്പോൾ തന്നെ അവരുടെ ഫാമിലിക്ക് എന്നെ വലിയ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അവരെൻ്റെ അടുത്ത് ചോദിച്ചു, നിനക്ക് ഇവിടെ നിൽക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു വീട്ടിൽ. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കത് പറ്റത്തില്ല. അവരത് 2 ആഴ്ച എൻ്റെ പുറകെ നടന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല. അവർ പറഞ്ഞു റെൻറ്റും വേണ്ട, ഒന്നും വേണ്ട, അമ്മയ്ക്കൊരു കൂട്ടായിട്ട് നിന്നാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്ക് പറ്റത്തില്ല, കാര്യം എൻ്റെ ഫാമിലിയൊക്കെ വരാൻ നിൽക്കുകയാണ്, അപ്പോൾ അത് വലിയൊരു ഇഷ്യൂ ആവും, എനിക്ക് പറ്റത്തില്ല. പക്ഷേ മാതാവായിട്ട് എനിക്കത് കൊണ്ടു തന്നെയാണോ എന്ന് എനിക്കറിയത്തില്ല. ആ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്ന പിള്ളേർക്ക് അക്കോമഡേഷന് വിഷയമായി. അവർക്ക് പെട്ടെന്ന് തന്നെ ഒരു റൂം വേണമായിരുന്നു. അപ്പം ഞാൻ ഇവരുടെ അടുത്ത് വന്ന് ചോദിച്ചു, ഇങ്ങനെ റൂം വേക്കൻ്റ് ഉണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവർക്കൊന്ന് കൊടുക്കാവോ എന്ന് ചോദിച്ചു.
അപ്പോൾ അവിടുത്തെ ആ ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞങ്ങൾ റൂം കൊടുക്കാം, പക്ഷേ നീ ഇവിടെ വന്ന് താമസിക്കണം. അന്നേരം തന്നെ എനിക്ക് മനസ്സിലായി ഇത് മാതാവ് എന്നെ മുട്ടിക്കുകയാണെന്ന്. ഞാൻ അവിടെ എൻ്റെ ആ കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാനവിടെ അക്കോമഡേഷൻ റെഡിയാക്കി. ഞാൻ അന്നേരം അവിടെ സ്ഥിരതാമസമായി. എനിക്ക് തോന്നുന്നു UK ചെന്നിട്ട് ഞാൻ 2 മാസമേ ഞാൻ റെൻ്റ് അടച്ചിട്ടുള്ളൂ. ബാക്കി ഈ 1.5 വർഷം എനിക്ക് ഇതുവരെയായിട്ടും എനിക്ക് റെൻ്റ് അടയ്ക്കേണ്ടി വന്നിട്ടില്ല. UK റെൻ്റൊക്കെ നിങ്ങൾക്കറിയാം, ഒരു ഫാമിലി ആയിട്ട് താമസിക്കണമെങ്കിൽ എങ്ങനെയൊക്കെ പോയാലും 1,60,000 രൂപയൊക്കെ വേണം. പക്ഷേ എനിക്ക് അവിടെ മാതാവ് എനിക്ക് ആ ഒരു എമൗണ്ട് എനിക്ക് സേവ് ചെയ്ത് തന്നു. അതിന് മാതാവിന് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. 1,60,000 രൂപയെന്ന് വെച്ചാൽ ചില്ലറ കാര്യമല്ല, അതിവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം. അത്രയും രൂപ എനിക്ക് മാതാവ് എനിക്ക് അവിടെ സേവ് ചെയ്ത് തന്നു. ഞാൻ എൻ്റെ കടങ്ങളെല്ലാം ഒരുവിധം തീർത്തു. ഞാൻ കഴിഞ്ഞ വർഷം സെപ്റ്റംബർ നാട്ടിൽ വന്നു. പക്ഷെ അന്നിവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്തു, പക്ഷെ ഞാൻ സാക്ഷ്യം പറഞ്ഞില്ല. ഉടമ്പടി എടുത്തിട്ട് ഞാൻ തിരിച്ചുപോയി. നാട്ടിൽ വന്നപ്പോൾ എനിക്ക് കുടുംബത്തിൽ എന്നെ വലുതായിട്ട് ഉലച്ച് കളയുന്ന ഒരു പ്രശ്നമുണ്ടായി. അപ്പോൾ തന്നെ എൻ്റെ ഹൃദയം നല്ലതുപോലെ നുറുകി. ഞാൻ അതുവരെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന പെട്ടെന്ന് എനിക്ക് പ്രാർത്ഥനയിൽ ബ്രേക്കായി. എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റുന്നില്ല, ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. ഞാൻ ഈ വിഷമം എൻ്റെ സഹോദരനോട് പറഞ്ഞു. അപ്പോൾ സഹോദരൻ എൻ്റെ അടുത്ത് പറഞ്ഞു, എൻ്റെ സഹോദരൻ ഒരു വൈദികനാണ്. അപ്പം എൻ്റെ സഹോദരൻ പറഞ്ഞു, നിനക്ക് ക്ഷമിക്കാനായിട്ട് ഈശോ ഒരു അവസരം തന്നതാണ്, നീ അത് ഉപയോഗിക്കാൻ പറഞ്ഞു. ഞാൻ ക്ഷമിക്കാൻ നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ ക്ഷമിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കാം എനിക്കെൻ്റെ പ്രാർത്ഥനയിൽ ഒരുപാട് അകന്നു പോയപ്പോഴത്തേക്ക് ഞാൻ ഈശോയിൽ നിന്നും ഒരുപാട് അകന്നു. അങ്ങനെ പ്രാർത്ഥനയില്ലാത്ത കുറേ മാസങ്ങൾ, എൻ്റെ മനസ്സിന് ഒരുപാട് ആകുലതകളും ചിന്തകളും എല്ലാം കയറി വന്ന കുറേ നാളുകൾ ഞാൻ കുറേ അധികം സഹിച്ചു. പിന്നെയും ഞാൻ എനിക്ക് ഈശോയോട് അടുക്കണമെന്നുണ്ട്, പക്ഷേ ഈ ക്ഷമിക്കാൻ പറ്റാത്ത ഒരവസ്ഥയാണ് എന്നെ അടുക്കാത്തതെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ കുറേ അധികം പ്രയത്നിച്ച് ഞാൻ ഈശോയോട് പറയും, ഈശോയെ ഞാൻ അയാളോട് ശ്രമിച്ചു, പക്ഷേ പിന്നെയും എൻ്റെ മനസ്സിൽ ആ ചിന്തകളെല്ലാം കയറി വരും. അങ്ങനെ ഒരുപാട് നാളുകൾ കഴിഞ്ഞുപോയി. പക്ഷേ ഞാൻ ഈ കഴിഞ്ഞ ജൂലൈ തൊട്ട് ആ വ്യക്തിയോട് പൂർണ്ണമായിട്ടും എല്ലാം കൊണ്ടും മനസ്സുകൊണ്ട് പൂർണ്ണമായിട്ട് ആ വ്യക്തിയോട് ഞാൻ ക്ഷമിച്ചു. ആ ഒരു കാര്യത്തെപ്പറ്റി പിന്നീട് ഞാൻ ആ വ്യക്തിയോട് സംസാരിച്ചിട്ടേ ഇല്ല. ആ വ്യക്തിയോട് സംസാരിക്കുമ്പോഴെല്ലാം ഞാൻ അത് ഓർമ്മിപ്പിച്ചിട്ടുമില്ല. അങ്ങനെ ആ വ്യക്തിയോട് ക്ഷമിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്കെൻ്റെ പ്രാർത്ഥനാ ജീവിതം എനിക്ക് തിരിച്ചു കിട്ടി. ഞാൻ ബൈബിൾ വായിക്കാൻ തുടങ്ങി, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഇപ്പോൾ പൂർണ്ണമായിട്ടും ഈശോയുടെ അടുത്ത് നിന്നുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. ഇതിനിടയ്ക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാതിരുന്ന അവസ്ഥയിൽ ഞങ്ങളൊരു ഭവനം വാങ്ങിക്കാനായിട്ട് നിൽക്കുകയായിരുന്നു. അപ്പം ആ ഭവനത്തിന് വേണ്ടിയിട്ട് ലോൺ വേണമായിരുന്നു. ലോണിന് തടസ്സങ്ങൾ വന്നു. ലോണിന് തടസ്സങ്ങൾ വന്നപ്പോഴെല്ലാം എൻ്റെ മനസ്സിലുണ്ട്, എനിക്ക് ആ വ്യക്തിയോട് ക്ഷമിക്കാൻ പറ്റാത്തതിൻ്റെയാണ് ഈ കാണിക്കുന്നത്. ഞാൻ ആ വ്യക്തിയോട് പൂർണ്ണമായിട്ട് ക്ഷമിക്കാൻ എന്ന് തീരുമാനിച്ചുവോ അന്ന് മുതൽ എനിക്ക് ആ ലോണിൻ്റെ തടസ്സങ്ങളെല്ലാം മാറിത്തന്നു. എനിക്ക് ലോൺ സാങ്ഷനായി. ഞങ്ങൾ ഇന്നലെ ആയിരുന്നു ആ ഭവനത്തിൻ്റെ പാലുകാച്ചൽ ചടങ്ങ്. ചെറുതായിട്ട്, വലിയ ആഡംബരമൊന്നുമില്ല, ചെറുതായിട്ട് ഞങ്ങൾ സഹോദരങ്ങളും അപ്പനും അമ്മയും മാത്രമായിട്ട് ഒരു ചടങ്ങ് നടത്തി. മറ്റന്നാൾ വെളുപ്പിന് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. പിന്നെ രോഗസൗഖ്യം എന്ന് പറയാനായിട്ട് ഞാൻ പോകാൻ നിൽക്കുന്നതിൻ്റെ മുമ്പ് എൻ്റെ ഇളയാൾക്ക് പനി വരികയും അങ്ങനെ ഡോക്ടറെ കാണിച്ചപ്പോഴത്തേക്ക് ഹാർട്ട് ബീറ്റ് വളരെയധികം എന്തോ വേരിയേഷൻ കാണിക്കുന്നെന്ന് പറഞ്ഞു. ഞാൻ അന്നേരം ഡോക്ടർ പറഞ്ഞു, പനിയുടെ വേരിയേഷൻ ആണോ എന്ന് അറിയത്തില്ല, എങ്കിലും പനി കഴിയുമ്പോൾ ഒന്ന് കൊണ്ടുവരാൻ പറഞ്ഞു. പനി കഴിഞ്ഞിട്ട് ഞാൻ കൊണ്ടു ചെന്നു. അപ്പോഴും ഡോക്ടർ പറയുകയാണ്, ഇത് ഭയങ്കര വേരിയേഷൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ വേരിയേഷൻ എന്താണെന്ന് അറിയണമെങ്കിൽ എക്കോ എടുക്കണം, എക്കോയിൽ എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ബാക്കി നമുക്ക് അങ്ങനെ നോക്കാമെന്ന് പറഞ്ഞു. ഞാൻ ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. ശക്തമായിട്ട് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാൻ തുടങ്ങി. ശക്തമായിട്ട് വെളുപ്പിനെയും അല്ലാതെ എല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന. അതിലെൻ്റെ മോളെ മാത്രമാണ് ഞാൻ സമർപ്പിച്ചത്. പ്രാർത്ഥിക്കാൻ തുടങ്ങി. എക്കോ ചെയ്ത് ആ ഡോക്ടർ ചോദിച്ചു, എന്താണ് പെട്ടെന്ന് ചെയ്യാൻ ഉദ്ദേശിച്ചത്? ഞാൻ പറഞ്ഞു, ഡോക്ടറെ ഞാനിങ്ങനെ ഫെബ്രുവരി 8-ന് ടിക്കറ്റ് എടുത്തിരിക്കുകയാണ്, ഞാൻ പോകാനായിട്ട് ഉദ്ദേശിക്കുകയാണ്. അപ്പോൾ പറഞ്ഞു, അത് എന്തുവല്ല നല്ല കാര്യമാണ്, പോകുന്നതിന് മുമ്പ് ചെയ്യുന്നത് നല്ലതാണ്. അങ്ങനെ ചെയ്തു. ഒരു കുഴപ്പവുമില്ല. ഡോക്ടർ പറഞ്ഞു, എന്താണ് അന്നേരം വേരിയേഷൻ വന്നതെന്ന് അറിയത്തില്ല, പക്ഷേ കൊച്ചിന് ഒരു കുഴപ്പവുമില്ല. ഞാൻ അന്നേരം അവിടെ ഇരുന്ന് മാതാവിനെ സ്തുതി അർപ്പിച്ചു. മാതാവേ, നീ എൻ്റെ കൂടെ ഉണ്ടെന്ന്. ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയാണ്, നിൻ്റെ നീല ഉടുപ്പിൽ പൊതിഞ്ഞ്
എൻ്റെ മക്കളെ നീ കാത്തുകൊള്ളണേന്ന്. ആ നീല ഉടുപ്പിൻ്റെ സംരക്ഷണം എൻ്റെ മക്കളിലുണ്ടെന്ന് എനിക്ക് തെളിയിച്ചു തന്നു. പല വ്യക്തമായിട്ട് എനിക്ക് തെളിയിച്ചു തന്നൊരു കാര്യമാണ് എൻ്റെ മക്കളുടെ സംരക്ഷണം. ഈശോപ്പായ്ക്കും എൻ്റെ അമ്മ മാതാവിനും ഒരുപാട് നന്ദി പറയുന്നു. ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നു. ഒരു കടബാധ്യതകളും ഇല്ല. ഇപ്പോൾ എടുത്തിരിക്കുന്ന ലോൺ മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം എൻ്റെ അമ്മ മാതാവ്, എനിക്ക് എപ്പം സാമ്പത്തികമായിട്ട് തടസ്സം വന്നാലും എനിക്കതെല്ലാം എൻ്റെ അമ്മ മാതാവ് മാറ്റിത്തരുന്നുണ്ട്. പിന്നെ എൻ്റെ മക്കൾ എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് അമ്മ മാതാവിൻ്റെ ആ ഉപ്പും തേനും കഴിച്ചിട്ടാണ് കിടക്കുന്നത്. UK ചെന്നിട്ട് എൻ്റെ മക്കൾക്ക് യാതൊരുവിധ അസുഖങ്ങളോ പ്രാരാബ്ദങ്ങളോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതെല്ലാം എൻ്റെ അമ്മ മാതാവ് നൽകുന്ന ആ ഒരു സംരക്ഷണമാണ്. പിന്നെ സാമ്പത്തികമായിട്ട് ഞാനൊരിച്ചിരി അന്ന് മുതൽ ഞാൻ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ രോഗികളെ സഹായിക്കാറുണ്ട്. ആവശ്യക്കാർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും പ്രാർത്ഥിക്കുന്നു, എൻ്റെ അമ്മ മാതാവേ, നീ എനിക്ക് വേണ്ടി ഈശോപ്പായോട് പ്രാർത്ഥിക്കുമ്പോൾ ഈ ലോകം മുഴുവനും വേണ്ടി നീ പ്രാർത്ഥിക്കണമേ. നിൻ്റെ മാധ്യസ്ഥത്താൽ ഈ ലോകം മുഴുവനെയും നിറയ്ക്കണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. എൻ്റെ അമ്മ മാതാവ് എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോപ്പായോടും ഞാൻ നന്ദി പറയുന്നു. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 37-ാം അധ്യായം 1 മുതൽ 4 വരെ തിരുവചനങ്ങൾ. കർത്താവിൻ്റെ കരം എൻ്റെ മേൽ വന്നു, അവിടുന്ന് തൻ്റെ ആത്മാവിനാൽ എന്നെ നയിച്ച് അസ്ഥികൾ നിറഞ്ഞൊരു താഴ്വരയിൽ കൊണ്ടുവന്ന് നിർത്തി. ദൈവമായ കർത്താവ് ഈ അസ്ഥികളോട് അരുളി ചെയ്യുന്നു, ഇതാ ഞാൻ നിങ്ങളിൽ പ്രാണൻ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, ഈ അസ്ഥികളോട് നീ പ്രവചിക്കുക, വരേണ്ട അസ്ഥികളെ കർത്താവിൻ്റെ വചനം ശ്രവിക്കുവിൻ എന്ന് അവയോട് പറയുക. മേരി എന്ന ഈ സഹോദരി തന്നെ സ്വാധീനിച്ച ദൈവവചന ഭാഗം എഴുതിയിരിക്കുക എസെക്കിയേലിൻ്റെ 37-ാം അധ്യായം എന്നാണ്. അവിടെ വരണ്ടുണങ്ങിയ അസ്ഥികൾക്ക് പുതുജീവൻ ലഭിക്കുന്ന ദർശനത്തെയും അതിൻ്റെ അർത്ഥത്തെയുമാണ് നമുക്ക് പറഞ്ഞു തരുന്നത്. മകളെടുത്ത ഉടമ്പടിയും ഉടമ്പടിയിലൂടെ ലഭിച്ച ദൈവാനുഭവത്തെയും സന്തോഷത്തോടുകൂടി സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. സഹോദരി ഒരു വീട്ടിൽ ആദ്യം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ 3 തവണ അവർ കൂടെ നിൽക്കുവാനായി പറയുമ്പോൾ അത് നിഷേധിക്കുന്നത് നമ്മൾ കേട്ടതാണ്. പിന്നീട് കൂടെയുള്ള കൂട്ടുകാർക്ക് താമസ സൗകര്യം നഷ്ടപ്പെട്ടു പോകുമ്പോൾ നിവൃത്തിയില്ലാതെ അവരോട് ചോദിക്കുകയും അവിടെ താമസിക്കുവാനായിട്ട് ഇടയാവുകയും ചെയ്യുന്നു. മകൾ തന്നെ പറയുന്നു, ഓരോ മാസവും 1,60,60,000 രൂപ വീതം ആ വാടക കൊടുക്കേണ്ടത് ലാഭമായി നാളിതുവരെയും ദൈവം കാത്തുപരിപാലിച്ചുവെന്ന്. പരിശുദ്ധമ്മയുടെ ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്താണ് ആത്യന്തികമായി ഓരോരുത്തർക്കും വരുന്ന മാറ്റം, ഗുണം എന്നത് മകളുടെ സാക്ഷ്യത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. അത് ഏറെ വേദനിപ്പിച്ചൊരു വ്യക്തിയോട് ക്ഷമിക്കുവാനുള്ള കൃപയും ധൈര്യവും ആത്മാവിൻ്റെ സമാധാനവും കിട്ടിയതാണ്. ഇത് ഉടമ്പടി ജീവിതത്തിൻ്റെ വലിയ പ്രത്യേകതയാണ്. ഉടമ്പടി എടുത്തു, ഉടമ്പടി നാം അതിൻ്റെ പ്രാർത്ഥനകൾ ചൊല്ലുന്നു, ഉടമ്പടി അതിൻ്റെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നു. അങ്ങനെ ഇതുകൊണ്ട് നമുക്കുള്ള അനുഗ്രഹം, ആ നിയോഗങ്ങൾ വേഗം ഫലമാകും എന്ന് കരുതരുത്. ഏറ്റവും പ്രധാനപ്പെട്ടത് നമ്മുടെ വ്യക്തിപരമായ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരുന്ന മാറ്റമാണ്. നമ്മളതുകൊണ്ട് തന്നെ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവിടെ ആദ്യം എഴുതി വയ്ക്കാറുണ്ട്, എൻ്റെ ജീവിതത്തിൽ നിന്നും മാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ തിന്മകൾ. അത് ഗൗരവത്തിൽ കണ്ടെടുത്തുകൊണ്ട് അത് ക്രമീകരിച്ചുകൊണ്ട് അതെഴുതി നാം പറയുന്നുണ്ട്, ഈ തിന്മകളിൽ നിന്ന് മാറുവാൻ ഞാൻ സന്നദ്ധയാവുന്നുവെന്ന്. പ്രിയമുള്ളവരെ, മരിയൻ ഉടമ്പടിയുടെ വളരെ ഗൗരവമുള്ള ഒരു തലം അതാണ്. ദുശ്ശീലങ്ങളുള്ളവർ ദുശ്ശീലങ്ങളിൽ നിന്ന് പിന്മാറുന്നു. ആസക്തിയിൽ വല്ലാതെ തകർന്ന് ജീവിക്കുന്നവർ ആസക്തികളിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനമെടുക്കുന്നു. പണത്തിന് വേണ്ടിയുള്ള മോഹത്തിൽ മാത്രം പരക്കം പായുന്നവർ അതിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുന്നു. ദേഷ്യം കൊണ്ട്, കലഹം കൊണ്ട്, വൈരാഗ്യം കൊണ്ട്, മത്സരബുദ്ധി കൊണ്ട്, താരതമ്യപ്പെടുത്തി ഇകഴ്ത്തലുകൾ കൊണ്ട് ജീവിക്കുന്നവർ അതിൽ നിന്ന് പിന്മാറുവാൻ തീരുമാനിക്കുന്നു. എൻ്റെ ഈശോയ്ക്ക് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കില്ല എന്ന് നാം അമ്മ മാതാവിൻ്റെ അരികിൽ വാക്കുകൊടുത്ത് ജീവിച്ചു തുടങ്ങുമ്പോഴാണ് നമ്മുടെ നിയോഗങ്ങൾ വേഗത്തിൽ അനുഗ്രഹമായി നമുക്ക് സാധിച്ചു കിട്ടുക.
അതുകൊണ്ട് ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഇതൊരു കൗശലത്തിൻ്റെ കുറുക്കുവഴിയുടെ പ്രാർത്ഥനയല്ല, ഇതൊരു മാജിക്കൽ സംവിധാനവുമല്ല. മറിച്ച് നിൻ്റെ ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിച്ചുകൊണ്ട് അമ്മ മാതാവിൻ്റെ സന്നിധിയിൽ സമർപ്പണം ചെയ്യുവാൻ തയ്യാറാകുമ്പോൾ ഈശോയുടെ അരികിൽ അമ്മ മാതാവ് കൊടുക്കുന്ന മാധ്യസ്ഥത്തിൻ്റെ വിലയാണ് നമുക്ക് ലഭിക്കുന്ന ഓരോ അനുഗ്രഹത്തിൻ്റെയും അടിസ്ഥാനം. അത് മനസ്സിലാക്കി നമ്മുടെ ഉടമ്പടിയിൽ കൂടുതൽ നന്നായി ജീവിക്കുവാൻ നമുക്ക് പരിശ്രമിക്കണം. മകൾ ആവർത്തിച്ച് പറഞ്ഞു, ക്ഷമിക്കുവാൻ വേണ്ടി ഞാൻ തയ്യാറായപ്പോൾ എൻ്റെ ജീവിതം എത്ര കണ്ട് കൂടുതൽ ശാന്തതയിലേക്കും സന്തോഷത്തിലേക്കും മാറിക്കൊണ്ടിരുന്നുവെന്ന്. അത് പറയുവാൻ കാണിക്കുന്ന ധൈര്യം തന്നെയാണ് ഉടമ്പടിയുടെ വിജയം. എനിക്കിന്ന കുറവുണ്ട്, ആ കുറവ് ഞാൻ ദൈവകൃപയിൽ ആശ്രയിച്ചുകൊണ്ട് അതിജീവിക്കുവാനുള്ള പരിശ്രമവും ഞാൻ കർത്താവിൻ്റെ മുറിവുകളെ കണ്ടുകൊണ്ട് ഞാനത് തിരുത്തുവാനും ക്ഷമിക്കുവാനുമുള്ള തീരുമാനവും എടുത്തുവെന്ന്. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതങ്ങളെ അമ്മ മാതാവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ച് ഒന്ന് ആത്മശോധന ചെയ്യുക. തിരുത്തുവാനുള്ളത് തിരുത്തുവാൻ തയ്യാറാവുക, ക്രമപ്പെടുത്തുവാനുള്ളത് ക്രമപ്പെടുത്തുവാൻ തീരുമാനിക്കുക. ദൈവകൃപയ്ക്ക് വേണ്ടി കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ട് വേഗത്തിൽ നിയോഗങ്ങൾ സാധിക്കുന്നതിന് നമ്മുടെ ആത്മീയ ജീവിതത്തെ കൂടുതൽ തെളിമയുള്ളതാക്കി സൂക്ഷിക്കുക. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഈ സാക്ഷ്യം ദൈവപിതാവിന് കരഘോഷത്തോടെ നമുക്ക് സമർപ്പിക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈ സാക്ഷ്യ പേടകത്തിൽ എൻ്റെ അമ്മ മാതാവ് എന്നെ കൊണ്ട് നിർത്തിയതിൽ ഒത്തിരിയേറെ നന്ദി ഞാൻ പറയുന്നു. എൻ്റെ പേര് സ്വീറ്റി തോമസ്. ഞാൻ ആലപ്പുഴ വാടയ്ക്കൽ ദൈവജനമാത ഇടവക അംഗമാണ്. ഞാൻ കൊല്ലത്ത് ഒരു ഡെൻ്റൽ കോളേജിലെ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ പാർട്ട് എക്സാം ആയിരുന്നു. അപ്പോൾ സ്റ്റഡി ലീവായി ഞാൻ വീട്ടിൽ വന്നു. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല, ഭയങ്കര സ്ട്രെസ്സാണ്. എനിക്കൊന്നും പഠിക്കാൻ പറ്റുന്നില്ല. എനിക്ക് ടെക്സ്റ്റ് ബുക്ക് തുറക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര ടെൻഷനാവുക. എനിക്കൊന്നും വായിക്കാൻ പറ്റുന്നില്ല, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് ആരോടാ പറയേണ്ടതെന്ന് അറിയത്തില്ല. പപ്പയോടും അമ്മയോടും പറഞ്ഞാൽ അവർക്കും ഒത്തിരി ടെൻഷനാവുമല്ലോ, ആരോടാ പറയേണ്ടതെന്ന് അറിയത്തില്ല. അപ്പോൾ ഞാൻ എപ്പോഴൊക്കെ ടെൻഷൻ ആവണോ അപ്പോഴൊക്കെ ഞാൻ ബൈബിൾ എടുത്ത് വായിക്കും. ആദ്യം തന്നെ ഞാൻ പറയട്ടെ, ഞാൻ 2019 ഞാൻ വന്ന് ഉടമ്പടി എടുത്ത ഒരാളാണ്. പിന്നെ എനിക്കത്ര വിശ്വാസം ഇല്ലായിരുന്നു. ഞാൻ എടുത്ത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതെന്താ ഇവിടെ ബിസിനസ്സാണോ നടക്കുന്നത്, അങ്ങനെ കുറച്ച് ചിന്തകൾ വന്നപ്പോഴേക്കും ഞാൻ ഉടമ്പടി ബ്രേക്ക് ചെയ്തു. പിന്നെ യൂട്യൂബിൽ എടുക്കുമ്പോഴാണെങ്കിലും കൃപാസന അമ്മയുടെ സ്റ്റോറീസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഞാനത് അവോയ്ഡ് ചെയ്ത് കളയുകയാണ് പതിവ്. ഞാനത് കാണാറില്ല. ഒരിക്കലും ഞാൻ കളിയാക്കിയിട്ടില്ല, പക്ഷെ ഞാനത് കാണാറില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു വളരെ സ്ട്രെസ്ഡ് ആയിട്ടുള്ള അവസ്ഥ ഞാൻ പോയിക്കൊണ്ടിരിക്കുക. സ്റ്റഡി ലീവിൻ്റെ ഓരോ ദിവസവും കടന്നു പോയിക്കൊണ്ടിരിക്കുക. എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ എക്സാമിൻ്റെ സമയമായി. എൻ്റെ ആദ്യത്തെ എക്സാം ഞാൻ എഴുതി. ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. എനിക്കറിയത്തില്ല ഞാൻ എന്താ എഴുതിയെന്ന്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. ഞാൻ വന്നിട്ട് ഒത്തിരി വിഷമമായി. എനിക്ക് സാധാരണ എക്സാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പപ്പയോടും അമ്മയോടും വിളിച്ച് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നെന്ന് ഞാൻ പറയുന്നതാ. ഇതെനിക്ക് പറയാനായിട്ട് ഭയങ്കര വിഷമം. അത്രയും ഞാൻ ഒന്നും എഴുതിയിട്ടില്ല. അന്ന് വൈകിട്ട് ഞാൻ ഒത്തിരി വിഷമിച്ചിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ഫോൺ എടുത്ത് യൂട്യൂബിൽ എൻ്റെ കൃപാസന അമ്മയുടെ ഒരേ സാക്ഷ്യങ്ങൾ കണ്ടു. കുറച്ച് തവണ ഞാൻ സാക്ഷ്യങ്ങൾ കണ്ടു. അപ്പം തന്നെ ഞാൻ ഓൺലൈനിൽ ഉടമ്പടി എടുത്തു. അമ്മയോട് ഒത്തിരി സോറി പറഞ്ഞു. അമ്മയെ ഞാൻ 2019 എടുത്ത ഉടമ്പടി ബ്രേക്ക് ചെയ്തതിന് ഞാൻ ഒത്തിരി സോറി അമ്മയോട് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു. പിറ്റേ ദിവസം എക്സാമിന് അതിരാവിലെ എഴുന്നേറ്റ് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി, ജപമാല ചൊല്ലി, ഓൺലൈനിൽ കുർബാനയും കൂടിയിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്ന സമയത്ത് 2019 ഞാൻ ഉടമ്പടി എടുത്തതിൻ്റെ കാശ് രൂപം ഞാൻ എൻ്റെ പേഴ്സിൽ വെച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് തപ്പിയെടുത്ത് ഞാൻ അത് മുറുകെ പിടിച്ചുകൊണ്ട് എക്സാമിന് പോകുന്നത്. ആ എക്സാമും അങ്ങനെ തന്നെയായിരുന്നു. എനിക്കറിയില്ല ഞാൻ എന്താ എഴുതിയെന്ന്. അങ്ങനെ എൻ്റെ തിയറി എക്സാമുകളൊക്കെ കടന്നുപോയി. തിയറി എക്സാം കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ വീട്ടിൽ വന്ന് ഏറ്റവും അടുത്ത ദിവസം 17 ജൂലൈ 2024 ഞാൻ ഓടി വന്ന് ഇവിടെ ഉടമ്പടി എടുത്തു. ഉടമ്പടി എടുത്ത് അമ്മയോട് ഒത്തിരി പ്രാർത്ഥിച്ചു. ഞാൻ ഒത്തിരി കരഞ്ഞു പ്രാർത്ഥിച്ചു. പിന്നെ പ്രാക്ടിക്കൽ എക്സാമിന് പോയി. പ്രാക്ടിക്കൽ എക്സാമിന് പോയപ്പോൾ ഇവിടുന്ന് കിട്ടിയ ഉടമ്പടി കാശ് രൂപ മുറുകെ പിടിച്ചാണ് ഞാൻ പോകുന്നത്. ഒത്തിരി തടസ്സങ്ങളുണ്ടായി. എൻ്റെ
ആദ്യത്തെ എക്സാമിൽ തന്നെ എൻ്റെ എനിക്ക് വരാനിരുന്ന പേഷ്യൻ്റ് വന്നില്ല. ഞാൻ ഒത്തിരി വിഷമിച്ചു. പക്ഷേ എൻ്റെ അമ്മ മാതാവിനെ മുറുകെ പിടിച്ചു. എൻ്റെ അമ്മ മാതാവ് നോക്കിക്കോളും. അമ്മ മാതാവിനെ മുറുകെ പിടിച്ച എക്സാം എല്ലാം കഴിഞ്ഞു, പ്രാക്ടിക്കൽ എക്സാം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പം ഞാൻ ഈ പരീക്ഷയുടെ സമയത്ത്, ഞാൻ പഠിക്കേണ്ട സമയത്തൊക്കെ ഒത്തിരി പ്രാർത്ഥിക്കുമായിരുന്നു. ഞാൻ പഠിക്കുകയല്ല, ഞാൻ കൂടുതലും പ്രാർത്ഥിക്കുകയാണ് ചെയ്തത്. അപ്പോൾ എൻ്റെ കൂട്ടുകാർ ചോദിച്ചു, നീ എന്താ പഠിക്കേണ്ട സമയത്ത് മൊത്തവും പ്രാർത്ഥിക്കുവാണോ? ചിലർ ചോദിച്ചു, ഈ പള്ളിയിൽ എന്താ ഇരിക്കുന്നത് ഇത്രയും പ്രാർത്ഥിക്കാനായിട്ട്? ഞാൻ ഒന്നിനും മറുപടി കൊടുത്തില്ല. എനിക്ക് ഉറപ്പായിരുന്നു എൻ്റെ അമ്മ മാതാവ് ഇവരുടെ മുന്നിലൊക്കെ എന്നെ സാക്ഷിയാക്കി മാറ്റും. അപ്പം ഞാൻ പത്രം കൊടുക്കും. എൻ്റെ കൂട്ടുകാർക്ക് ഞാൻ പത്രം കൊടുത്തു. അപ്പോൾ പത്രം കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയും, റിസൾട്ട് വന്നു കഴിയുമ്പോൾ ഈ പത്രത്തിലൊരു സാക്ഷിയായിട്ട് ഞാനും ഉണ്ടാകുമെന്ന്. ഈ കഴിഞ്ഞ 12-ാം തീയതി എൻ്റെ റിസൾട്ട് വന്നു. ഞാൻ നല്ല മാർക്കോടുകൂടെ തന്നെ പാസ്സായി. എൻ്റെ രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ ഉടമ്പടി നിയോഗങ്ങൾ എഴുതിയ സമയത്ത്, നിയോഗം എഴുതാൻ പറഞ്ഞ സമയത്ത് പെട്ടെന്ന് തന്നെ 6 നിയോഗങ്ങൾ ഭൗതിക കാര്യങ്ങളാണ് എഴുതിയത്. പക്ഷേ എഴുതി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, എന്നെ വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നോ എന്നെ വിശുദ്ധീകരിക്കണമെന്നോ ഒന്നും ഞാൻ എഴുതിയില്ലല്ലോ. എന്നിട്ട് പക്ഷേ ഞാൻ നിയോഗങ്ങൾ എഴുതിയത് 6 കാര്യങ്ങളെ പറ്റിയല്ല ഞാൻ പ്രാർത്ഥിച്ചത് മുഴുവനും എന്നെയും എൻ്റെ കുടുംബത്തെയും വിശുദ്ധീകരിക്കണമെന്നും വിശ്വാസത്തിൽ ആഴപ്പെടുത്തണമെന്നതാണ്. അതിനുശേഷം എൻ്റെ കുടുംബത്തിൽ ജപമാല ചൊല്ലാൻ വളരെ മടിയായിരുന്നു. ഇപ്പം ഉടമ്പടി എടുത്തിട്ട് ഇന്നേക്ക് 2-ാം മാസമാകുവാണ്. ഇപ്പോൾ എൻ്റെ വീട്ടിൽ ജപമാല മുടങ്ങാതെ ചൊല്ലുന്നു. ആ ജപമാല മുഴുവനും, ഞങ്ങൾ 6 പേരടങ്ങുന്ന കുടുംബമാണ്. ഇതെൻ്റെ ഇളയ അനിയത്തിയാണ്. ഞങ്ങൾ 6 പേരും മുട്ടുമേ നിന്നാണ് സമ്പൂർണ്ണ ജപമാലയും ചൊല്ലുന്നത്. വീട്ടിലുള്ള എല്ലാ ദിവസവും ഞങ്ങൾ 6 പേരും ഒരുമിച്ചാണ് അതിരാവിലെ എഴുന്നേറ്റ് കുർബാനയ്ക്ക് പോകുന്നത്. പിന്നെ എൻ്റെ അടുത്ത സാക്ഷ്യം പറയാനാണെങ്കിൽ, ഈ ജപമാല മാസം മാതാവിനെ വീടുകളിൽ കൊണ്ടുവരുന്ന പതിവുണ്ട്. ഓരോ സമൂഹത്തിലും ഓരോ വീടുകളിൽ കൊണ്ടുവരുന്ന പതിവുണ്ട്. അപ്പം ഈ പ്രാവശ്യം എൻ്റെ അമ്മ മാതാവ് എൻ്റെ വീട്ടിൽ വരണമെന്ന് ഒത്തിരി ആഗ്രഹിച്ചിരുന്നു. പക്ഷെ ഞാൻ ആരോടും പറഞ്ഞില്ല. ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ വരുന്ന സമയത്ത് എനിക്ക് ഉടമ്പടിക്കുള്ള 230 രൂപ തരാൻ പോലും എൻ്റെ പപ്പയുടെ കയ്യിൽ ഇല്ലായിരുന്നു. അത്രയും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നൊരവസ്ഥയിലാണ് ഞാൻ വന്നത്. അപ്പം മാതാവിനെടുക്കുന്ന കാര്യം വന്നപ്പോൾ, സാധാരണ മാതാവിനെടുക്കുന്ന വീട്ടുകാർ വിരുന്ന് സൽക്കാരമൊക്കെ നടത്തുന്നതാണ്. ആഹാരമൊക്കെ എല്ലാവർക്കും കൊടുക്കും. പിന്നെ ഒത്തിരി ചിലവുള്ള കാര്യമാണ്. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് പറഞ്ഞപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്, ഒരു കല്യാണം നടത്തുന്ന ചിലവ് പോലെയാണ് മാതാവിനെ കൊണ്ടുവരുന്നത്. എൻ്റെ പപ്പയുടെ കയ്യിലാണെങ്കിൽ ആ സമയത്ത് ഒരു 500 രൂപ പോലും എടുക്കാനില്ല. ആ സമയത്ത് ഞാൻ ഒത്തിരി ആഗ്രഹിച്ചു എൻ്റെ അമ്മ മാതാവ് വരണമെന്ന്. എന്നിട്ട് മാതാവിനെ കൊണ്ടുവരുന്ന വീട് തീരുമാനിച്ചു. അപ്പോഴും എൻ്റെ അമ്മയും പപ്പയും ഒന്നും പറയുന്നില്ല. ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല, സാമ്പത്തികം ഇല്ലാത്തത് കൊണ്ടാണ്. പക്ഷെ എൻ്റെ അമ്മ മാതാവിനോട് ഞാൻ പറഞ്ഞു, അമ്മേ മാതാവേ, 2 ദിവസത്തിനുള്ളിൽ എന്തെങ്കിലും അമ്മയ്ക്ക് എൻ്റെ വീട്ടിൽ വരാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അടയാളം കാണിച്ചു തരണേ. 2 ദിവസമായിട്ടും ഒന്നും ഉണ്ടായില്ല. ആരും ഒന്നിനെപ്പറ്റി സംസാരിക്കുന്നില്ല. അപ്പം ഞാൻ അമ്മ മാതാവിനോട് ചോദിച്ചു, അമ്മ മാതാവേ, അമ്മയ്ക്കും പാവപ്പെട്ടവർ വേണ്ടി പൈസ ഉള്ളവരുടെ അടുത്തേ അമ്മയും പോകത്തുള്ളൂ. അങ്ങനെ അമ്മ മാതാവിനോട് ചോദിച്ചു. പിന്നെ വിചാരിച്ചു, അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോലെ, അമ്മയ്ക്കിപ്പം വേറെ വീട്ടിൽ പോകാനാണ് ആഗ്രഹമെങ്കിൽ ആയിക്കോട്ടെ, അമ്മ അങ്ങോട്ട് പോക്കോ, നമ്മളവിടെ വന്ന് പ്രാർത്ഥിച്ചോളാം. അതിൻ്റെ അടുത്ത ദിവസമാണ് ഞാൻ കോളേജിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് ഒരു കെട്ട് പത്രവും വാങ്ങിക്കൊണ്ടാണ് പോകുന്നത്. ഞാൻ റെയിൽവേ സ്റ്റേഷനിലാണെന്ന് ഞാൻ കൊല്ലത്ത് ചെന്ന് കൊല്ലത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ആ പത്രവും കൊണ്ട് പോവുകയാണ്. കൊടുത്തു തുടങ്ങിയപ്പോൾ പേടിയുണ്ടായിരുന്നു. പക്ഷെ ഒത്തിരി ഇഷ്ടത്തോടെയാണ് പത്രം കൊടുത്തത്. ഞാൻ പത്രം കൊടുക്കുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, എന്താ ഇവിടെ കാണിക്കുന്നത്, ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ലെന്ന് അറിയത്തില്ലേ? അപ്പം തന്നെ ആ സാറിന് ഞാനൊരു പത്രം നീട്ടിയിട്ട് പുള്ളിക്ക് കൃപാസനത്തെ പറ്റിയും കൃപാസന അമ്മ മാതാവിനെ പറ്റിയും അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റിയും ഒത്തിരി പറഞ്ഞു കൊടുത്തു.
അപ്പം എൻ്റെ റിസൾട്ട് വന്ന സമയമല്ല. അപ്പം എന്നോട് ആ പുള്ളി ചോദിച്ചു, തനിക്ക് കിട്ടിയ അനുഗ്രഹം എന്താ? അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ റിസൾട്ട് വന്നതിന് ശേഷം ഈ പത്രത്തിൽ എൻ്റെ ഫോട്ടോയും വന്ന് സാക്ഷ്യമുണ്ടാവുമെന്ന്. അത് പറഞ്ഞ് ഒത്തിരി സമയം ഞാൻ അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു. അത് പറഞ്ഞതിന് ശേഷം എൻ്റെ കയ്യിലുള്ള ബാക്കി പത്രങ്ങളും അവിടെ തന്നെ കൊടുത്തോളാൻ അദ്ദേഹം പറഞ്ഞിട്ട് അത് കൊടുത്തിട്ടാണ് അവിടെ നിന്ന് വരുന്നത്. ഞാനത് കൊടുത്ത് ബസ്സിലിരിക്കുവാണ്, കോളേജിലേക്ക് പോകുവാണ്. ആ സമയത്ത് എൻ്റെ വീട്ടിൽ നിന്ന് കോള് വരുക. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞതിൻ്റെ 3-ാം ദിവസമാണ് ഞാൻ വീട്ടിലേക്ക് പോവുക. അപ്പം എൻ്റെ അമ്മ വിളിച്ചിട്ട് പറയാ, എന്നെ സ്വീറ്റി മോളെ എന്നാണ് വിളിക്കുന്നത്, സ്വീറ്റി മോളെ അറിഞ്ഞോ, നമ്മുടെ വീട്ടിലാണ് മാതാവ് വരുന്നതെന്നും. അതുമാത്രമല്ല, ഈ പ്രാവശ്യം മുതൽ ചിലവൊന്നും വേണ്ട, വിരുന്ന് സൽക്കാരമോ ഒത്തിരി ആഡംബരമോ ഒന്നും ഇല്ലാതെ മാതാവിനെ കൊണ്ടുവരണമെന്ന കർശനമായ നിയമവും നമ്മുടെ പള്ളിയിൽ നിന്ന് ഇറക്കുകയുണ്ടായി. പിന്നെ ഈ ഉടമ്പടി എടുത്തതിൽ പിന്നെ ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കാൻ തുടങ്ങി. എൻ്റെ റൂമിൽ ഞങ്ങൾ 5 പേരാണ്, ഞാനൊഴിച്ച് ബാക്കി 4 പേരും അക്രൈസ്തവരാണ്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവുമോ, അല്ലെങ്കിൽ എനിക്കൊരു നാണക്കേട്, അങ്ങനൊരു ചിന്ത വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിക്കാതിരുന്ന ഒരാളാണ്. ഇപ്പം ഞാൻ എല്ലാ ദിവസവും ആരൊക്കെ റൂമിൽ, ഈ 5 അല്ല 10 പേര് റൂമിലുണ്ടായാലും ഞാൻ മുട്ടുകുത്തി, വൈകിട്ടാണെങ്കിൽ പച്ചത്തിരി കത്തിച്ച്, രാവിലെ ആണെങ്കിൽ നീലത്തിരി കത്തിച്ച്, ഞാൻ അവിടെ മുട്ടുകുത്തി, ആരൊക്കെ ഉണ്ടെങ്കിലും എത്ര പേരുണ്ടെങ്കിലും ഞാൻ മുട്ടുകുത്തി നിന്ന് അമ്മയെടുത്ത് പ്രാർത്ഥിക്കും, ജപമാല അർപ്പിക്കും. അമ്മയെപ്പറ്റി എന്നെക്കൊണ്ട് പറയാൻ പറ്റുന്ന എല്ലാവരോടും ഞാൻ പറഞ്ഞു കൊടുക്കും, അമ്മയുടെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കും. വിശ്വാസം ഇല്ലാത്തവരുടെ അടുത്തും ആയിക്കോട്ടെ, അവർ നാളെ വിശ്വസിച്ചോളും എന്ന പ്രതീക്ഷയിൽ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കും. പിന്നെ കാരുണ്യ പ്രവൃത്തി, എൻ്റെ കയ്യിൽ 100 രൂപയാണെങ്കിൽ ഞാൻ കാണുന്നവർക്ക് എൻ്റെ കയ്യിലുള്ളത് വെച്ച് ഞാൻ സഹായിക്കും. അത് ചിലപ്പോൾ എനിക്കിനി വേണമെന്നുള്ള പൈസ ഇരിക്കും, സാരമില്ല, എനിക്ക് അമ്മ മാതാവ് തന്നോളൂ, എൻ്റെ കയ്യിൽ എത്രയാണോ അത് വെച്ച് ഞാൻ സഹായിക്കും. ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോപ്പയ്ക്കും ഒത്തിരിയേറെ നന്ദി പറയുന്നു. സ്നേഹം നിറഞ്ഞവരെ, സ്വീറ്റി തോമസ് എന്ന സഹോദരിയാണ് നമ്മളോട് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. സാക്ഷ്യത്തിൻ്റെ ആരംഭത്തിൽ ഈ കുഞ്ഞ് സാക്ഷ്യം തുടങ്ങിയത് ടെൻഷൻ വരുമ്പോൾ വചനം വായിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ്. ജീവിതത്തിൻ്റെ ഓരോ പ്രതിസന്ധികളിലും വചനവുമായിട്ട് ആഴപ്പെട്ട് ജീവിക്കുവാനായിട്ട് ഈ കുഞ്ഞിന് സാധിക്കുന്നു എന്നുള്ളത് ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ഇവൾ സാക്ഷ്യത്തിൽ നമ്മളോട് പങ്കുവെക്കുകയായിരുന്നു. കൃപാസനത്തിൻ്റെ ട്രോളുകളും അതുപോലെ തന്നെ കൃപാസനത്തിന് എതിരെ വരുന്ന ഓരോ വീഡിയോകളും കണ്ടപ്പോൾ ഈ ഒരു ആലയത്തിനെക്കുറിച്ചുള്ള ആ ഒരു സംശയ മനോഭാവത്തോടു കൂടി നോക്കുവാനായിട്ട് തുടങ്ങിയെന്ന്. നമുക്കറിയാം, കൃപാസനത്തിനെക്കുറിച്ച് ഒത്തിരിയേറെ ട്രോളുകളും അതുപോലെ തന്നെ ഒത്തിരിയേറെ വീഡിയോകളും നവമാധ്യമങ്ങളിൽ നമ്മൾ കണ്ടതാണ്. എന്നിരുന്നാലും ഇതിനൊക്കെ എതിരായിട്ട് ഒരിക്കൽ പോലും കൃപാസനം പ്രതികരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിൻ്റെ സ്ഥാപക ഡയറക്ടറായിട്ടുള്ള ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യമെന്ന് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, കൃപാസനം എന്ന് പറയുന്നത് അത് കൃപാസനത്തിൽ പരിശുദ്ധ അമ്മയിൽ വിശ്വസിക്കുന്ന ദൈവജനത്തിൻ്റെ ആഴമായിട്ടുള്ള അനുഭവമാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ ദിവസവും ആയിരക്കണക്കിന് വ്യക്തികൾ അവരുടെ ജീവിതത്തിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് അറിയുകയും പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ജീവിതത്തിലൂടെ പരിശുദ്ധ അമ്മയിൽ നിന്ന് അനുഗ്രഹങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അവരുടെ അനുഭവത്തിൻ്റെ ആഴങ്ങളിൽ വിശ്വസിച്ചുകൊണ്ട് ഓരോ വ്യക്തികളും കടന്നു വരുന്നത്. നമ്മുടെ ജപമാല റാലിയിലാണെങ്കിലും ആയിരക്കണക്കിന് വ്യക്തികൾ ഈ ആരാധനാലയത്തിലേക്ക് കടന്നു വന്നുകൊണ്ട് ജപമാല റാലിയിൽ പങ്കെടുക്കുമ്പോൾ നമ്മൾ കാണുന്നതും ഇത് തന്നെയാണ്. ജനങ്ങളുടെ അനുഭവത്തിൻ്റെ അടിത്തറയാണ് കൃപാസനത്തിനുള്ളത്. അതുകൊണ്ട് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ വ്യക്തിയുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ കൃപാസനം അനുഭവമായിട്ട് തീരുമ്പോൾ, അഭിഷേകമായിട്ട് തീരുമ്പോൾ പരിശുദ്ധ അമ്മയിലുള്ള വിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ഈ കുഞ്ഞിൻ്റെ സാക്ഷ്യത്തിലും നമ്മൾ കാണുന്നത്. ഇവളുടെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുമ്പോൾ പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി പ്രാർത്ഥനയിൽ പങ്കുചേർന്നുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയപ്പോൾ ഇവൾക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം ലഭിച്ചതിൻ്റെയും അതുപോലെ തന്നെ പ്രാർത്ഥനയിൽ വളരുവാനായിട്ട്, വിശ്വാസത്തിൽ വളരുവാനായിട്ട് സാധിച്ചതിൻ്റെയും ഓരോ കാര്യങ്ങൾ ഈ കുഞ്ഞ് പങ്കുവെക്കുകയായിരുന്നു. സാക്ഷ്യം അവസാനിക്കുമ്പോൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ, ആരംഭത്തിൽ വചനം വായിക്കുമെന്ന് പറഞ്ഞുവെങ്കിൽ അവസാനത്തിൽ വചനം ജീവിക്കുന്ന കുഞ്ഞായിട്ട് എൻ്റെ കയ്യിലുള്ള പൈസ മുഴുവൻ അത് ആവശ്യമുള്ളവർ കൊടുക്കുവാനായിട്ട് എൻ്റെ ഇല്ലായ്മയിൽ നിന്നുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ പഠനത്തിൻ്റെ സാഹചര്യത്തിൽ നിന്നുകൊണ്ട് ഞാൻ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ വചനം വായിക്കുന്ന കുഞ്ഞ് വചനം ജീവിക്കുന്ന കുഞ്ഞായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ സാക്ഷ്യത്തിൽ നമ്മൾ കാണുന്നത്.
ഈ കുഞ്ഞിൻ്റെ വിശ്വാസ ജീവിതവും അതുപോലെ തന്നെ ഇവരുടെ കുടുംബത്തിൽ പരിശുദ്ധ അമ്മ ചൊരിഞ്ഞ വലിയ അനുഗ്രഹവും അഭിഷേകവും കണക്കിലെടുത്തുകൊണ്ട് നമുക്ക് ഇരുകരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. കൂടുതൽ വിശ്വാസത്തോടുകൂടി കൃപാസനം പ്രസാദപര അമ്മയുടെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഷാജു, ഇത് എൻ്റെ വൈഫ് റീന. ഞങ്ങൾ തൃശ്ശൂർ വരന്തരപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് പള്ളിക്കുന്ന് അസംഷൻ ദേവാലയത്തിലെ ഇടവകയിൽപ്പെട്ട അംഗങ്ങളാണ്. വൈഫാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. 19/10/2023 വൈഫ് ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. ഞാൻ ഉടമ്പടി എടുത്തത് 9/5/2024 എടുത്തത്. ആദ്യമേ തന്നെ പാപിയും അയോഗ്യനും അശക്തനും ദുർബലനും ബലഹീനനുമൊക്കെ ആയിട്ടുള്ള എന്നെ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ അവിടുത്തെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായി നിങ്ങളുടെയൊക്കെ മുൻപാകെ നിർത്തുവാനായിട്ട് ദൈവം കാട്ടിയ വലിയ കരുണയെ ഓർത്ത് ഞാൻ ആദ്യമേ തന്നെ നന്ദി പറയുന്നു. പ്രിയമുള്ളവരെ, എൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ പല മേഖലകളിൽ ദൈവം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ അതിശയിപ്പിക്കുന്ന രീതിയിൽ തൊടുകയുണ്ടായി. അപ്പോൾ അത്തരം ചില കാര്യങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഷെയർ ചെയ്യുക. അത് ദൈവനാമ മഹത്വത്തിനും നിങ്ങളുടെയൊക്കെ വിശ്വാസം കൂടുന്നതിനും കാരണമാകുമെന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഈ നിമിഷത്തിൽ ഞങ്ങളിവിടെ ആയിരിക്കുക. ആദ്യമേ തന്നെ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്, ഉടമ്പടി എടുത്ത് വളരെ ചുരുക്കിയാണ് ഞാൻ പറയുന്നത്. ആദ്യമേ തന്നെ ഉടമ്പടി എടുത്ത് വളരെ ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ വൈഫിന് റീനയ്ക്ക് നടുവേദന ഒരു കഴിഞ്ഞ 2 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ചില സമയങ്ങളിലൊക്കെ ഭയങ്കര സിവിയർ ആകാറുണ്ടായിരുന്നു. അപ്പോൾ ഇഞ്ചക്ഷനൊക്കെ എടുക്കുക, 2-3 ദിവസം ബെഡ് റിഡൻ ആയാലാണ് പിന്നെ ഒന്ന് മിനിമം എന്തെങ്കിലും ചെയ്യാൻ പറ്റാവുന്നൊരു സാഹചര്യത്തിലേക്ക് എത്താറുള്ളൂ. എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഉടമ്പടി തൈലം അപ്ലൈ ചെയ്യുകയും വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയും ചെയ്തതിന് ശേഷം അതിൻ്റെ സിവിയറിറ്റി കുറഞ്ഞു. നടുവേദന പൂർണ്ണമായും അറിയുന്നില്ല, ചെറിയ തോതിലൊക്കെ ഉണ്ട്. പക്ഷേ ഇതുവരെയ്ക്കും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്കുള്ള ഒരു നടുവേദനയായിട്ട് പിന്നീട് പുള്ളിക്കാരത്തേക്ക് വന്നിട്ടില്ല. അതുപോലെ തന്നെ രണ്ടാമത്തെ എനിക്ക് പേഴ്സണലായിട്ടുണ്ടായിട്ടുള്ളൊരു അനുഭവം, ഒരു ദിവസം രാവിലെ ഞാൻ ഓഫീസിലേക്ക് പോകാനായിട്ട് തയ്യാറാകുന്ന സമയത്ത് എനിക്ക് പെട്ടെന്ന് ഒരു അൺഈസിനെസ് ഫീൽ ചെയ്യുന്നു, എനിക്കൊരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നു, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുന്നതായിട്ട് മനസ്സിലാകുന്നു. അപ്പോൾ പിന്നെ അടുത്തുള്ള ഒരു ലാബിൽ പോയിട്ട് നമ്മൾ BP ടെസ്റ്റ് ചെയ്തപ്പോൾ BP ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്തിരിക്കുന്നു. ഇമ്മീഡിയറ്റ് ആയിട്ട് ഡോക്ടറെ കാണാൻ ആവശ്യപ്പെടുന്നു. ഡോക്ടറുടെ അടുത്തേക്ക് ചെല്ലുന്നു. അദ്ദേഹം ECG എടുക്കാനായിട്ട് പറയുന്നു. ECG നോക്കിയിട്ട് ഒരു മൈനറായിട്ടുള്ളൊരു കറക്ഷനുണ്ട്, ഒരു ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇക്കോ TMT ഒക്കെ ചെയ്യണമെന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ കുറച്ചും കൂടിയും തൃശ്ശൂർ ടൗണിൽ തന്നെ ഒരു പ്രസിദ്ധമായിട്ടുള്ളൊരു ഹോസ്പിറ്റലിലേക്ക് എന്നെ കൊണ്ടുപോയി. അവിടെ വെച്ച് ECG എടുക്കുന്നു, ഇക്കോ എടുക്കുന്നു, എല്ലാ ടെസ്റ്റുകളും എടുക്കുന്നു. പക്ഷേ അത്ഭുതകരമെന്ന് പറയട്ടെ, ആദ്യം ഡോക്ടർ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട് എന്ന് പറഞ്ഞെങ്കിൽ തന്നെയും ഇക്കോയും മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോൾ അതിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് അദ്ദേഹം പറയുകയുണ്ടായി. അപ്പോൾ അതിന് മുൻപ് എനിക്ക് സാക്ഷ്യപ്പെടുത്താനായിട്ടുള്ള കാര്യം, ദൈവാനുഭവം എന്ന് പറയുന്നത് അതിൽ നമ്മളിങ്ങനെ ടെൻസ്ഡായി നിൽക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒരു ദൈവികമായിട്ടുള്ള ഉൾപ്രേരണ, യെശയ്യാ 43:10 പറയുന്ന പോലെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ടെന്ന് ഉള്ളിൽ നിന്ന് വിളിച്ചു പറയുന്നൊരു സ്വരം. അതുപോലെ തന്നെ വൈഫ് എനിക്ക് ചെസ്റ്റിൽ പേരിട്ടാനായിട്ട് തൈലം തരികയും കാശ് രൂപം കയ്യിൽ പിടിക്കുകയും ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ ടെസ്റ്റുകൾക്ക് വിധേയമായത്. ടെസ്റ്റുകൾ വന്നപ്പോൾ അബ്സല്യൂട്ട്ലി നോർമൽ എന്ന് പറഞ്ഞു. അതൊരു പക്ഷേ നമുക്ക് ആ പ്രശ്നത്തിൻ്റെ കാഠിന്യവും റിസൾട്ടും കൂടെ വരുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നില്ല ഇതെങ്ങനെ സംഭവിക്കണമെന്ന്. സോ ഞാൻ വിശ്വസിക്കുന്നു അത് ദൈവം ഒരു അനുഭവം നൽകുന്നതിന് വേണ്ടിയിട്ട് ദൈവം എന്നിൽ ആ നിമിഷം പ്രവർത്തിച്ചു. ഞങ്ങളുടെ വീട്ടിലെല്ലാവർക്കും, ഈവൻ എൻ്റെ ഫ്രണ്ട്സിന് പോലും അത് ഒരു അനുഭവമായി മാറിയെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. രണ്ടാമത്തെ ഒരു അനുഭവം എന്ന് പറയുന്നത്, ഉടമ്പടി എടുത്തതിന് ശേഷമാണ് എൻ്റെ മകൾക്ക് IELTS എടുക്കണമെന്നുള്ളൊരു താല്പര്യം തോന്നി. പുള്ളിക്കാരത്തി ഇന്ന് ഇവിടെ ഇല്ല, എല്ലാം ക്ലിയറായി പുള്ളി പോയി. IELTS എടുക്കണമെന്ന് തോന്നി. അപ്പോൾ ട്രെയിനിങ് ഇല്ല, വേറെ പരിപാടികൾക്കൊന്നും പോയിട്ടില്ല. നമ്മളിവിടെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുന്നതാണ്, 5 പ്രാവശ്യം 10 പ്രാവശ്യമൊക്കെ പോകുന്നു. ഒറ്റ സ്ട്രെച്ചിൽ തന്നെ ഒറ്റ പ്രാവശ്യം പുള്ളി അറ്റൻഡ് ചെയ്യുകയുണ്ടായുള്ളൂ. അതിൽ IELTS ക്ലിയറായി. അവിടെയും ദൈവം എങ്ങനെ പ്രവർത്തിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കണ്ടിന്യൂസ് ആയിട്ട് മമ്മി റീന അവൾക്ക് വേണ്ടിയിട്ട് അവളോടൊപ്പം പോയി നിൽക്കുകയും ജപമാല അർപ്പിക്കുകയും ചെയ്തു. വിശ്വാസത്തോടെ ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിച്ചു എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ തന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, പുള്ളിയുടെ പേരിൽ ദിവ്യമരിയ എന്നാണ് അവളുടെ പേര്. സിംഗിൾ
നെയിമായിട്ടാണ് അതിൽ പാസ്പോർട്ടിൽ പ്രിൻ്റ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സർനെയിം ഇല്ല എന്നതിൻ്റെ പേരിൽ വളരെ ഇഷ്യൂസുകളുണ്ടായി ഇവിടുന്ന് ജർമ്മനിക്ക് പുള്ളിക്ക് പോകാനായിട്ട്. അപ്പോൾ ആദ്യത്തെ പ്രോബ്ലം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് സർനെയിം ഇല്ലാത്തതിൻ്റെ പേരിൽ അവർക്ക് APS കിട്ടാനായിട്ട് ബുദ്ധിമുട്ടായെന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ചെയ്യുകയും വിശ്വാസത്തോടെ നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ പുള്ളിക്കാരത്തേക്ക് പ്രതീക്ഷിച്ചതിനും വളരെ നേരത്തെ തന്നെ APS സർട്ടിഫിക്കറ്റ് കിട്ടിയെന്നുള്ളതാണ് ഒരു കാര്യം. ഒരു അത്ഭുതകരമായിട്ടുള്ള വേറൊരു കാര്യം ഉണ്ടായത്, പുള്ളിക്ക് ഇവിടുന്ന് വിസയെല്ലാം കാര്യങ്ങളെല്ലാം ശരിയായി പുള്ളി പോകാനായിട്ട് നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ട്രിവാൻഡ്രത്തുനിന്നായിരുന്നു ഞങ്ങൾക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ തൃശ്ശൂരിന് ഞങ്ങൾ വണ്ടിയിൽ തന്നെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ഒരു കസിൻ അവിടെയുണ്ട്, ജർമ്മനിയിലുണ്ട്. പുള്ളിക്കാരത്തി വഴിയായിട്ടാണ് അവളെ കൊണ്ടുപോയത്. അപ്പോൾ പെട്ടെന്ന് എന്നോട് വിളിച്ചു പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സിറ്റി രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല, അപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ ഒരുപാട് ദിവസം വെറുതെ ഇരിക്കേണ്ടി വരും, പുറത്തേക്ക് ഇറങ്ങാനോ ബാക്കി സർട്ടിഫിക്കറ്റ്സുകളോ ലൈസൻസുകളോ ഗവൺമെൻറ് ഡോക്യുമെൻറ്റ്സൊക്കെ പ്രിപ്പയർ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാവും എന്നൊരു കാര്യമാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ പോയിട്ടുണ്ടാകുന്ന ഒരു ഡിലേ ഓർത്ത് അവൾക്ക് ക്ലാസ്സിൽ പോകാൻ പറ്റില്ല, കോഴ്സിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു പ്രയാസം വന്ന സമയത്ത് പെട്ടെന്ന് ആ സമയത്ത് ഞങ്ങളുടെ മനസ്സിലേക്ക് ഒരു ചിന്ത കടന്നു വരികയാണ്, നമുക്ക് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടിയിൽ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ റീനയോട് ആവശ്യപ്പെടുന്നു. റീന അത് ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇടുന്നു. അന്ന് മൂത്ത മകളും ഉണ്ട്, രണ്ടാമത്തെ മകളും ഉണ്ട്. ഞങ്ങൾ 4 പേരും കൂടിയാണ് വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രയർ ഇട്ടു. എനിക്ക് തോന്നുന്നു കൊന്തയുടെ ഒരു രഹസ്യം മാത്രമേ ഞങ്ങൾ ചൊല്ലിയിട്ടുണ്ടാവുള്ളൂ. ഇമ്മീഡിയറ്റായിട്ട് മകളുടെ ഫോണിലേക്ക് ഒരു ഇമെയിൽ വരികയാണ്, അതായത് സിറ്റി രജിസ്ട്രേഷൻ അപ്പോയിൻമെൻറ്റ് ഡേറ്റ് കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട്. അത് വളരെ പ്രീപോണ്ട് ചെയ്തിട്ടുള്ള, അവളേക്കാൾ മുമ്പ് പോയിട്ടുള്ള കുട്ടികൾക്ക് കിട്ടിയിട്ടുള്ള ഡേറ്റിനേക്കാൾ വ്യത്യസ്തമായി വളരെ നേരത്തെ ഒരു ഡേറ്റ് പുള്ളിക്കാരത്തി കിട്ടിയെന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പെട്ടെന്ന് ചോദിക്കുന്നതിനേക്കാൾ മുമ്പ് പ്രാർത്ഥിച്ച് തീരുന്നതിനേക്കാൾ മുമ്പ് ഉത്തരമരുളുന്ന ഒരു ദൈവത്തിൻ്റെ മക്കളായി നമുക്ക് തുടരാൻ സാധിക്കുക എന്നുള്ളത് തന്നെ വലിയ ഒരു സന്തോഷം നൽകുന്ന കാര്യമാണ്, വലിയൊരു അനുഭവമാണ്. അതുപോലെ തന്നെ എൻ്റെ ബിസിനസ് പരമായിട്ടുള്ള കാര്യത്തിലേക്ക് ചിന്തിക്കുമ്പോൾ ഞാനൊരു ബിസിനസ് നടത്തുന്ന ഒരാളാണ്. ഒരു 10-20-30ഓളം പേര് ഞങ്ങൾക്ക് സ്റ്റാഫുകളും അംഗങ്ങളായിട്ടുമുണ്ട്. അപ്പോൾ ഞങ്ങൾ ഒരു ബിൽഡിങ്ങിൻ്റെ 2nd ഫ്ലോറിൽ ആരും കാണാത്തൊരു സ്ഥലത്തായിരുന്നു ഞങ്ങളുടെ ഓഫീസ് ഉണ്ടായിരുന്നത്. കുറച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഓഫീസിൻ്റെ ആവശ്യകത ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ വിസിബിലിറ്റി ഉള്ളൊരു ഓഫീസിലേക്ക് മാറാൻ വേണ്ടിയിട്ട് കുറേ നാളായിട്ട് ആഗ്രഹിക്കുകയാണ്. അപ്പോൾ റീനയോട് ഒരിക്കൽ പറഞ്ഞിരുന്നു. അപ്പോൾ റീന ആ കാര്യം ആദ്യത്തെ പ്രാവശ്യം പുതുക്കിയപ്പോൾ നിയോഗമായിട്ട് ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ അവിചാരിതമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ടിന്, എൻ്റെ ഒരു പാർട്ട്ണർക്ക്, ഡയറക്ടർക്ക് ഒരു സൂട്ടബിളായിട്ടുള്ളൊരു സ്ഥലം കാണാനായിട്ട് തോന്നുകയും കുറച്ച് കൂടിയ വില കൊടുക്കേണ്ടി വന്നുവെങ്കിൽ തന്നെയും ആ സ്ഥലം ഞങ്ങൾക്ക് മനോഹരമായിട്ടുള്ള ഒരു 5 ഷട്ടറോട് കൂടിയിട്ടുള്ള ഏകദേശം ഒരു 3000 സ്ക്വയർ ഫീറ്റുള്ള മനോഹരമായിട്ടുള്ളൊരു ഓഫീസ് ഞങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റുകയും അത് വെൽ ഫർണിഷ്ഡായിട്ട് ഈ കഴിഞ്ഞ ജനുവരി 29-ാം തീയതി ഞങ്ങൾ അതിൽ കയറി ഞങ്ങളുടെ റീസ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. തന്നെയല്ല, ഞങ്ങളുടെ മൊത്തത്തിലുള്ള അപ്പിയറൻസിലും വിസിബിലിറ്റിക്കും വളരെ വ്യത്യാസമുണ്ടായി. തീർച്ചയായിട്ടും ദൈവമാതാവിൻ്റെ പ്രത്യേക പ്രാർത്ഥനയുടെ മധ്യസ്ഥതയാൽ ഞങ്ങളുടെ ബിസിനസ്സിലും അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങൾ ഞങ്ങൾക്ക് ഫീൽ ചെയ്യുന്നു. അതുപോലെ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു വളർത്തുനായുണ്ട്. ഞാൻ അച്ഛനത് അതിൽ എഴുതിയിട്ടില്ല, എഴുതിയിട്ടുണ്ട്. അതിലൊരു വളർത്തുനായുണ്ട്. അപ്പോൾ 8 വയസ്സ് ഉള്ള ഒരു വളർത്തുനായാണ്. ഞങ്ങളുടെ വളരെ പെറ്റാണ്. പെറ്റുകളുള്ളവർക്കറിയാം, നമുക്ക് അതിനോടൊരു പ്രത്യേകമായിട്ടുള്ളൊരു അറ്റാച്ച്മെൻറ്റും ഉണ്ട്. അപ്പോൾ കാരണം നമ്മൾക്ക് അവൻ്റെ ആക്ടിവിറ്റികളിലൊക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ ആൾ ഭയങ്കര പെറ്റായിട്ടിരിക്കുകയാണ്. ഒരു ദിവസം സൺഡേ മോർണിംഗിൽ നമ്മൾ ചർച്ചിൽ നിന്നൊക്കെ പോയിട്ട് കുർബാനയെല്ലാം കഴിഞ്ഞ് വരുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാനായിട്ട് പുള്ളീനെ കൂട്ടിൽ നിന്ന് അഴിച്ചിടുന്ന സമയത്ത് പുള്ളിക്ക് പുറത്തേക്ക് വരാനായിട്ട് പറ്റുന്നില്ല. ബാക്കിലെ 2 കാലുകളും നായയുടെ തളർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒരു കണക്കിന് അത് കൂട്ടിയും താഴെ ഇറങ്ങി ബാക്ക് കാലിങ്ങനെ വലിച്ചുകൊണ്ടാണ് വീട്ടിനകത്തോടെ ഇങ്ങനെ കയറി നടന്നത്. വളരെ ദയനീയമായി തോന്നി. ഞായറാഴ്ച ആയതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യാമെന്ന് അറിയില്ലായിരുന്നു. ഇമ്മീഡിയറ്റായിട്ട് എനിക്കൊരു വെറ്റിനറി ഡോക്ടറെ പരിചയമുണ്ട്. അപ്പോൾ ഞാൻ ഡോക്ടറെ വിളിച്ചപ്പോൾ തന്നെ ഡോക്ടർ പറഞ്ഞത് അതിന് പാരലൈസ് പോലെ ആയിട്ടുള്ളതായിരിക്കും, 8 വയസ്സൊക്കെ പ്രായമായില്ലേ, നിങ്ങൾ ഇമ്മീഡിയറ്റായിട്ട് ഒരു ഇഞ്ചക്ഷൻ ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഇനി എണീറ്റ് നടക്കാനോ കാര്യങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞായറാഴ്ച ആകുമ്പോൾ ഇനി എവിടെയാണ് സൗകര്യം? അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ വെറ്റിനറി ഹോസ്പിറ്റലിൽ ചോദിച്ചപ്പോൾ അവിടെ അതിനുള്ള ഫെസിലിറ്റി ഇല്ല, തന്നെയുമല്ല ഡോക്ടർ അവൈലബിലിറ്റി ഇല്ല. മണ്ണുത്തിയിലേക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത്. വൈകിട്ട് 6 മണിക്ക് കൊണ്ടുപോകാനാണ് പറഞ്ഞത് എൻ്റെ അടുത്ത്, 5 മണിക്ക് ശേഷം. അപ്പോൾ മോർണിംഗിലാണ് ഈ അവസ്ഥ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ, നമ്മളെ വിശ്വാസമാണല്ലോ, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം അതിൽ തന്നെ നിർജ്ജീവമാണല്ലോ. അപ്പോൾ നമ്മുടെ കയ്യിൽ മോശയുടെ കയ്യിൽ നൽകപ്പെട്ട വടിയെന്ന പോലെ നമ്മുടെ കയ്യിൽ ഉപ്പും അതുപോലെ തൈലവും എല്ലാം ഉള്ളപ്പോൾ നമുക്ക് എന്തുകൊണ്ടത് പ്രയോഗിച്ചുകൂടാ എന്നുള്ളൊരാശയത്തിൽ പെട്ടെന്ന് തന്നെ തൈലമെടുത്ത് നമുക്ക് അറിയാവുന്ന പോലെ പട്ടിക്കുഞ്ഞിൻ്റെ നെറ്റിയിൽ കുരിശ് വരയ്ക്കുകയും
ഉപ്പൊക്കെ അതിൻ്റെ ശരീരത്തിൽ പൂശുകയൊക്കെ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അതിനൊരു സൈഡിലേക്ക് ഇങ്ങനെ മാറ്റിക്കിടത്തി ഞങ്ങൾ ഉച്ചയ്ക്ക് അങ്ങനെ റെസ്റ്റ് എടുക്കുകയാണ്. ഏകദേശം ഒരു 2:30 മണിയായി കാണും. അതിശയകരമായിട്ടുള്ള രീതിയിൽ പട്ടി കിടത്തിയിടത്ത് നായക്കുട്ടി ഓടി റീന ഞാനും കൂടെ കിടക്കുന്ന ആ റൂമിലേക്ക് പുള്ളിക്കാരൻ ഓടി വന്നെന്നുള്ളൊരു ഭയങ്കരമൊരു അനുഭവമാണ്. എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ട്. അത് വയ്യാതിരിക്കുന്നൊരവസ്ഥയെക്കുറിച്ചുള്ളൊരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും അത്ഭുതകരമായിട്ടുള്ളൊരു അനുഭവമാണ്. ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഞാൻ കാറ്റഗിസത്തിൽ നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കേൾക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് പറയുക, യുക്തിയിലധിഷ്ഠിതമാണ് ക്രിസ്തീയ വിശ്വാസം എന്നുള്ളത്. അപ്പോൾ ഈ യുക്തിയിലധിഷ്ഠിതമായ ക്രിസ്തീയ വിശ്വാസം ഉള്ളത് തന്നെ പല കാര്യങ്ങളിലും ഞാനും അതിൻ്റെ യുക്തിയും വിശ്വാസവും കൂടി കൂട്ടിച്ചേർത്തുകൊണ്ട് പലപ്പോഴും വായിക്കത്തുള്ളൂ. പലരും പല കാര്യങ്ങളും പറഞ്ഞു കേൾക്കുമ്പോൾ നമ്മളുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടാകുമ്പോഴാണ് നമുക്ക് അത് മഹത്തരമായി തോന്നുന്നത്. പട്ടിക്കുട്ടിക്ക് തൈലം പൂശി അത് എണീറ്റ് നടന്നെന്ന് പറയുമ്പോൾ അവിടെ ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്നവർക്കോ അത് കേൾക്കുന്നവർക്കോ വലിയ അത്ഭുതമായിട്ട് തോന്നുമായിരിക്കില്ല. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനത് നേരിൽ കണ്ടപ്പോൾ ഞങ്ങളത് നേരിട്ട് അനുഭവിച്ചപ്പോൾ അത് വലിയ അനുഭവമായിട്ട് ഞങ്ങൾക്ക് തോന്നുന്നു. കൂടാതെ ഒട്ടനവധി ഒരു സംഭവം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ കഴിഞ്ഞ മാസത്തിൽ എനിക്കൊരു ചെന്നൈ യാത്രയുണ്ടായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും രാവിലെയും ഈവനിങ്ങിലും നമ്മൾ കൃത്യമായി 5:30 മണിക്ക് എണീക്കുകയും പ്രയറുകളൊക്കെ നമ്മൾ കൃത്യമായും ചെയ്യാറുണ്ട്. അപ്പോൾ ട്രെയിൻ യാത്രയിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കുക എൻ്റെ അമ്മയെന്ന് അങ്ങനെ വിചാരത്തോട് കൂടിയിട്ടാണ് ഞാൻ ട്രെയിനിൽ പോയിക്കൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ ഉറക്കത്തിലാണ്. പെട്ടെന്ന് രാത്രി എപ്പോഴായെന്ന് അറിയില്ല, പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ കഴുത്തറ്റം വരെ വരുന്ന രീതിയിലുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സ്മെല്ല്, ഒരു ഫ്രാഗ്രൻസ്, ഒരു വളരെ മനോഹരമായിട്ടുള്ളൊരു സ്മെല്ല് എനിക്ക് അനുഭവപ്പെടുകയും എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഉറക്കത്തിൽ തന്നെ ചാടി എണീപ്പിക്കുകയും ചെയ്തു, എന്താണെന്ന് മനസ്സിലാകാതെ. അപ്പോൾ ഞാൻ ജസ്റ്റ് കർട്ടൻ മാറ്റിയിട്ട് അപ്പുറത്തേക്ക് നോക്കി. ഇനി പാസഞ്ചേഴ്സ് ആരും സൈഡിൽ കൂടെ പാസ് ചെയ്തപ്പോൾ അവരടിച്ച് പെർഫ്യൂമിൻ്റെ സ്മെല്ലായിരിക്കുമോ എന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. അത് നോക്കിയപ്പോൾ അങ്ങനെ ഒരു അനക്കവും കാണുന്നില്ല. പിന്നീടാണ് ഞാൻ വാച്ചിലേക്ക് നോക്കുന്നത്. ഇറ്റ് വാസ് എക്സാക്ട്ലി 5 AM. 5 മണി മോർണിംഗിലാണ് കൃത്യമായിട്ട് ആ ഒരു സമയം ഉണ്ടായിരുന്നത്. ഞാനപ്പോൾ തന്നെ ട്രെയിനിൽ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ ആ ഒരു എന്താ പറയുന്നത് ആ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ചെയ്യാനും അത് മുടക്കം കൂടാതെ കൃത്യസമയത്ത് തന്നെ നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചു. അപ്പോൾ ഇത്രയേറെ അനുഗ്രഹങ്ങൾ ഇനിയും പറയാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. 10 മിനിറ്റ് സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഞാൻ ഓൾമോസ്റ്റ് ആ സമയം എടുത്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ പറയാത്തതും പറഞ്ഞതുമായിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങളും നൽകിയ സ്വർഗ്ഗപിതാവിനും അതിന് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും പ്രത്യേകമായിട്ട് നന്ദി പറയുന്നു. ഇനിയും ഞങ്ങൾ ഉടമ്പടിയിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേരും ഞങ്ങൾ ഉടമ്പടിയിലാണ്. മകള് വിദേശത്ത് പോയിട്ടുള്ള ആളും ഉടമ്പടിയിൽ തന്നെയാണ്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ എന്ന് പറയാനായിട്ട് ഇവിടുന്ന് വാങ്ങിച്ചു കൊണ്ടുപോകുന്ന പേപ്പറുകൾ വളരെ കൃത്യമായി തന്നെ നമ്മൾ ആളുകൾക്ക് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ കാരുണ്യ പ്രവൃത്തികൾ എന്ന് പറയുമ്പോൾ നമ്മളെക്കൊണ്ടാകുന്ന രീതിയിൽ സാമ്പത്തികമായിട്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകളെ ചെറിയ തോതിൽ നമ്മൾ സാമ്പത്തികമായി സഹായിക്കും. അതുപോലെ തന്നെ എല്ലാ ആഴ്ചകളിലും ഒരു ദിവസം നമുക്ക് ഫുഡ് പ്രിപ്പയർ ചെയ്തുകൊണ്ട് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത ഫുഡ് ഞാനും റീനയും കൂടെ കൊണ്ടുപോയിട്ട് അത് ആവശ്യക്കാരെന്ന് തോന്നുന്ന ആളുകളിലേക്ക് കൊടുക്കും. ഇങ്ങനെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആത്മീയ ജീവിതത്തിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. കുർബാന ഇതുവരെയ്ക്കും ഒരു ദിവസം പോലും മുടങ്ങാതെ അർപ്പിക്കാനായിട്ടുള്ള ഭാഗ്യം ലഭിച്ചു. കുർബാനയിൽ നമുക്ക് വളരെ വ്യത്യസ്തമായ രീതിയിൽ അനുഭവത്തോടു കൂടി ഓരോ ദിവ്യബലിയും അർപ്പിക്കുന്നതിന് ഉടമ്പടിയിൽ വന്നതിന് ശേഷം പ്രത്യേകിച്ച് നമുക്ക് സാധിക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനിയും ഭൂമിയോടൊപ്പം ലോകത്തിൻ്റെ പ്രകാശമായി തീരുവാൻ ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ മുന്നോട്ട് നീങ്ങുവാൻ നിത്യതയിൽ എത്തിച്ചേരുന്നതുവരെ ഉടമ്പടിയിലായിരിക്കുവാൻ കരുണയായിരിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങളുടെ ഈ എളിയ സാക്ഷ്യം ദൈവനാമം മഹത്വപ്പെടുത്തുന്നതിനായി ഞാനിവിടെ സമർപ്പിക്കുന്നു. താങ്ക് യു. ഒരു ചെറിയ കാര്യം കൂടി ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫാറ്റി ലിവർ പേഷ്യൻ്റ് കൂടിയായിരുന്നു. ഒരു കഴിഞ്ഞ 5 വർഷത്തിലേറെയായിട്ട് പറയാൻ വിട്ടുപോയി. അപ്പോൾ ഈ കഴിഞ്ഞ ടെസ്റ്റുകളിലൊക്കെ തന്നെ അതിൻ്റെ എൻസൈം റിപ്പോർട്ടുകളെല്ലാം തന്നെ വളരെ ഓക്കെയാണ്. ഞാനിപ്പോൾ വളരെ നോർമലാണ്. അതും കൂടെ ഞാൻ ഈ നിമിഷത്തിൽ ഓർമ്മിക്കുന്നു. ഷാജു എന്ന സഹോദരനും ഭാര്യ റീനയുമാണ് നമ്മളോട് ഉടമ്പടി ജീവിത സാക്ഷ്യം പങ്കുവച്ചത്. നമുക്കറിയാം, കുടുംബങ്ങളുടെ വിശ്വാസ നവീകരണമാണ് സഭയുടെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമെന്ന് പറയുന്നത്. ഒരു കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുകയും ഒന്നിച്ച് വിശ്വസിക്കുകയും ചെയ്തതിൻ്റെ ജീവിതാനുഭവങ്ങളാണ് നമ്മുടെ മുൻപിൽ ഈ സഹോദരങ്ങൾ ഉടമ്പടി സാക്ഷ്യമായിട്ട് പങ്കുവച്ചത്. അതിലേറ്റവും പ്രധാനമായിട്ട് സഹോദരൻ പറഞ്ഞത് വിശ്വാസം യുക്തി കേന്ദ്രീകൃതമാണ് എന്നുള്ളതാണ്. ജോൺ പോൾ രണ്ടാമൻ്റെ ഫീദസ് എത്തറാസിയോ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ, ഫെയ്ത്ത് ആൻഡ് റീസൺ എന്ന് പറയുന്ന ചാക്രിക ലേഖനത്തിൽ പരിശുദ്ധ പിതാവ് പറയുന്നത് ഇങ്ങനെയാണ്:
ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെയാണ് വിശ്വാസവും അതുപോലെ യുക്തിയും എന്ന് പറയുന്നത്. അപ്പോൾ വിശ്വാസത്തോടുകൂടി യുക്തിയോടുകൂടി ഒരു കാര്യത്തെ നോക്കിക്കാണുമ്പോൾ അതാണ് ക്രൈസ്തവ വിശ്വാസം എന്ന് പറയുന്നത്. അപ്പോൾ ഈ സഹോദരന് നമ്മളോട് സാക്ഷ്യം പറയുമ്പോൾ യുക്തിക്കധിഷ്ഠിതമായിക്കൊണ്ട് വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ഉടമ്പടി പ്രാർത്ഥനയിലൂടെ സാധിച്ചു എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ഈ അൾത്താരയുടെ സാക്ഷ്യം പറയുന്ന ഓരോ വ്യക്തികളും നമ്മളോട് പങ്കുവെക്കുന്നതും ഇത് തന്നെയാണ്. അവരുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രകടമായിട്ട് ഓരോ കാര്യങ്ങളും കണ്ട് മനസ്സിലാക്കിക്കൊണ്ട് വളരെ ലോജിക്കലായിട്ട് അവരുടെ ജീവിതം, വിശ്വാസ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് അവർക്ക് സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ സാക്ഷ്യം പറയുന്നത്. ഈ കുടുംബം സാക്ഷ്യം പറയുമ്പോഴും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരന് നന്ദി പറയാം. ഇവരുടെ ജീവിതത്തിൽ വളരെ വ്യക്തമായിട്ട് വിശ്വസിക്കുവാനായിട്ട് ഇവർക്ക് കാര്യങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും അതുപോലെ തന്നെ നിത്യതയെക്കുറിച്ചുള്ള ബോധ്യങ്ങൾ കൊടുത്തതിനെക്കുറിച്ചും നമുക്ക് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടും. എൻ്റെ പേര് ജിജ കെ ജോയി. ഞാൻ കോലഞ്ചേരിയിൽ നിന്ന് വരുന്നു. ഞാനൊരു സ്റ്റാഫ് നേഴ്സാണ്, ഓർത്തഡോക്സ് സഭാംഗവും കൂടിയാണ്. ഇതെൻ്റെ മൂത്ത മോള് എൽന സാലു, രണ്ടാമത്തെ മകൾ ഇവ സാലു. ഞങ്ങൾ ഇവിടെ ആദ്യമായിട്ട് വരുന്നത് 2021 മാർച്ച് മാസത്തിലാണ്. അന്ന് കോവിഡിൻ്റെ സമയമായിരുന്നു. ആ സമയത്ത് ഞാൻ വരാനുണ്ടായ കാരണം എൻ്റെ ഫേസ് ഫുൾ അലർജിക്കായിരുന്നു. കാരണം ഞാൻ ഉപയോഗിച്ച മാസ്കിൻ്റെ പ്രശ്നമാണോ എന്താണെന്ന് അറിയത്തില്ല. ഫേസ് ഫുള്ള് കണ്ടാൽ തന്നെ എൻ്റെ ഫേസ് പോലും അല്ലാത്ത രീതിയിലായിപ്പോയായിരുന്നു. അത് എനിക്ക് ഭയങ്കര ഫീലായിരുന്നു. കാരണം എല്ലാവരുടെ മുമ്പിൽ ഡ്യൂട്ടിയൊക്കെ ചെയ്യുമ്പോൾ ഒരു കുരു പോലും ഇല്ലാത്ത മുഖത്ത് നിറച്ച് കുരുക്കളുടെ പാടായി. അങ്ങനെയാണ് ഞാനിവിടെ വരുന്നത്. ഇവിടെ വരുന്ന അന്ന് തന്നെ എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു. അപ്പോൾ ഈ അൾത്താരയിലല്ലായിരുന്നു അച്ഛനെ അന്ന് കണ്ടുകൊണ്ടിരുന്നത്. ഞാൻ അച്ഛനെ പോയി കണ്ടു. അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു, അച്ഛൻ പ്രാർത്ഥിച്ചു. ഇവളൊരു നേഴ്സാണ്, ഇവൾ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുമ്പോൾ ഇവളുടെ ഫേസിൽ ഈ ബുദ്ധിമുട്ട് ഇവൾക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും, മാതാവ് ഇത് മാറ്റി കൊടുക്കണമെന്ന് തന്നെ അച്ഛൻ പ്രാർത്ഥിച്ചു. എന്നോട് പറഞ്ഞു, നീ സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു വിട്ടു. അതിനുശേഷം ഞാൻ ഉടമ്പടി എടുത്തു. ഞാൻ വീട്ടിൽ വന്ന് എല്ലാ ദിവസവും കുരിശ് വരച്ച് ഈ തൈലം പറ്റി പ്രാർത്ഥിക്കുമായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫേസിലെ അലർജി, ഞാൻ പല ഡോക്ടേഴ്സിനെയും കാണിക്കുകയും പല ഓയിൽമെൻറ്റ്സ് ചെയ്യാത്തതൊന്നുമില്ല. പക്ഷേ ഞാൻ ഈ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഈ തൈലം പറ്റിയതിൻ്റെ ഫലമായിട്ട് എൻ്റെ ഫേസിലെ അലർജി ഫുള്ളായിട്ട് മാറി. എൻ്റെ മുഖം എനിക്ക് തന്നെ അറിയത്തില്ല. പലരും ഇന്ന് എൻ്റെ ഹെഡ് നേഴ്സുമാർ, അവരുള്ള എൻ്റെ കോവർക്കേഴ്സൊക്കെ എൻ്റെ ഫേസ് ഇങ്ങനെ വന്നതിനെക്കുറിച്ച് എപ്പോഴും അത്ഭുതപ്പെട്ടിട്ടുണ്ട്. അത് എൻ്റെ ഒന്നാമത്തെ സാക്ഷിയായിട്ട് ഞാൻ വെക്കുന്നു. രണ്ടാമതായിട്ട് എനിക്ക് ഇത്രയൊക്കെ കിട്ടിയെങ്കിലും ഞാൻ അങ്ങനെ മാതാവിനെ അധികം, ഞങ്ങൾക്ക് ഓർത്തഡോക്സ് സഭാംഗം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അധികം മാതാവ് അധികം വിളിക്കുന്ന സ്വഭാവം ഉണ്ടായിരുന്നില്ല. മാതാവിനെയൊക്കെ ഇഷ്ടമാണ്, പക്ഷേ കൂടുതൽ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നില്ല. ഞങ്ങൾ ഈ ഉടമ്പടി എടുത്തതിൻ്റെ ഫലമായിട്ട് തന്നെ ഞാൻ പ്രാർത്ഥിച്ചു, മാതാവിനുള്ള വിശ്വാസം എനിക്ക് കൂടുതൽ വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചില്ല, 2 ദിവസത്തിനുള്ളിൽ തന്നെ എനിക്ക് പെട്ടെന്ന് ബ്രസ്റ്റിലൊരു പെയിൻ അനുഭവപ്പെടുകയും ഞാൻ ഡോക്ടറെ പോയി കാണുകയും ചെയ്തു. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പെട്ടെന്ന് അത് ബയോപ്സിക്ക് വിടണമെന്ന് പറഞ്ഞു. ഒരു ചെറിയ സിസ്റ്റായിരുന്നു. ഞാൻ പേടിക്കാനുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മദറിന് ക്യാൻസറായിരുന്നു, ബ്രസ്റ്റ് ക്യാൻസറായിരുന്നു. എൻ്റെ മമ്മി മരിച്ചുപോയി. ഞാൻ +2 കഴിഞ്ഞപ്പോൾ തന്നെ മമ്മി മരിച്ചു പോയിരുന്നു. അപ്പോൾ ഇങ്ങനെ ഒരു സിസ്റ്റ് കണ്ടപ്പോൾ ആരായാലും അങ്ങനെ തന്നെയാണ് വിചാരിക്കത്തുള്ളൂ. മാത്രമല്ല ഹെറിഡിറ്ററി ആണ് ബ്രസ്റ്റ് ക്യാൻസർ എന്നാണ് പറയുന്നത്. അപ്പം പെട്ടെന്ന് ഭയങ്കര ഫിയറായി. ഞാനങ്ങ് ഭയങ്കര വിഷമമായി. എനിക്കറിയില്ല, ഞാൻ എൻ്റെ പിള്ളേരോടൊക്കെ കരഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുകയും എപ്പോഴും കിടപ്പ് തന്നെയായി. അങ്ങനെ ഭയങ്കര ഫീല്. ഞാൻ ഈ കൃപാസനത്തിലേക്ക് വിളിച്ച് പ്രാർത്ഥിക്കാനൊക്കെ അന്ന് ഞാൻ പറയുകയൊക്കെ ചെയ്തു. അതിനുശേഷം എനിക്ക് മാമോഗ്രാഫി ചെയ്തു. മാമോഗ്രാഫി ചെയ്യുമ്പോൾ ഒരു ബ്രസ്റ്റ് ഉണ്ടായിരുന്ന സിസ്റ്റ് മാമോഗ്രാഫി കഴിഞ്ഞതോടുകൂടി 2 ബ്രസ്റ്റിലും സിസ്റ്റ് ഉണ്ടെന്ന് പറയുന്നു. അതോടുകൂടി ആകെ തകർന്നു. എന്നിട്ട് ബയോപ്സിക്ക് വേണ്ടി ഡേറ്റ് എടുത്തു. ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ബയോപ്സി എടുത്തത്. ബയോപ്സി എടുക്കാൻ പോകുന്നതിന് ഞാൻ അഡ്മിറ്റായി കഴിഞ്ഞപ്പോൾ ഞാൻ ഒറിജിനൽ കാശ് രൂപമല്ല, അല്ലാതെയുള്ള ചെറിയ കാശ് രൂപം ഞാൻ എൻ്റെ തലമുടിയൊക്കെ പിന്നെ ഇത് ചെയ്തിട്ടാണ് നമ്മളെ തിയേറ്ററിൽ കയറ്റുന്നത്. ആ സമയത്ത് ഞാനത് തിരികെ കയറ്റി എൻ്റെ തലയിൽ വെച്ചു. എന്നിട്ടാണ് ഞാൻ തിയേറ്ററിൽ കയറുന്നത്. അപ്പോൾ എനിക്ക് ബോധമുള്ള സമയം വരെ ഞാനത് താഴെ ചാടി പോകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചുകൊണ്ടാണ് കിടക്കുന്നത്. അതിനുശേഷം ബയോപ്സിയൊക്കെ എടുത്ത് ഞാൻ തിരിച്ചു വന്നു. 2 ബ്രസ്റ്റിൽ നിന്ന് എടുത്തു.
എനിക്ക് ബോധം വീഴുമ്പോഴും ഞാൻ ആദ്യം തലയെ തപ്പി കാശ് രൂപ അവിടെ ഉണ്ടോയെന്ന് നോക്കി. അത് അങ്ങനെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് 10 ദിവസം എടുക്കുമെന്ന് പറഞ്ഞ ബയോപ്സി റിപ്പോർട്ട് ഞങ്ങളുടെ ഹോസ്പിറ്റലായതുകൊണ്ട് തന്നെ ഞങ്ങൾക്കത് പെട്ടെന്ന് തന്നെ എല്ലാവരും അറിയുന്നതുകൊണ്ട് വേഗം തന്നെ ആയി. ഒരു 3 ഡേയ്സിനുള്ളിൽ തന്നെ എനിക്ക് റിപ്പോർട്ട് വന്നു. എനിക്ക് അതിൽ ക്യാൻസറോ അങ്ങനെയുള്ള ഒരു ഇൻഫെക്ഷനും ഉണ്ടായില്ല എന്ന് അറിഞ്ഞു. അതെന്നെ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് ഞാൻ മാറുന്നു. എൻ്റെ ഇളയ മോളും മൂത്ത മോളും പ്രാർത്ഥിച്ചിരുന്നു, മാതാവിൻ്റെ മുമ്പിൽ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞേക്കാം ഞങ്ങളെല്ലാവരും കൂടി. എൻ്റെ മമ്മിക്കൊന്നും ഇതാവരുതെന്നും പറഞ്ഞ് അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. മാത്രമല്ല ഈ 2021 കിട്ടിയ സാക്ഷ്യങ്ങൾ ഇത്രയും വൈകി പറയാനിട വന്നതിന് ഞാൻ മാപ്പ് അപേക്ഷിക്കുന്നു. കാരണം എനിക്ക് ഈ സ്റ്റേജ് കയറി പറയാനൊക്കെ ഭയങ്കര മടിയായിരുന്നു. ഞാനിവിടെ അച്ഛൻ്റെ അടുത്ത് വന്ന് സാക്ഷ്യം എഴുതി കൊടുക്കും. അച്ഛൻ ചോദിക്കും പറയുന്നുണ്ടോ സ്റ്റേജിൽ കയറി, ഇല്ല എന്നും പറഞ്ഞ് ഞാൻ പോവും. അപ്പം പിന്നെ അച്ഛനും അധികം പറയില്ല, കാരണം എന്തെങ്കിലും കാരണങ്ങൾ പറഞ്ഞ് ഞാനങ്ങോട്ട് പോവും. അങ്ങനെയായിരുന്നു പതിവ്. അതിന് ഞാൻ അമ്മയ്ക്ക് തിരുകുമാരനോടും ഞാൻ മാപ്പ് പറയുന്നു. പിന്നെ മൂന്നാമതായിട്ട് ഞാൻ എൻ്റെ ഫാദറിന് ക്യാൻസർ വന്നു. ആ സമയം ഞങ്ങൾ ഫാദറിനെ കാണാൻ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം ഈ ജനുവരി 5-ന് ഞാൻ ഓടിച്ച 2 വീലർ, ഞാനും എൻ്റെ 2 മക്കളും ഉണ്ടായിരുന്നു. ഞങ്ങൾ കിഴക്കമ്പലം എന്ന സ്ഥലത്ത് വെച്ച് ഞങ്ങളിങ്ങോട്ട് പോരുന്ന സമയത്ത് ഞങ്ങളുടെ 2 വീലറിനോട് ചേർന്ന് ഒരു ഷിഫ്റ്റ് കാറ് വന്ന് ഇടിച്ചിട്ട് ഞങ്ങൾ 3 പേരും കൂടി വണ്ടി മറിഞ്ഞു. വണ്ടി എൻ്റെ ബോഡിയിലായിരുന്നു. ഞാൻ എൻ്റെ ബോധം ഇല്ലായിരുന്നു. എൻ്റെ ഇളയ മോൾ മാത്രം എണീറ്റ് നിന്നു, മൂത്ത മോളും ഇരുന്നു. പക്ഷേ മൂത്ത മോളുടെ തലയ്ക്കും ചെറിയൊരു SAH എന്ന് പറഞ്ഞ ഒരു ബ്ലീഡിങ് പോലത്തെ ഒരു ചെറിയൊരു ഇത് വന്നു. ഇളയ മോളുടെ വയറിനും ചെറിയൊരു പരിക്ക് പറ്റി. എൻ്റെ തലയിൽ ഒരു 8 സ്റ്റിച്ച് ഇടുകയും 2 കൈക്ക് ഫ്രാക്ചർ വരികയും ചെയ്തു. മോളുടെ ഫേസിനും എൻ്റെ ഫേസിനും ചെറിയ പാടുകളൊക്കെ ഉണ്ടായി. ഞങ്ങൾ അന്ന് അങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ എപ്പോഴും എന്ത് കാര്യത്തിന് പോകുമ്പോഴും മാതാവിൻ്റെ തൈലം പെറ്റി തന്നെയാണ് ഞങ്ങൾ എവിടെയും പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ ഒരു വിഷമമാണ് അങ്ങനെ ചെയ്തില്ലെങ്കിൽ. അപ്പോൾ അന്നും ഇതുപോലെ തന്നെ വണ്ടി ഓടിക്കുന്ന കീ ചെയിനിലും മാതാവിൻ്റെ ആ കീ ചെയിൻ തന്നെയാണ് ഞങ്ങൾ ഉപയോഗിച്ചിരുന്നത്. എല്ലാ നേർച്ച വസ്തുക്കളും എപ്പോഴും ബാഗിൽ എനിക്കുണ്ടാവും. കാരണം ഞാൻ പപ്പയുടെ അടുത്ത് പോകുന്നതുകൊണ്ട് തന്നെ ഞാനത് കയ്യിൽ എൻ്റെ ബാഗിലുണ്ടായിരുന്നു. ഞങ്ങൾ ബോധം കെട്ട് പോയി. ഞങ്ങളെ അപ്പം തന്നെ എൻ്റെ ഹോസ്പിറ്റലിൽ തന്നെയാണ് ഞങ്ങളെ കൊണ്ടുപോകുന്നത്. ഞങ്ങളവിടെ ആണെന്നൊന്നും അറിഞ്ഞല്ല അവർ കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയി കുറച്ചൊക്കെ കഴിഞ്ഞപ്പോൾ എനിക്ക് ബോധമൊക്കെ വന്നു. ആ ഒരു അവസ്ഥയിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വണ്ടി മറിയുമ്പോൾ ഒരു ബസ്സും അവിടെ നിന്ന് ആലുവ ബസ് വരുന്നുണ്ട്. ഈ കാറ് ഇത്രയും വണ്ടികളുടെ ഇടയിലാണ് ഞങ്ങൾക്ക് ആ ഒരു സംരക്ഷണം, മാതാവിൻ്റെ സംരക്ഷണം കിട്ടിയത്. കാരണം ഇതൊന്നും അല്ലായിരുന്നു സംഭവിക്കാമെന്ന് അവിടെയുള്ള എല്ലാ ജനങ്ങളും അതിനുശേഷം കേസൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞങ്ങളവിടെ ചെല്ലുമ്പോഴാണ് ഞങ്ങൾക്ക് പറ്റിയ അപകടം ഇത്രയേറെ വലുതായിരുന്നു എന്നൊന്നും ഞങ്ങൾ അറിയുന്നത് തന്നെ. എനിക്ക് കാരണം ഒട്ടും ബോധം ഉണ്ടായിരുന്നില്ല. അതിന് ഞാൻ അമ്മയ്ക്കും തിരുകുമാരനും നന്ദി പറയുന്നു. പിന്നീട് എനിക്ക് എൻ്റെ ബ്രദറിൻ്റെ ഒരു ഫ്ലാറ്റ് വിറ്റ് പോകുന്നുണ്ടായിരുന്നില്ല, ഇൻഫോ പാർക്കിൻ്റെ അവിടെയായിരുന്നു. അതിന് വേണ്ടിയിട്ട് ഞാൻ ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചു. അതെൻ്റെ മാതാവും തിരുകുമാരനും നടത്തി തന്നു. അമ്മയ്ക്ക് തിരുകുമാരൻ നന്ദി പറയുന്നു. അതുപോലെ ഇളയ മൂത്ത മോൾക്ക് SSLCക്ക് CBSE ആയിരുന്നുകൊണ്ട് തന്നെ അഡ്മിഷൻ കിട്ടിച്ചിട്ട് പാടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് വർക്ക് ചെയ്യുന്ന സ്കൂളിൽ തന്നെ അതിന് മാതാവ് ഏറ്റവും ലാസ്റ്റ് മാനേജ്മെൻറ്റ് കോട്ടയിൽ പൈസ കൊടുക്കാതെ തന്നെ ഞങ്ങൾ വിശ്വസിച്ച് പ്രാർത്ഥിച്ചതിന് ഫലമായിട്ട് മാതാവ് ഒരു ഗിഫ്റ്റ്, അവളുടെ ബർത്ത്ഡേ ഗിഫ്റ്റ് പോലെ അവിടെ തന്നെ ഞങ്ങൾക്ക് അഡ്മിഷൻ ശരിയാക്കി തന്നു. അതുപോലെ ഞങ്ങളുടെ ഇളയ മോളാണെങ്കിലും കൂടുതൽ ദൈവശാസ്ത്രത്തിൽ മാതാവിനെ എന്ത് കാര്യത്തിലും വിളിക്കുന്ന ഒരു സ്വഭാവം അവൾക്കുണ്ട്. എന്തെങ്കിലും ഞാനിങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ അവൾ പറയും മാതാവുണ്ടല്ലോ, പിന്നെ എന്തിനാ മമ്മി വിഷമിക്കണേന്ന്. അതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് നന്ദി പറയുന്നു. അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഹോസ്പിറ്റലിൽ എൻ്റെ രോഗികൾക്ക് ഒരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഒരു 28 വയസ്സുള്ള ഒരു പയ്യൻ പെട്ടെന്ന് ഒരു ഉച്ച സമയത്ത് കുഴഞ്ഞു വീഴുന്നു. ഒരു മുസ്ലിം പയ്യനാണ്. ഞാനൊരു ട്രെയിൻ കുട്ടി മാത്രമേ ഉള്ളൂ ആ സമയം. ഞാനും ഒരിക്കലും ഒരു അസുഖമില്ലാത്ത ഒരാൾ പെട്ടെന്ന് തളർന്നു വീഴുന്നു. വേഗം 3 വാ വിളിക്കുന്നു, കോഡ് ബ്ലൂ വിളിച്ചു. ഡോക്ടേഴ്സ് എല്ലാവരും വന്നു, എല്ലാവരും
ചെക്ക് ചെയ്യുന്നു, എന്താണ് സംഭവിക്കുന്നത്. ഹിസ്റ്ററി എടുക്കുമ്പോൾ പോലും കാർഡിയോ പ്രോബ്ലം ഒന്നും കാണുന്നില്ല. ഒരു പെട്ടെന്ന് 1/2 മണിക്കൂർ കോഡ് ബ്ലൂ ചെയ്ത് ഷോക്ക് കൊടുത്ത് അവന് ചെറിയൊരു ഹാർട്ട് റേറ്റ് മാത്രം ഉണ്ടായി. അവനെ വെൻറ്റിലേറ്ററിലേക്ക് കൊണ്ടുപോയി. അവനിനി രക്ഷപ്പെടില്ല എന്ന് തന്നെയാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഞാൻ എന്നിട്ട് ഷിഫ്റ്റൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ സാധാരണ ഐസിലേക്ക് പേഷ്യൻ്റ് ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചുകൊണ്ടിരിക്കാറില്ല. പക്ഷേ എനിക്ക് വീട്ടിൽ ചെന്നിട്ടും എന്തോ അവനെ ഒന്ന് കാണണമെന്ന് തോന്നി. പിറ്റേ ദിവസം 2 ദിവസം എനിക്ക് ഓഫാണ്. ഞാൻ വീട്ടിൽ ചെന്ന് ഈ തൈലം വെളുപ്പിന് 5:30 പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ് ഹോസ്പിറ്റലും. ഞാൻ വേഗം ഈ തൈലും ഉപ്പൊക്കെ ആയിട്ട് ഈ പയ്യനെ കാണാനായിട്ട് ചെന്നു. ICUയിൽ ചെന്നിട്ട് ഞാൻ നേഴ്സ് തന്നെ ആയതുകൊണ്ട് അവരെന്നെ കടത്തി വിട്ടു. ഞാൻ ചെന്ന് ഇവൻ്റെ നെറ്റിയിൽ തൈലം തേക്കുകയും ഉപ്പ് അവിടെ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയും വിശ്വാസ പ്രമാണം ചെല്ലുകയും ചെയ്തിട്ട്, മാതാവേ ഇവനെ ഒന്ന് ഉയർച്ച കൊടുക്കണമേ, ഇവനൊരു മകൻ മാത്രമേ ഉള്ളൂ, അവർ മുസ്ലിങ്ങളാണ്. അപ്പം നമുക്കത് വലിയൊരു ഫീലായിരുന്നു. അങ്ങനെ എനിക്കതിനെ രക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എനിക്കൊരു വിഷമമായിരുന്നു. കാരണം എൻ്റെ സമയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് തന്നെ ഞാനങ്ങനെ പ്രാർത്ഥിച്ചിട്ട് വീട്ടിൽ പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ ഞാൻ അറിയുന്നത് അവനെ വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കിയെന്നും അവന് പെട്ടെന്ന് വെൻറ്റിലേറ്ററിൽ നിന്ന് ഇറക്കിയെന്നും അവന് സുഖം പ്രാപിച്ചെന്നുമാണ്. മാത്രമല്ല അവൻ അന്നത്തെ ദിവസം, അന്ന് ഈ കുഴഞ്ഞു വീണ ദിവസം ഡിസ്ചാർജ് ചെയ്ത് പോകാനിരുന്ന പയ്യനായിരുന്നു. അന്ന് അവൻ ഒരു പക്ഷേ പോയിരുന്നെങ്കിൽ ജീവൻ തിരിച്ചു കിട്ടില്ലായിരിക്കാം. പലരും വിചാരിക്കും അത് അല്ലാതെ ഡോക്ടേഴ്സിൻ്റെ ഇതൊക്കെ ആയിരിക്കാം. പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു അതെൻ്റെ മാതാവ് തന്ന ഒരു സക്സസ്സായ ഒരു ജീവിതം തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനും ഞാൻ അമ്മയ്ക്ക് തിരുമാൻ നന്ദി പറയുന്നു. അതുപോലെ തന്നെ എൻ്റെ കുടുംബത്തിലെ സമാധാന സന്തോഷം എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഒരുപാട് പ്രാർത്ഥന ജീവിതം ഉണ്ടായി. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ തന്നെ പത്രങ്ങൾ ഇവിടുന്ന് എന്നും വന്നാലും ഞാനൊരു 3 കെട്ട് പത്രം ഞാനൊരു 10-25 പ്രാവശ്യത്തിൽ കൂടുതലായി ഇവിടെ വരുന്നു. എൻ്റെ വെള്ള ഉടമ്പടിയായി എങ്കിലും ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞിട്ടില്ല എങ്കിലും ഞാൻ എപ്പോഴും വന്ന് 3 കെട്ട് പത്രം കൊണ്ടുപോകും. അതെൻ്റെ ഒരു സ്ഥിര പരിപാടിയാണ്. വീട്ടിൽ നിന്ന് ഞാൻ ഒരു കെട്ട് പത്രത്തിനായിരിക്കും വിചാരിക്കുക, പക്ഷേ ഇവിടെ വന്ന് 3 കെട്ട് പത്രം കൊണ്ടുപോകും. അത് ഞാൻ ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ പല സ്ഥലത്തും കൊണ്ടുപോയി കൊടുക്കും. കൊണ്ടുപോകുന്നതിൻ്റെ ഒപ്പം ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും എൻ്റെ കയ്യിലുണ്ടാവും. അവശരായ രോഗികൾക്ക് ഞാനത് ചെയ്ത് കൊടുക്കും. എല്ലാവർക്കും ഞാൻ കൊടുക്കാറില്ല. ഉപ്പും തൈലവും ഒക്കെ പെറ്റി കൊടുക്കുകയൊക്കെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ ഞാൻ വേറൊരു തൊട്ടടുത്തുള്ള ഒരു ഓർഫനേജ് ഉണ്ട്. ആ ഓർഫനേജിൽ ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ആദ്യകാലങ്ങളിലൊന്നും ഞാനങ്ങനെ പോകാറുണ്ടായിരുന്നില്ല. പിന്നീട് മുതൽ ഞാൻ പോയി തുടങ്ങി. അവിടെ ചെന്ന് ഞാൻ അവിടെയുള്ള ഒത്തിരി അവശരായ രോഗികളാണ്. അവിടെ സെർവൻസ് ഒന്നും ഇല്ല. അവിടെ ഞാൻ പോയി തുണികൾ കല്ലിൽ അലക്കി കൊടുക്കും. ഞാനൊരു ഭയങ്കര മടിയുള്ള ആളാണ്. കാരണം എപ്പോഴും വാഷിംഗ് മെഷീനിൽ തുണി അലക്കുക, അല്ലാതെ പോലും തുണി അലക്കാൻ എനിക്ക് മടിയുള്ള ആളാണ്. പക്ഷെ ഞാൻ അതൊക്കെ ചെയ്ത് അലക്കി കൊടുക്കും. പേഷ്യൻസിന് ഭക്ഷണം കൊടുക്കുകയും അവരെ സ്പഞ്ച് ചെയ്ത് അവരെ തുടച്ച് കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞാൻ എൻ്റെ പപ്പ ക്യാൻസറായിട്ട് രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് ഞാൻ ആ ചാപ്പലിൽ കയറി ചെല്ലുമ്പോൾ കുറേ കൃപാസനത്തിൽ പത്രങ്ങൾ ഇരിക്കുന്ന കാണും. എനിക്കത് കണ്ടു കഴിയുമ്പോൾ വിഷമമാണ്. പിന്നെ ഞാൻ ആ പത്രമൊക്കെ എടുത്ത് ഒരു 50 പൈസ കവറൊക്കെ കിട്ടിയെങ്കിൽ അതിനുള്ളിലെടുത്ത് ഞാൻ കൊണ്ടുപോരും. അങ്ങനെ ഒരു 2-3 പ്രാവശ്യം. പിന്നെ എപ്പോൾ ഹീമോയ്ക്ക് ചെന്നാലും ഞാൻ ആദ്യം പള്ളിയിൽ കയറി അവിടെ എന്തോ പത്രം ഇരിപ്പുണ്ടോ എന്ന് നോക്കും. അങ്ങനെ എടുത്തുകൊണ്ട് പോരും. പിന്നെ ഒരു 4-ാമത്തെ പ്രാവശ്യം ഞാനത് പോകുമ്പോൾ എനിക്ക് ആ കുറേ പത്രം ഇങ്ങനെ വെച്ചേക്കോ, കുറേ പത്രം വെക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കൊന്ത, എൻ്റെ മനസ്സ് ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് ഇങ്ങനത്തെ ഒരു കൊന്ത, ഈ കറുത്ത ഇത് വേണമെന്നുള്ളത്. കാരണം ഞങ്ങൾ യാക്കോബിറ്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇതൊന്നും ഇല്ല. പക്ഷേ ഞാൻ ഈ സാധനം ഞാൻ എൻ്റെ ഹൃദയം അറിഞ്ഞ പോലെ മാതാവ് എനിക്കൊരു ഗിഫ്റ്റ് തന്ന പോലെ ആയിപ്പോയി. ഇത് ഞാൻ കുറച്ച് നേരം അവിടെ മാറി നിന്ന് ഇതാരെങ്കിലും വെച്ചതാണോ എന്നറിയാൻ. ആരും വന്നില്ല. ഇത് എനിക്ക് അമ്മ സമ്മാനമായി തന്നു. ഇതെന്നും ഞാൻ നെഞ്ചോട് ചേർക്കുന്നു. അതിനൊക്കെ ഞാൻ അമ്മയ്ക്ക് തിരുമാൻ നന്ദി പറയുന്നു. അതേ കൂടാതെ ഞാൻ IELTS പല പ്രാവശ്യം എഴുതിയെങ്കിലും കെയർ വിസയ്ക്ക് പോകാനായിട്ട് എഴുതിയെങ്കിലും എനിക്ക് കിട്ടിയൊന്നുമില്ല. ഞാൻ അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പം അച്ഛൻ ഈ ഒരു പ്രാവശ്യം കൂടി എഴുതാൻ പറഞ്ഞു. എഴുതി 4 സ്കോർ വേണ്ടടുത്ത് 4.5 സ്കോർ തന്ന് അമ്മ അനുഗ്രഹിച്ചു. ന്യൂസിലാൻഡ് കെയർ വിസയിൽ പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിൻ്റെ പ്രോസസ്സിങ് ആയി തുടങ്ങിയിട്ടുള്ളൂ. ഞാനിവിടെ സാക്ഷ്യം പറയാത്തതുകൊണ്ടാണെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇതുവരെ എൻ്റെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ മടിയായിരുന്നു. പക്ഷേ മാതാവിനെ സഹായിച്ചിരുന്നു വിശ്വസിക്കുന്നു. അതിന് ഞാൻ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ ഞാൻ എൻ്റെ ഒരു സൈക്കാട്രി ഡിപ്പാർട്ട്മെൻറ്റ്, ഞാൻ എഴുതുന്ന ഡിപ്പാർട്ട്മെൻറ്റ് എന്നെ പെട്ടെന്ന് മാറ്റി. ആ സമയം എനിക്ക് നല്ല വിഷമമായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനെ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛൻ പ്രാർത്ഥിച്ചിട്ട് ഞാനും കൂടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛൻ തിരികെ വിളിച്ചിട്ട് പറഞ്ഞു, നിൻ്റെ കാര്യം അമ്മ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. അത് പറഞ്ഞില്ല. മാതാവ് എന്നെ അനുഗ്രഹിച്ചു. എന്നെ പഴയ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് തന്നെ അമ്മ മാറ്റി. അതുപോലെ ഈ സമയം ഞാൻ വിജയകുമാർ സാറിനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വിജയകുമാർ സാറിനെ ഞാൻ ഇത് പല പ്രാവശ്യം വിളിക്കാറുണ്ട് പ്രാർത്ഥന സഹായത്തിന് വേണ്ടി. വിജയകുമാർ സാറിൻ്റെ ഒരു ആവശ്യപ്പെടലിലാണ് ഞാൻ ഈ കൊന്ത ചൊല്ലി തുടങ്ങിയത്. കൊന്ത ചൊല്ല എന്നെ ഇതിന് പ്രാപ്തിയാക്കിയ വിജയകുമാർ സാറിനെ ഞാൻ ഈ സമയത്ത് ഓർത്ത് പ്രാർത്ഥിക്കുന്നു. എല്ലാത്തിനും
ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കുടുംബത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 16:12. കർത്താവെ, മരുന്നോ ലേപന ഔഷധമോ അല്ല, എല്ലാവരെയും സുഖപ്പെടുത്തുന്ന അങ്ങയുടെ വചനമാണ് അവരെ സുഖപ്പെടുത്തിയത്. ഈ സഹോദരി കുടുംബത്തിന് ലഭിച്ച വിവിധങ്ങളായ അനുഗ്രഹങ്ങളെ, രോഗസൗഖ്യങ്ങളെ പരിശുദ്ധമ്മയുടെ ഉടമ്പടിയിലൂടെ ലഭിച്ച ഒരു നല്ല ആത്മീയ ജീവിതത്തെ നമ്മുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഓരോ അനവധിയായ കാര്യങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി സഹോദരി ദൈവത്തിന് മുമ്പിൽ നന്ദിയോടെ സാക്ഷ്യപ്പെടുത്തുന്നു. അതിലൊരു ഏറ്റവും പ്രത്യേകതയായി പറയുന്നത്, ആശുപത്രിയിലുണ്ടായ ഒരു അത്യാസന്ന നിലയിലുള്ള രോഗിക്ക് തൈലം പൂശി പ്രാർത്ഥിക്കുകയും ഉപ്പ് വിതറിക്കൊണ്ട് സൗഖ്യത്തിനു വേണ്ടി ആഗ്രഹിക്കുകയും ചെയ്യുമ്പോൾ അമ്മ മാതാവ് തിരുക്കുമാറിലൂടെ പൂർണ്ണ സൗഖ്യം നൽകി ആ രോഗിയെ അനുഗ്രഹിച്ചതിനെ സാക്ഷ്യപ്പെടുത്തുന്നു. അതോടൊപ്പം എല്ലായിടത്തും അനാഥമായി കിടക്കുന്ന കൃപാസനം പത്രികകളെ ശേഖരിച്ചു കൊണ്ടുവന്ന് അത് സന്തോഷത്തോടും സ്നേഹത്തോടും ഓരോരുത്തർക്കും കൊടുത്തുകൊണ്ട് ദൈവാനുഭവത്തെക്കുറിച്ചും അമ്മ മാതാവിൽ ശരണപ്പെടുമ്പോൾ അത് അനുഗ്രഹത്തിന് കാരണമാകും എന്ന സാക്ഷ്യം പങ്കുവയ്ക്കുന്നത് മകള് ആവർത്തിച്ച് പറയുന്നുണ്ട്. അത് നല്ല വിശ്വാസത്തിലാണ് കർത്താവിൻ്റെ പ്രേക്ഷിതയായി പ്രവർത്തിക്കുവാനുള്ള കൃപ ലഭിക്കുകയും അത് സന്തോഷത്തോടെ ചെയ്യുവാൻ എല്ലാ അവസരങ്ങളെയും പ്രയോജനപ്പെടുത്തുന്നത് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടെ വരുവാനുള്ള ആദ്യത്തെ ഒരു കാരണം അത് മുഖത്തുണ്ടായ അലർജിയും അതിനെ തുടർന്ന് അനുഭവിച്ച പ്രയാസങ്ങളുമായിരുന്നു. ആ സമയത്ത് അമ്മ മാതാവിൻ്റെ വിശുദ്ധ തൈലം ഉപയോഗിക്കുകയും അമ്മ മാതാവിൻ്റെ അരികിൽ ശരണപ്പെട്ട് പ്രാർത്ഥിക്കുകയും ചെയ്തതിലൂടെ അതിൻ്റെ രോഗത്തിന് സൗഖ്യവും പ്രൊഫഷൻ നന്നായി ചെയ്യുവാനുള്ള അവസരങ്ങളും ഒരുങ്ങിയതിനെയും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ ജീവിതത്തിൻ്റെ വിവിധ വിഷയങ്ങളുമായിട്ട് അമ്മയുടെ അരികിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എത്തുന്നവരാണ്. ഓരോരുത്തരുടെ ജീവിതവും അമ്മയ്ക്ക് ഓരോ സംഭവവും അനുഗ്രഹിക്കുവാൻ ഓരോ പാഠവുമാണ്. അമ്മ മാതാവിൻ്റെ അരികിലേക്ക് കൊടുക്കുമ്പോൾ എത്രത്തോളം നമ്മൾ വിശ്വാസത്തിൽ ആഴപ്പെട്ട് നിൽക്കുന്നു, എത്രത്തോളം ആത്മാവിനെയും ശരീരത്തെയും വിശുദ്ധീകരിക്കുവാൻ തയ്യാറാവുന്നു, എത്രത്തോളം ദൈവവചനം വായിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിലും അവിടുത്തെ സൗഖ്യപ്പെടുത്തുന്ന സാന്നിധ്യത്തിലും നമ്മൾ ശരണപ്പെടുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അമ്മ മാതാവിൻ്റെ സംരക്ഷണം നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുക. ഉടമ്പടിയിൽ നാം ജീവിക്കുമ്പോൾ ഉടമ്പടിയുടെ നിബന്ധനകൾ സന്തോഷത്തോടുകൂടി പാലിക്കുവാനും അമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് കൂടുതൽ കൃപകൾക്ക് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുവാനും ഈ സാക്ഷ്യം നമ്മളെ സഹായിക്കട്ടെ. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി അർപ്പിച്ചുകൊണ്ട് കരഘോഷത്തോടുകൂടി ഈ സാക്ഷ്യം ദൈവപിതാവിന് നമുക്ക് പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട ഈ സ്ഥലത്ത് എൻ്റെ ഫാമിലിയോടൊപ്പം ഈ വേദിയിൽ വന്ന് സാക്ഷ്യം പറയാൻ ഞങ്ങൾക്ക് അവസരമൊരുക്കി തന്ന ദേവകുമാരനും പരിശുദ്ധ അമ്മയ്ക്കും കോടാനുകോടി നന്ദി. എൻ്റെ പേര് ജൂലി. ഞാൻ കോഴിക്കോട് ജില്ലയിലെ വേനപ്പാറ ഇടവകയിൽ നിന്ന് വരുന്നു. 2022 ജൂലൈയിലാണ് ഞാൻ ഉടമ്പടി എടുത്തത്. എൻ്റെ രണ്ടാമത്തെ മകൾക്ക് 3 മാസം മുതൽ, അവൾ ജനിച്ച 3 മാസം മുതൽ അവൾക്ക് സോറിയാസിസ് പോലെ ഒരു രോഗമുണ്ടായിരുന്നു. പക്ഷേ ഡോക്ടർമാർ പറഞ്ഞു അത് സോറിയാസിസ് ഒന്നുമല്ല. പല ഡോക്ടർമാരെയും ഞങ്ങൾ കാണിച്ചു. ആയുർവേദവും അലോപ്പതിയും മറ്റു മരുന്നുകളൊക്കെ ഞങ്ങൾ ചികിത്സിച്ചു. പക്ഷേ യാതൊരു കുറവും ഉണ്ടായില്ല. അവൾ വലുതാകുന്തോറും അവളുടെ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വരാൻ തുടങ്ങി. കൈകൾക്കും കാലുകളിലും ഒക്കെ ചൊറിച്ചിലും വ്രണങ്ങളും ഉണ്ടാകാൻ തുടങ്ങി. ആ വ്രണങ്ങൾ കാരണം ചിലപ്പോൾ കൂട്ടുകാർ പോലും അവളെ അവഗണിക്കാൻ തുടങ്ങി. അവൾക്ക് വളരെയധികം സങ്കടമായിരുന്നു. ഞങ്ങൾ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു. അങ്ങനെ അവൾ നല്ല വെളുത്ത കുട്ടിയാണ്. അപ്പോൾ മുഖത്തൊക്കെ കറുത്ത പാടുകൾ വരുമ്പോൾ വളരെയധികം പെട്ടെന്ന് അത് നോട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഉടമ്പടിയിൽ വെച്ചു. ഉടമ്പടിയിൽ നിന്ന് ലഭിച്ച തൈലം ഞങ്ങൾ ദിവസവും അവളുടെ നെറ്റിയിലും വ്രണങ്ങളിലും പൊട്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അത് ക്രമേണ അത് കുറഞ്ഞ് ഇപ്പം ഏകദേശം 95% അത് പൂർണ്ണമായി തന്നെ ഭേദപ്പെടുത്തി. ദൈവമാതാവിന് പ്രത്യേകം നന്ദി പറയുന്നു. അതുപോലെ തന്നെ രണ്ടാമത്തെ മകൾക്ക് പഠനത്തിലും വളരെയധികം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾ പഠിക്കുന്ന കാര്യങ്ങളൊന്നും ഒട്ടും ഓർമ്മയിലില്ല. അവൾക്ക് ചതുഷ്ക്രിയകളൊക്കെ വളരെയധികം ബുദ്ധിമുട്ട്, ഭാഷകൾ വളരെയധികം ബുദ്ധിമുട്ട്, പഠിക്കുന്ന കാര്യങ്ങൾ വളരെയധികം ഓർമ്മയിലേ വരികയില്ല. ഞാനൊരു അധ്യാപികയാണ്. എൻ്റെ കുട്ടി വളരെയധികം പഠനത്തിൽ പിന്നോട്ടാവുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥ വളരെയധികം നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ ഞങ്ങൾ കുറേയധികം പ്രാർത്ഥിക്കും, എങ്കിലും മാറ്റമൊന്നുമില്ല. പക്ഷേ അവൾക്ക്
ഇവിടുന്ന് നിന്ന് ഉപ്പ് ഞങ്ങൾ എല്ലാ ദിവസവും അവൾക്ക് രാവിലെ കൊടുക്കും, വിശ്വാസ പ്രമാണം ചൊല്ലും, ഉടമ്പടി തൈലം കൊടുക്കും, പ്രാർത്ഥിക്കും. അങ്ങനെ ക്രമേണ അവൾക്ക് പഠിക്കാൻ ഒരു കോൺഫിഡൻസ് ഉണ്ടായി തുടങ്ങി. എങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ മറന്നു പോകും. എങ്കിലും അവൾ പഠിക്കാനുള്ള ഒരു ആഗ്രഹം അവൾക്കുണ്ടായി. അവൾക്ക് പഠിക്കാൻ കിട്ടാത്തത് കൊണ്ട് അവൾക്ക് വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. അപ്പം നമ്മൾ പഠിക്കാൻ പറയുമ്പം അവൾക്ക് വളരെയധികം സങ്കടം വരും, കരച്ചിൽ വരും. അവൾ പഠിക്കാനിരിക്കുകയില്ല. അപ്പം ഞാനും അവളും തമ്മിൽ ഗുസ്തിയാകും. അങ്ങനെ ഞങ്ങളങ്ങനെ മുമ്പോട്ട് പോവുകയായിരുന്നു. അപ്പോൾ ഉടമ്പടിയിൽ ഞങ്ങളത് വെച്ചിരുന്നു നിയോഗം. അങ്ങനെ അവൾക്ക് പഠിക്കാനുള്ളൊരു താല്പര്യം തോന്നി തുടങ്ങി. അവളുടെ SLC പരീക്ഷയ്ക്ക് അവൾക്ക് ഉടമ്പടി തൈലവും പുരട്ടി ഞാൻ പ്രാർത്ഥിച്ചു വിടും, വിശ്വാസ പ്രമാണം ചൊല്ലും. ഒപ്പം ഉടമ്പടി കാശ് രൂപം അവളുടെ കയ്യിൽ കൊടുത്തു വിടും. അവൾ പേപ്പറിൻ്റെയും ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെയും 4 മൂലയ്ക്കും ഇതുപോലെ തന്നെ പ്രാർത്ഥിക്കും. അങ്ങനെ അവളുടെ റിസൾട്ട് വന്നപ്പം അവൾക്ക് നല്ല ഉന്നത വിജയം നൽകി. അതുപോലെ തന്നെ +2 അവൾക്ക് സയൻസിന് തന്നെ അഡ്മിഷൻ കിട്ടുകയും ചെയ്തു. ദൈവത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അടുത്തതായിട്ട് മൂത്ത മോൾ അത്യാവശ്യം നന്നായി പഠിക്കും. അവൾക്ക് നല്ല മാർക്ക് കിട്ടണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു. അവൾക്ക് +2 ഫുൾ A+ കിട്ടി. എങ്കിലും അവൾക്ക് നല്ലൊരു കോഴ്സ് കിട്ടാൻ വളരെയധികം ടെൻഷനായി. നല്ലൊരു കോഴ്സ് ഏതാണെന്ന് തീരുമാനിക്കാൻ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ ഇട്ടു. അങ്ങനെ ലൈറ്റ് ക്യാൻഡിൽ പ്രെയർ പ്രാർത്ഥിച്ചു. ഞങ്ങളൊരു കോഴ്സ് സെലക്ട് ചെയ്തു. നല്ല ടഫായിട്ടുള്ള കോഴ്സാണ് ഇപ്പോൾ അവൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ തന്നെ 100 പേര് എഴുതിയ എക്സാമിൽ 4 പേരിൽ ഒരാളായി അവൾക്ക് വിജയിക്കാൻ സാധിച്ചിട്ടുണ്ട്. അതിന് പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെ ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് ഞങ്ങളെ എപ്പോഴും സകലവിധ രോഗങ്ങളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ എന്നാണ്. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒന്നാമത്തെ ഒരു അപകടം എന്ന് വെച്ചാൽ ഞാനും മകനും കൂടെ ബൈക്കിന് പോവുകയായിരുന്നു. അപ്പം മറ്റൊരു ബൈക്ക് വന്ന് ഞങ്ങളെ ഇടിച്ചു. അത് ഞങ്ങൾക്ക് ശരിക്കും ഒരു 100 മീറ്റർ ഒരു 4-5 ആൾ താഴത്തേക്ക് ഞങ്ങൾ വീഴേണ്ടതായിരുന്നു. പക്ഷേ ഇടിച്ചിട്ട് കൊച്ചിനൊന്നും പറ്റിയില്ല. എൻ്റെ കാലിന് ചെറിയൊരു മുറിവുണ്ടായി. അങ്ങനെ വലിയ അപകടത്തിൽ നിന്ന് മാതാവ് ഞങ്ങളെ രക്ഷിക്കുകയാണ് ഉണ്ടായത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങൾ ബാംഗ്ലൂർക്ക് ഒരു ദിവസം ഞങ്ങളിങ്ങനെ വെക്കേഷന് ടൂറ് പോയി തിരിച്ചു വരുന്ന സമയത്ത് വലിയൊരു ദൈവാനുഭവം, മാതാവിൻ്റെ വലിയൊരു കരുതൽ, അത് പറഞ്ഞാൽ എത്രമാത്രം നിങ്ങൾക്ക് വിശ്വാസയോഗ്യമാകുമെന്നറിയില്ല. അത് ഭർത്താവ് തന്നെ അത് കൃത്യമായിട്ട് നിങ്ങളോട് പറഞ്ഞു തരും. ഞങ്ങൾ കഴിഞ്ഞ ഒഴിവ് കാലത്ത് ബാംഗ്ലൂർ വരെ പോയി തിരിച്ചു വരികയായിരുന്നു. മൈസൂർ വനത്തിലേക്ക് കാട്ടിലേക്ക് കയറാൻ ലാസ്റ്റ് സമയം 9 മണിയാണ്. അപ്പോൾ ക്ലോസ് ആവും. 8:45 ഞങ്ങൾ ഗേറ്റിലെത്തി. മൂത്ത മകളാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. അവൾ പറഞ്ഞു വണ്ടിക്ക് ചെറിയ തകരാറ് പോലെ തോന്നുന്നു, സ്റ്റിയറിംഗ് ഒക്കെ ടൈറ്റ് ആവുന്നുണ്ട് എന്ന് പറഞ്ഞു. എന്നാലും ഞാൻ പറഞ്ഞു 9 മണിക്ക് മുമ്പ് കയറിയില്ലെങ്കിൽ നമുക്ക് കാട്ടിൽ കയറിയിട്ട് ഇന്ന് നോക്കാം എന്ന് പറഞ്ഞ് കാട്ടിൽ കയറി ഗേറ്റ് കടന്നു. അവിടെ നിർത്തി ഞങ്ങൾ നോക്കി, അത്യാവശ്യം നോക്കി, ഒന്നും തന്നെ ഫാൾട്ടൊന്നും കാണുന്നില്ല. പിന്നെ വണ്ടി എടുത്ത് അപ്പോൾ അവർ പറഞ്ഞു ഇവിടെ നിൽക്കാൻ പാടില്ല, അവിടെ വന്യമൃഗങ്ങൾ ശല്യം ചെയ്യുന്നതാണ്, വേഗം എടുത്ത് പോകണമെന്ന് പറഞ്ഞു. അങ്ങനെ വണ്ടി എടുത്ത് ഞങ്ങൾ പോന്നു. പോകുന്ന വഴിക്ക് 1 കിലോമീറ്റർ ഓടിയപ്പോഴേനും വണ്ടിയുടെ എല്ലാ ഇലക്ട്രിക് ഫംഗ്ഷനുകളും നിന്നു. യാതൊന്നും വർക്ക് ചെയ്യുന്നില്ല, ഓൺ അടിയുന്നില്ല, ബ്രേക്ക് ചവിട്ടിയിടാൻ നിൽക്കുന്നില്ല, ലൈറ്റുകളെല്ലാം ഓഫായി. ആകെ ഉള്ളത് എൻജിൻ സ്റ്റാർട്ടായി നിൽക്കുന്നു എന്ന അവസ്ഥ മാത്രമായിരുന്നു. അപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കാൻ ആകെ പോകുന്ന ഞങ്ങളുടെ ലാസ്റ്റ് വണ്ടിയാണ് ഞങ്ങളുടെ കയറിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഗേറ്റ് അടച്ചു. ഞങ്ങളുടെ പുറകിൽ വേറെ വണ്ടി വരുന്നില്ല. അപ്പോൾ മുന്നിൽ പോകുന്ന ലോറിയുടെ ചുമന്ന ലൈറ്റിൻ്റെ വെളിച്ചം മാത്രമാണ് ഞങ്ങൾക്ക് മുന്നിലുള്ളത്. ആ വെളിച്ചത്തിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുമ്പം ഈ ഹമ്പുകൾ ഇടയ്ക്കിടയ്ക്ക് സ്പീഡ് കുറയ്ക്കാൻ വേണ്ടി ആ റോഡിലുണ്ട്. പല പ്രാവശ്യം ഹമ്പ് കാണാത്തത് കൊണ്ട് വണ്ടി കയറി എടുത്ത് ചാടാൻ തുടങ്ങി. ബ്രേക്ക് ചവിട്ടിയിട്ട് നിൽക്കുന്നില്ല. പിന്നെ മൂത്ത മാൾ ഹാൻഡ് ബ്രേക്ക് വലിച്ചിട്ടാണ് ഈ ഹമ്പ് ചെറുതായി കാണുമ്പോൾ നിൽക്കുന്നത്, വണ്ടി നിർത്താൻ ശ്രമിക്കുന്നത്. പക്ഷേ അതും ഞങ്ങൾക്ക് പലപ്പോഴും വിജയിച്ചില്ല. അപ്പോൾ വണ്ടി ഓവറായി ചാടാൻ തുടങ്ങി. ആകെ എല്ലാവരും പേടിച്ചു. അപ്പം വൈഫ് പറഞ്ഞു മുന്നിൽ പോകുന്ന ലോറിയിൽ ഒരു നീല വെളിച്ചമുണ്ട്, മാതാവിൻ്റെ വെളിച്ചമാണ്, നമുക്ക് ശക്തമായി പ്രാർത്ഥിക്കാം. എല്ലാവരും മാതാവിൻ്റെ പ്രാർത്ഥന ഉറക്കെ ചെല്ലാൻ തുടങ്ങി, വിശ്വാസ പ്രമാണം ഉറക്കെ ചെല്ലാൻ തുടങ്ങി. അങ്ങനെ ശക്തമായ പ്രാർത്ഥനയിൽ ഞങ്ങളുടെ വണ്ടി ഓഫാകാതെ ആ കാട് മുഴുവൻ കടന്ന് ഇപ്പുറം വരെ എത്താൻ ഞങ്ങളെ മാതാവ് സഹായിച്ചു. അതുപോലെ എൻ്റെ 2 കാലിൻ്റെ മുട്ടിനും വേദനയും നീരുമായിരുന്നു. അത് മാതാവിൻ്റെ തൈലം പൂശി ഞങ്ങളെന്നും പ്രാർത്ഥിക്കും. അങ്ങനെ ഇപ്പോൾ 2 കാലിൻ്റെയും മുട്ടിൻ്റെ നീര് കുറഞ്ഞു, വേദന കുറഞ്ഞു. ഇപ്പോൾ നടക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല. ഞങ്ങളുടെ ജീവിതത്തിൽ എന്ത് പ്രതിസന്ധികളുണ്ടാകുമ്പോഴും അതുപോലെ രോഗങ്ങളുണ്ടാകുമ്പോഴും ഇവിടെ നിന്ന് ലഭിച്ച ഉടമ്പടി തൈലം, ഉപ്പ് ഞങ്ങളത് വളരെയധികം ഉപയോഗിക്കാറുണ്ട്. വിശ്വാസ പ്രമാണം ചൊല്ലി അത് പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അനുഭവം ഉണ്ടാകാറുണ്ട്. ഞങ്ങൾ
കുട്ടികളുടെ പരീക്ഷയ്ക്ക്, അതുപോലെ എന്തെങ്കിലും ജീവിതത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ട സമയങ്ങളിൽ ഒക്കെ ഉടമ്പടി തൈലം എടുക്കും, പ്രാർത്ഥിക്കും. അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് എല്ലാവർക്കും ഉടമ്പടി ഉപ്പ് അതിലിട്ട് കലക്കി വിശ്വാസ പ്രമാണം ചൊല്ലി എല്ലാവരും കുടിക്കും. അങ്ങനെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ഞങ്ങൾ മുന്നോട്ട് പോകുന്ന ഉടമ്പടി പ്രകാരമാണ്. ഞങ്ങൾ ജീവിതത്തിൽ ചെയ്യുന്ന ഉടമ്പടി കാര്യങ്ങൾ ആദ്യമേ ഒന്നും ഞാൻ ഇവിടെ ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് അത്ര വലിയ വിശ്വാസമൊന്നുമില്ലായിരുന്നു. എല്ലാ ദിവസവും ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾ എല്ലാ ദിവസവും കഴിവതും ഞങ്ങളുടെ ഫാമിലി ഒരുമിച്ച് ഞങ്ങൾ കുർബാനയ്ക്ക് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകൾ, ജപമാലകളൊക്കെ കൂടുതലായി ചെല്ലാൻ തുടങ്ങി. ദൈവവചനം വായിക്കുന്നുണ്ട്. പത്രവിതരണം ആദ്യമേ ഞങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടായിരുന്നു. ഞങ്ങളെങ്ങനെ മോശമായിട്ട് എല്ലാവരും ചിത്രീകരിക്കുമല്ലോ, എങ്ങനെയാണ് മറ്റുള്ളവരുടെ മുമ്പിൽ എളിമപ്പെടാൻ ഞങ്ങളെ പഠിപ്പിച്ച ഒരു കാര്യമാണ് പത്രവിതരണം. ആദ്യമേ പത്രം കൊടുക്കുമ്പോൾ വളരെയധികം ജാള്യതയോടുകൂടിയായിരുന്നു ഞങ്ങൾ പത്രം വിതരണം ചെയ്തത്. പിന്നെ അത് ഞങ്ങളുടെ ഒരു സ്പിരിറ്റായി മാറി. ഞങ്ങൾ കുടുംബം ഒരുമിച്ച് വണ്ടിയിൽ പോയി ഞങ്ങൾ വീടുകളിലൊക്കെ പത്രവിതരണം നടത്തി. അതുപോലെ തന്നെ വൃദ്ധസദനങ്ങളിൽ പോയി മക്കൾ ഒരുമിച്ച് വൃദ്ധരെ കുളിപ്പിക്കുകയും അവിടെയെല്ലാം അടിച്ചു വാരാനൊക്കെ അവരെ സഹായിച്ചു. അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൽ 2 ആഴ്ച കൂടുമ്പോൾ 3 ആഴ്ച കൂടുമ്പോഴൊക്കെ ഞാൻ ഫുഡ് ഉണ്ടാക്കും. മക്കളെല്ലാം കൂടെ കൂടി അത് പാക്ക് ചെയ്യും. ഞങ്ങൾ 2-3 പേര് ഒരുമിച്ച് പോയി ഫുഡ് വിതരണം ചെയ്യും. അതുപോലെ തന്നെ ഞാൻ പഠിപ്പിക്കുന്ന സ്കൂളിൽ എനിക്ക് എൻ്റെ രണ്ടാമത്തെ മകൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എനിക്ക് മനസ്സിലാകാൻ സാധിക്കുന്നു, എനിക്കത് ദൈവം തന്നതാണ്. എനിക്ക് കുറച്ചും കൂടെ വിശ്വാസവും എളിമയും ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടി ദൈവം എന്നെ ക്രമീകരിച്ചതാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ എൻ്റെ ക്ലാസ്സിലുള്ള വീക്കായിട്ടുള്ള സ്റ്റുഡൻസിന് ഞാൻ പ്രത്യേകമായിട്ട് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുക്കും. അവർക്ക് കണക്ക് ബുദ്ധിമുട്ടുള്ളവരെ പ്രത്യേകം ഞാൻ അവരെ പരിഗണിക്കും. അവർക്ക് കൂടുതൽ കാര്യങ്ങൾ ചെയ്യാൻ എനിക്ക് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരുടെ കുടുംബ പ്രശ്നങ്ങളിൽ ഞാൻ കൃപാസന പത്രം കൊടുത്ത് അവരെ കൂടുതൽ വിശ്വാസത്തിലേക്ക് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ ദൈവം ചെയ്തു തന്നതിനും മാതാവിൻ്റെ ഇടപെടൽ മൂലം ഞങ്ങളുടെ ജീവിതത്തിലുണ്ടായ എല്ലാ അനുഗ്രഹങ്ങൾക്കും കോടാനുകോടി നന്ദി പറയുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സങ്കീർത്തനങ്ങൾ 18-ാം അധ്യായം 6-ാം തിരുവചനം. കഷ്ടതയിൽ ഞാൻ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു, എൻ്റെ ദൈവത്തോട് ഞാൻ സഹായത്തിനായി നിലവിളിച്ചു. അവിടുന്ന് തൻ്റെ ആലയത്തിൽ നിന്ന് എൻ്റെ അപേക്ഷ കേട്ടു, എൻ്റെ നിലവിളി അവിടുത്തെ കാതുകളിലെത്തി. ജൂലിയും കുടുംബവും വളരെ അഭിമാനത്തോടു കൂടി പരിശുദ്ധ കൃപാസന മാതാവിൻ്റെ സന്നിധിയിൽ നാളിതുവരെ ലഭിച്ച ഓരോ സംരക്ഷണത്തെയും അനുഗ്രഹത്തെയും സന്തോഷത്തോടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൻ്റെ ഈ ആലയത്തിൽ ഇവർ കുടുംബം ഒരുമിച്ച് നിൽക്കുന്നത് തന്നെ എത്ര ഭാഗ്യവും സന്തോഷകരവുമായ കാഴ്ചയാണ്. കൃപാസനം ഉടമ്പടിയുടെ പ്രത്യേകത അത് കുടുംബത്തെ മുഴുവനും നവീകരിച്ചെടുക്കുവാനുള്ള ഒരു പ്രാർത്ഥന പ്രവർത്തന പദ്ധതിയാണ് എന്നുള്ളതാണ്. പ്രാർത്ഥന കൊണ്ട് വിശുദ്ധീകരിക്കപ്പെടുവാനും പ്രവർത്തികൾ കൊണ്ട് ദൈവത്തിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും നിരന്തരം നമ്മളെ പ്രചോദിപ്പിക്കുന്ന ഒരു പദ്ധതിയായി ഈ മരിയൻ ഉടമ്പടി നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. മറ്റ് പ്രാർത്ഥനാ രീതികളിൽ നിന്നും കൃപാസനം മരിയൻ ഉടമ്പടി വ്യത്യസ്തമാകുന്നത് ഇത് ജീവിതത്തെ മുഴുവനും കുടുംബത്തെ മുഴുവനും സമൂലം നവീകരിക്കുവാനായി ഈ നാളുകളിൽ ഈ കാലഘട്ടത്തിന് പ്രത്യേകമായി ഒരുക്കി നൽകിയിരിക്കുന്ന ഒരു പ്രാർത്ഥനാ പ്രവർത്തന സംവിധാനം എന്ന നിലയിൽ തന്നെയാണ്. കുടുംബം ഒരുമിച്ച് അവർ അമ്മ മാതാവിൽ പൂർണ്ണമായി ശരണപ്പെട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അവരുടെ കാരുണ്യ പ്രവൃത്തികൾ കുടുംബത്തിലെല്ലാവരും ചേർന്ന് സന്തോഷത്തോടെ അവർ നിർവഹിക്കുന്നു. അതോടൊപ്പം അവരുടെ സ്റ്റാറ്റസ് താഴ്ത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മുമ്പിലുള്ള അവരുടെ ആ നിലവാരം അല്പമൊന്ന് താഴ്ത്തിക്കൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ആ കർത്താവിനെക്കുറിച്ച് പറയുവാൻ കൃപാസനം പത്രിക എല്ലായിടത്തേക്കും കൊടുക്കുവാൻ ഉത്സാഹത്തോടെ അവർ എപ്പോഴും പരിശ്രമിക്കുന്നു. അതോടൊപ്പം ഇവിടെ നിന്ന് ലഭിക്കുന്ന നേർച്ച വസ്തുക്കൾ അവരുടെ ജീവിതത്തിൻ്റെയും അവരുടെ ഓരോ പ്രതിസന്ധിയുടെയും അവസരങ്ങളിൽ നല്ല വിശ്വാസത്തോടെ ഉപയോഗിച്ചുകൊണ്ട് ഇതെനിക്ക് കരുണയ്ക്കും കൃപയ്ക്കും അനുഗ്രഹത്തിനും കാരണമാകുമെന്ന് ഓരോരുത്തരും കുടുംബത്തിൽ വിശ്വസിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ മതബോധനത്തിൻ്റെ നമ്മുടെ കുടുംബ കൂട്ടായ്മകളുടെ ഒക്കെ വലിയ ലക്ഷ്യം
നമ്മളെ കൂടുതൽ മെച്ചപ്പെട്ട ആത്മീയ മനുഷ്യരായി, പക്വതയുള്ള, വിശ്വസ്തതയുള്ള, സഹോദര സ്നേഹമുള്ള വിശ്വാസികളായി വളർത്തുക എന്നത് തന്നെയാണ്. എന്നാൽ ആ മേഖലകളിൽ പലപ്പോഴും നമ്മളിന്ന് പരാജയവും തളർച്ചയുമാണ് കണ്ടുകൊണ്ടിരിക്കുക. മരിയൻ ഉടമ്പടിയിലൂടെ വിശ്വാസത്തോടെ അത് ഏറ്റെടുത്ത് ജീവിക്കുന്ന ഓരോ കുടുംബവും ലോകത്തിൽ നിന്ന് വിശ്വാസ കൈമാറ്റത്തിൻ്റെ സാക്ഷികളായി നിലകൊള്ളുകയാണ്. ഞങ്ങൾ ജീവിക്കുന്നു, അത് ഞങ്ങളെ പരിപാലിക്കുന്ന ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്നു. ഞങ്ങൾ സ്നേഹിക്കുന്നു, ഞങ്ങളെ സംരക്ഷിക്കുന്ന അമ്മ മാതാവിൻ്റെ കരുതൽ അനുഭവിച്ചുകൊണ്ട് മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ ഞങ്ങൾ മുൻപോട്ട് വരുന്നു. ഇത് മരിയൻ ഉടമ്പടിയിലൂടെ ലോകത്തിലേക്ക് എല്ലാ ദേശങ്ങളിലേക്കും കൈമാറിക്കൊണ്ടിരിക്കുന്ന സന്ദേശവും സുവിശേഷവുമാണ്. ആ സുവിശേഷമാണ് ഈ കുടുംബം നമ്മുടെ മുമ്പിൽ നിന്ന് സാക്ഷ്യപ്പെടുത്തുക. ഈ കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെയും ദൈവപിതാവിന് നന്ദിയായി അർപ്പിച്ചുകൊണ്ട്, അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ഈ സാക്ഷ്യം നമുക്ക് അമ്മയ്ക്കും തിരുക്കുമാരനും ഒത്തിരി സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഞാനിപ്പോൾ വരുന്നത് തിരുവനന്തപുരം ജില്ലയിലെ കേശവദാസുരം ഇടവകയിൽ നിന്നാണ്. എൻ്റെ പേര് ബെന്നി എന്നാണ്. ഞാൻ ഈ അൾത്താരയിൽ രണ്ടാമത്തെ സാക്ഷ്യം, ഉടമ്പടി സാക്ഷ്യമാണ് പറയുന്നത്. 2019 ആദ്യമായി ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നു. അന്ന് കൃപാസനത്തെക്കുറിച്ചോ ഒന്നും കൂടുതലായി അറിയില്ലായിരുന്നു. വളരെ വലിയൊരു അസുഖത്തിൻ്റെ ഘട്ടത്തിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്. കിഡ്നിക്ക് ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. പ്രതീക്ഷയ്ക്ക് വകയില്ലാതെ സാധ്യതകൾ കുറവാണെന്ന് പറഞ്ഞൊരു കണ്ടീഷനിലാണ് ഞാനിവിടെ എത്തുന്നതും. പക്ഷേ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി എടുത്ത് ചികിത്സയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ കൊറോണ വരുന്നു. അവസാന ഘട്ടത്തിൽ സർജറി ചെയ്യുന്നു, സക്സസ് ആകുന്നു. ഞാൻ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നു. നിർഭാഗ്യവശാൽ ആ സന്ദർഭങ്ങളിൽ എനിക്ക് ഉടമ്പടി കൃത്യമായിട്ട്, കൊറോണയും മറ്റു കാര്യങ്ങളും രോഗങ്ങളും ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് പാലിക്കാൻ സാധിച്ചില്ല. എപ്പോഴോ എവിടെയോ വെച്ച് ആ ഉടമ്പടി നഷ്ടപ്പെടുകയാണ് ചെയ്തത്. ഞാൻ ആ സമയങ്ങളിൽ ജോലിയിൽ നിന്ന് ഒരു സ്വകാര്യ കമ്പനിയിലായിരുന്നു, രാജിവെച്ച് ഒരു ബിസിനസ്സിലേക്ക്, ചെറിയൊരു മാനുഫാക്ചറിങ് മെഡിസിൻസിൻ്റെ കടന്നു വരികയായിരുന്നു. ആ സമയത്ത് തന്നെ എനിക്ക് ലൈസൻസ് കിട്ടുന്നു, പ്രൊഡക്ഷൻ തുടങ്ങുന്നു, നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു. പക്ഷേ ഞാൻ പിന്നീട് കൃപാസനത്തിൻ്റെ നല്ലൊരു പള്ളിയിൽ പോവും, വിശ്വാസമുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ മറന്നുപോയി. അതാണ് സത്യം. ഞാൻ അമ്മയോടും തിരുക്കുമാരനോടും ക്ഷമ ചോദിക്കുകയാണ്. പിന്നെ 2020 ലൈസൻസ് കിട്ടുന്നു, പ്രൊഡക്ഷൻ തുടങ്ങി, കാര്യങ്ങൾ നന്നായിട്ട് പോകുന്നു. പെട്ടെന്ന് ഒരു വർഷം മുമ്പ് മൊത്തം കാര്യങ്ങൾ സ്ട്രക്കാകുന്ന ഒരവസ്ഥയിലേക്ക് വന്നു. വലിയൊരു തുക ഇൻവെസ്റ്റ് ചെയ്താണ് തുടങ്ങിയത്. കഴിഞ്ഞ ഒരു വർഷമായിട്ട് വലിയ പ്രതിസന്ധിയിലേക്ക് പോയി. സാമ്പത്തികം ഉണ്ടെങ്കിലും പല കാര്യങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളായിരുന്നു മൊത്തം. അങ്ങനെ ഞാൻ കഴിഞ്ഞ ജൂൺ മാസം 28-ാം തീയതി വളരെ വേദനയോടുകൂടി ഈ അൾത്താരയിൽ വരികയും അമ്മയോട് പെട്ടെന്ന് കുറച്ച് പണം കണ്ടെത്തണം, ബാങ്കുകളിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് സ്വത്തും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെയും ലോണ് കിട്ടുന്നില്ല. അതിന് ഓരോരോ കാരണങ്ങളാണ്. ഞാൻ ജൂൺ 28-ന് ഇവിടെ വന്ന് ഉടമ്പടി വീണ്ടും എടുക്കുകയാണ്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞ 4 ഉടമ്പടി കാര്യങ്ങളെ പറഞ്ഞിട്ടുള്ളൂ. ഒന്ന്, എൻ്റെ സ്ഥാപനത്തിൻ്റെ ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള, പ്രവർത്തനത്തിന് ആവശ്യമായിട്ടുള്ള പണം കണ്ടെത്തുക, അതിനൊരു തടസ്സവും ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് പോകുക, കൂടെയുള്ളവർക്ക് തടസ്സങ്ങളുണ്ടാകാതെ മുന്നോട്ട് പോകുക, എൻ്റെ കുട്ടികളുടെ കാര്യങ്ങൾ, അവരുടെ പഠനങ്ങൾ, പിന്നെ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്, എന്നെ കൃത്യമായി നേരെയാക്കുന്നതിനുള്ള ഒരു മാർഗം, വഴി കാണിച്ചു തരിക. അങ്ങനെ 4 കാര്യങ്ങൾ മാത്രമേ ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുള്ളൂ. ഉടമ്പടി എടുത്തുകൊണ്ട് പോയി ഇവിടുന്ന് കാശ് രൂപവും എണ്ണയും ഉപ്പും
ഉടമ്പടി പേപ്പറും വാങ്ങിച്ചുകൊണ്ട് പോയി. എല്ലാം കൃത്യമായിട്ട് പാലിച്ചു. ഞാനൊരു കഴിഞ്ഞ മാസം ഇവിടെ വന്ന് അച്ഛൻ്റെ പ്രാർത്ഥനകളൊക്കെ മൊബൈലിൽ കാണും. അപ്പോൾ എല്ലാവർക്കും അനുഗ്രഹങ്ങൾ കിട്ടുന്നതായിട്ടാണ് കാണുന്നത്. എനിക്ക് മാത്രമേ 60 ദിവസം ആകാറായിട്ടും എനിക്കൊരു സാധ്യതയും തെളിഞ്ഞു വരുന്നില്ല. അപ്പോഴത്തേക്കും എൻ്റെ പ്രതിസന്ധികൾ അനുദിനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. പർച്ചേസ് ചെയ്യണം, റോ മെറ്റീരിയലിൻ്റെ പേയ്മെൻറ്റ് കൊടുക്കണം, പലർക്കും കൊടുക്കാനുണ്ട്. ചെറിയ തുകകളൊന്നുമല്ല, വലിയ തുകകളാണ്. ചിന്തിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു സാധാരണക്കാരൻ ചിന്തിക്കാവുന്നതും അനുഭവിക്കാവുന്നതിൻ്റെ അങ്ങേയറ്റം പ്രതിസന്ധിയിലേക്ക് നീങ്ങി. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വന്നിട്ടുണ്ടായ ഏറ്റവും വലിയ അനുഭവം എന്ന് പറഞ്ഞാൽ, എന്ത് പ്രതിസന്ധി വരുമ്പോഴും വിഷമങ്ങൾ വരുമ്പോഴും ഞാൻ ആ വിശ്വാസ പ്രമാണം രാവിലെ 5:30 അല്ലെ 5:45 എഴുന്നേറ്റ് പ്രാർത്ഥന ചെല്ലും. അതുപോലെ വൈകിട്ട് എത്തുന്നത് താമസിച്ചാണെങ്കിലും എപ്പോൾ എത്തുന്നോ അപ്പോൾ ഞാൻ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം ഉടമ്പടി പ്രാർത്ഥന ചെല്ലും. അത് ചിലപ്പം 10 മണിയായിരിക്കും, 11 മണിയായിരിക്കും, ചിലപ്പം വളരെ താമസിച്ചാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കിടന്നുറങ്ങാറുള്ളൂ. കൃത്യമായിട്ട് സമയം എനിക്ക് പാലിക്കാൻ പറ്റാറില്ല. പക്ഷേ രാവിലെ ഉള്ളത് കൃത്യമായിട്ടും ചെയ്യും. കൂടുതൽ യാത്രയൊക്കെ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ രാവിലെ 8 മണിക്കൊക്കെ ആയിരിക്കും ഞാൻ ചെല്ലുന്നത്. പക്ഷേ ഈ പ്രാർത്ഥന ചെല്ലാൻ തുടങ്ങിയതിന് ശേഷം എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എനിക്ക് പേടി തോന്നിയിട്ടില്ല. കാരണം ഒരാൾ ഇപ്പം നമ്മൾ മെറ്റീരിയലിൻ്റെ പൈസ കൊടുക്കണം, വിളിക്കണം, വളരെ ഭംഗിയായിട്ട് സംസാരിക്കാനും അവർ വളരെ സാരമില്ല, പെട്ടെന്നായിക്കോളും, ശരിയായിക്കോളും, പോസിറ്റീവായിട്ടുള്ള ഒരു ആൻസർ കിട്ടുകയും എനിക്കൊരു നല്ല ഒരു സമാധാനം ഉണ്ടായി. അതുപോലെ വീട്ടിലാണേലും സാമ്പത്തികം ബുദ്ധിമുട്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലായിടത്തും ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എനിക്കും ഉണ്ടായി. ശരിക്കും ബിസിനസ്സിലേക്ക് ഇറങ്ങിയതിൻ്റെ ഇത്തിരി മോശമാണെന്ന് തോന്നിക്കഴിഞ്ഞപ്പോൾ ചിലരൊക്കെ പറഞ്ഞു തുടങ്ങി, പരസ്യമായിട്ടല്ലേലും ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു, ഇപ്പോൾ നിനക്ക് ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നു. ഞാനതൊന്നും മൈൻഡ് ചെയ്തില്ല. മാതാവിനെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഞാൻ ഈ കഴിഞ്ഞ 2ാമത്തെ പ്രാവശ്യം വന്ന് എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ, ഇവിടുന്ന് ഉടമ്പടി എടുത്ത് പോയതിന് ശേഷം എൻ്റെ മോന് വലിയൊരു ആക്സിഡൻ്റ് ഉണ്ടായി. രാത്രി 10 മണിക്ക് MG റോഡിലൂടെ ബൈക്ക് ഓടിച്ച് വരുമ്പോൾ ഒരു കാറുമായിട്ട് ഇടിച്ചു. റോട്ടിലേക്ക് തെറിച്ചു വീണു. കാറുകാരൻ പറയുന്നു ഇവൻ ഭയങ്കര സ്പീഡിലാണ്, മോൻ പറയുന്നു ഡ്രൈവർ ഭയങ്കര സ്പീഡിലാണ്. എന്തായാലും റോഡിലേക്ക് തെറിച്ചു വീണു. അവൻ്റെ ഒടുവും പൊട്ടലും അല്ലാത്ത ശരീരത്തിൽ ഏതെല്ലാം ഭാഗത്ത് തൊലി പോയെന്ന് ഞാൻ മെഡിക്കൽ കോളേജ് ചെല്ലുമ്പോഴാണ് കാണുന്നത്. ഇപ്പോഴും കുറേ മുറിവുകളുണ്ട്, അത് ഭംഗിയായിക്കൊണ്ടിരിക്കുന്നു. പക്ഷേ ആ അപകടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയുന്നത് ഈ പയ്യൻ ജീവനോടെ കിട്ടിയത് തന്നെ വലിയ അനുഗ്രഹമാണെന്നാണ് പറയുന്നത്. കാരണം ഞാൻ പോലും പേടിച്ചു പോയി മെഡിക്കൽ കോളേജിൽ ചെല്ലുമ്പോൾ ഇവൻ കിടക്കുന്ന കിടപ്പ് കണ്ടിട്ട്. പക്ഷേ ഒരു ശകലം പോലും, ഒരു പൊട്ടലാട്ടെ, ഒരു ഒടിവാട്ടെ ഒന്നും അവനുണ്ടായില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ മാതാവിൻ്റെ ഒരു സംരക്ഷണം. എനിക്ക് അതിനൊരു 2 ദിവസം മുമ്പ് എൻ്റെ മനസ്സിൽ ഇവിടെ പ്രാർത്ഥിച്ചിട്ട് പോയതിന് ശേഷം എന്തോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നലുണ്ടായിരുന്നു. അന്ന് രാവിലെ ഇവൻ കോളേജിലേക്ക് പോകുമ്പോൾ ഞാൻ ഉടമ്പടി തൈലമെടുത്ത് ഇവൻ്റെ നെറ്റി പുരട്ടി കൊടുത്തു. മോൻ സൂക്ഷിച്ച് പോകണം എന്ന് പറഞ്ഞ് ആ രാത്രിയാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. ദൈവം എന്നെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഈ ആക്സിഡൻറ്റ് ഉണ്ടായതിന് ശേഷം ഞാൻ വീണ്ടും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഡേറ്റ് അച്ഛൻ്റെ പ്രാർത്ഥനയിൽ കണ്ടു, ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കണം, നല്ല അനുഗ്രഹങ്ങളുണ്ടാവും. അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മിനിങ്ങാന്ന് തിരുവോണത്തിൻ്റെ അന്ന് ഞായറാഴ്ച വരെ കഴിഞ്ഞ് എനിക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ലാത്ത ഒരു പ്രതിസന്ധി. നമ്മൾ ഇന്ന് വരെ വാക്കുകൾ തെറ്റിക്കാനൊന്നും ഇടവന്നിട്ടില്ല, പക്ഷേ ഇതുകളൊക്കെ തെറ്റിപ്പോയി. പക്ഷേ ആ ഡേറ്റ് ഇട്ട് ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എല്ലാവർക്കും ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഭയങ്കര അത്ഭുതം കാണുന്നത് ഞാൻ എപ്പോഴും കാണും. ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകും. അങ്ങനെ എല്ലാ രീതിയിലും നല്ല രീതിയിലേക്ക് പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ കഴിഞ്ഞ ഞായറാഴ്ച ആയപ്പോഴത്തേക്കും, തിരുവോണത്തിൻ്റെ അന്നായപ്പോഴത്തേക്കും എനിക്ക് 11 മണി വരെ ഒരു സമാധാനം ഒന്നുമില്ലായിരുന്നു. ഓരോ ടെൻഷനും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു. പക്ഷേ 3 മണിയായപ്പോൾ ബാങ്കിൽ നിന്ന് ലോണ് കിട്ടിയാലെന്നുള്ളത് 100% ഉറപ്പായി. ഇനി ഈ തുക എവിടെ നിന്ന് കണ്ടെത്തും എന്നുള്ള വിഷമത്തിൽ അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ ആദ്യമായിട്ട് വീട്ടിലാരും ഇല്ലായിരുന്നു. തിരുവോണം ആയതുകൊണ്ട് എല്ലാവരും നാട്ടിൽ പോയിരുന്നു. ഞാനും ഇളയ മോനും മാത്രമേ വീട്ടിലുള്ളൂ. അപ്പോൾ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാനുള്ളൊരു, ശരിക്കും മാതാവിൻ്റെ മുമ്പിൽ വേണ്ടൊരു 1 മണിക്കോ 2 മണിക്കോ
ഞാൻ മെഴുകുതിരി കത്തിച്ചു വെച്ച് ഇരുന്ന് പ്രാർത്ഥിച്ചു. നന്നായിട്ട് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒരു 3 മണിയായപ്പോൾ എന്നെ ഒരാൾ വിളിക്കുന്നു. എനിക്ക് ഈ സാമ്പത്തിക കാര്യത്തിനൊരു പരിഹാരം എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുമെന്ന് ചോദിക്കുന്നു. നല്ലൊരു മനുഷ്യനാണ്, പാർട്ട്ണർഷിപ്പൊന്നുമല്ല, എന്നെ അറിയാവുന്നൊരു വ്യക്തിയാണ്. ഞാൻ പറഞ്ഞു തിങ്കളാഴ്ച രാവിലെ വരാം. അല്ല, തിരുവോണത്തിൻ്റെ അന്ന് തന്നെ ഞാൻ 3 മണിയായപ്പോൾ ഞാൻ ചെല്ലുന്നു, സംസാരിക്കുന്നു. ആ എഗ്രിമെൻ്റ് പ്രകാരം എനിക്ക് അപ്പം തന്നെ ഇന്നലെ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിനായിട്ട് ഒരു തുക, എൻ്റെ ആവശ്യമുള്ള അത്രയും തുകയ്ക്ക് ഒരു ടോക്കൺ അഡ്വാൻസ് തരുന്നു. നാളെ അല്ലെ മറ്റന്നാൾ ദൈവം എന്നെ ആ കാര്യത്തിലേക്ക് നയിക്കുകയാണ്. എൻ്റെ എല്ലാ കാര്യങ്ങൾക്കും അമ്മയുടെയും തിരുക്കുമാരൻ്റെയും ഒരു ഭയങ്കര അനുഗ്രഹം എനിക്കുണ്ടായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട എൻ്റെ സാക്ഷ്യം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ കാര്യങ്ങൾക്കും ബുദ്ധിമുട്ടും പ്രതിസന്ധിയും വരുമ്പോൾ ഞാൻ ആയിരിക്കുന്ന അവസ്ഥയിൽ എൻ്റെ കയ്യിൽ കാശ് രൂപം മാതാവിൻ്റെ ഉണ്ട്. ഞാൻ എൻ്റെ സ്ഥാപനത്തിൽ ഇവിടുന്ന് കൊണ്ടുപോയ ഉപ്പും തൈലവും എല്ലാം വെച്ചിട്ടുണ്ട്. കിട്ടുന്ന സമയങ്ങളിലെല്ലാം പ്രാർത്ഥിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് നന്നായിട്ട് പ്രാർത്ഥിക്കാൻ ദൈവം അവസരം തന്നത് എനിക്ക് ഈ പ്രതിസന്ധി വന്നപ്പോഴാണ് എന്നെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചത്. പിന്നെ എൻ്റെ സ്വഭാവത്തിൽ ഞാൻ ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു, ഭയങ്കര കർക്കശക്കാരനായിരുന്നു. എല്ലാവരോടും ക്ഷമിക്കാൻ പഠിപ്പിച്ചു. ഈ 3 കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ എന്നെ മുമ്പിൽ മാറ്റം വരുത്തിയത്. ഞാനൊരു ഭയങ്കര ദേഷ്യക്കാരനായിരുന്നു എന്നാണ് എല്ലാവരും പറയുന്നത്. അങ്ങനെ മനഃപൂർവ്വമൊന്നും ആയിരുന്നില്ല. അങ്ങനെ എന്നെ ഒരു സാധാരണ രീതിയിലേക്ക് ഒരു ദൈവത്തിൻ്റെ, അല്ലെങ്കിൽ രാവിലെ പള്ളിയിൽ പോവുക, ഞായറാഴ്ച ദിവസം ഒരു ദിവസം ഞാനിപ്പം മുടക്കിയിട്ടില്ല. സമയം കിട്ടുമ്പോഴൊക്കെ അടുത്ത് പള്ളിയുണ്ട്. ഞാൻ വീട്ടിലൊന്നും അറിയത്തില്ലേ തന്നെ സമയം കിട്ടുമ്പോഴൊക്കെ പോയിരുന്ന് മാതാവിൻ്റെ അടുത്തിരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു ദൈവത്തിൻ്റെ, മാതാവിൻ്റെ അല്ലെങ്കിൽ തിരുക്കുമാരൻ്റെ ആഗ്രഹം അനുസരിച്ചുള്ള ഒരു സാധാരണ ജീവിതത്തിലേക്ക് എന്നെ എത്തിച്ചു, മാതാവ് എത്തിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയ സാക്ഷ്യം. സങ്കീർത്തനം 25 10 മുതൽ 13 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിൻ്റെ ഉടമ്പടിയും പ്രമാണങ്ങളും പാലിക്കുന്നവർക്ക് അവിടുത്തെ വഴികൾ സത്യവും സ്നേഹവുമാണ്. കർത്താവിനെ ഭയപ്പെടുന്നവനാരോ അവൻ തിരഞ്ഞെടുക്കേണ്ട വഴി അവിടുന്ന് കാണിച്ചു കൊടുക്കുന്നു. അവൻ ഐശ്വര്യത്തിൽ കഴിയും, അവൻ്റെ മക്കൾ ദേശം അവകാശമാക്കും. ബെന്നി ജോസഫ് എന്ന ഈ സഹോദരൻ തൻ്റെ ബിസിനസ്സിൽ വന്ന വലിയ തകർച്ചയെക്കുറിച്ച്, മുന്നോട്ട് പോകുവാനാവാത്ത പ്രതിസന്ധിയെക്കുറിച്ചും അതിൽ പരിശുദ്ധമ്മയിൽ ആശ്രയിച്ച് ശരണപ്പെട്ട് പ്രാർത്ഥിച്ചതിനെക്കുറിച്ചും സാക്ഷ്യപ്പെടുത്തുകയാണ്. നമ്മൾ സഹോദരൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ അതിലേറ്റവും പ്രത്യേകതയുള്ളത് എത്രത്തോളം പരിശുദ്ധമ്മയിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുവാനും ഉടമ്പടിയുടെ നിബന്ധനകൾ പാലിച്ച് പ്രാർത്ഥനകൾ വ്യത്യാസപ്പെടാതെ ചൊല്ലിക്കൊണ്ട് അമ്മയാണ് ആശ്രയം, അമ്മയിൽ നിന്ന് തിരുക്കുമാരനിലൂടെ ജീവിതത്തിൻ്റെ നന്മകൾ കൂടുതൽ കൈവരും എന്ന പ്രത്യാശയോടെ ജീവിക്കുന്ന ഒരു കുടുംബനാഥനെയാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് മകൻ്റെ അപകടമുണ്ടായ ദിവസം അത് നേരത്തെ തന്നെ അമ്മ മാതാവിലൂടെ ഒരു സൂചന എന്തോ പന്തികേട് തോന്നുകയും വിശുദ്ധ തൈലം ഉപയോഗിച്ച് കുരിശടയാളം വരച്ച് മകനെ ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അയക്കുന്നതും, അപകടം സംഭവിക്കുമ്പോഴും അത് വലിയ രീതിയിൽ പരിശുദ്ധമ്മയുടെ സംരക്ഷണം അപകടത്തിൽ ലഭിച്ചുവെന്ന് സാക്ഷ്യപ്പെടുത്തുവാനാണ് സഹോദരൻ തയ്യാറാവുന്നത്. സാമ്പത്തിക മേഖല ആകെ താറുമാറായി ബിസിനസ് മുന്നോട്ട് പോകുവാനാവാതെ ക്ലേശിക്കുമ്പോൾ ഡേറ്റിട്ട് പ്രാർത്ഥിക്കുന്ന എല്ലാവരും സാക്ഷ്യത്തിൽ പറഞ്ഞു കേൾക്കുന്ന രീതിയിലേക്ക് മകൻ ജീവിതമൊന്ന് മാറ്റി എന്ന് സൂചിപ്പിക്കുന്നു. ഡേറ്റിട്ട് പ്രാർത്ഥിക്കുക എന്നതിൻ്റെ അർത്ഥം പരിശുദ്ധമ്മയുടെ സന്നിധിയിൽ നമ്മുടെ ജീവിതത്തെ കൂടുതൽ വിശുദ്ധമാക്കിക്കൊണ്ട് നല്ല കുമ്പസാരത്തിലൂടെ, നല്ല പ്രാർത്ഥനയിലൂടെ, നല്ല കാരുണ്യ പ്രവൃത്തികളിലൂടെ ഹൃദയശുദ്ധിയോടെ ജീവിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയുടെ ആത്മീയതയുടെ ഡെപ്പോസിറ്റ് നമുക്കുണ്ടെന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ആത്മീയമായി ഉണർവിലും വിശുദ്ധിയിലും ജീവിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ഇന്ന് ദിവസത്തിൽ ഒരു കാര്യം അമ്മ മാതാവ് തിരുക്കുമാരനോട് പറഞ്ഞ് സാധിച്ചു തരണം.
അത് ഒരു കമാൻഡിങ് ആണ്, അത് ഒരു അപേക്ഷ കൂടിയാണ്. ഈ അപ്പീലും ഈ കമാൻഡും അമ്മ മാതാവ് ആദരിക്കുന്നു എന്നതാണ് ആ ഒരു തീയതിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ അതിലൂടെ ഫേവർ, അനുഗ്രഹം ലഭിക്കുമ്പോൾ വ്യക്തമാകുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ നന്മയും നാം ദൈവത്തോട് പുലർത്തുന്ന വിശ്വസ്തതയെയും ദൈവം ആദരിക്കുന്നുവെന്ന്. മറ്റു ചിലർ പറയും ബൈബിൾ തുറന്ന് വചനമെടുത്ത് സന്ദേശം നോക്കി അതനുസരിച്ച് തീരുമാനമെടുത്തുവെന്ന്. നമ്മോട് ദൈവം വചനത്തിലൂടെ സംസാരിക്കുന്നത് നമ്മൾ ദൈവത്തോട് നിരന്തരം സംസാരിക്കുന്ന ഹൃദയമുള്ളവരായി ജീവിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ തക്കവിധം നമ്മുടെ കാതുകൾ തുറക്കണം. ദൈവത്തിനെ സ്പർശിക്കുവാനാവും വിധം നമ്മുടെ ഹൃദയം തുടിക്കണം. ദൈവത്തെ കാണുവാൻ പറ്റും വിധം നമ്മുടെ ആത്മീയ നേത്രങ്ങൾക്ക് കാഴ്ചയുണ്ടാവണം. സഹോദരൻ്റെ സാക്ഷ്യത്തിൽ ഏറ്റവും പ്രത്യേകതയോടുകൂടി ഈ മേഖലകളെക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉടമ്പടിയുടെ ജീവിതം നമ്മളെ ചേർത്ത് കൂട്ടിക്കൊണ്ടുവരുന്നത് കുറേ കൂടി ആത്മീയ ഉൾക്കാഴ്ചയുള്ള, ദൈവസന്നിധിയിൽ കൃപയും വിശുദ്ധിയുമുള്ള, നാം പ്രാർത്ഥിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് അനുഗ്രഹമാകും വിധം ദൈവസന്നിധിയിൽ ചോദിക്കുവാൻ കരുത്തുള്ള ഒരു ജീവിതമായി നമ്മുടേത് മാറ്റുന്നു എന്നുള്ളതാണ്. സഹോദരൻ പറയുന്നുണ്ട്, ഒരു കുടുംബനാഥൻ എന്ന രീതിയിൽ കുടുംബ പ്രാർത്ഥനയിൽ ഞാൻ വീഴ്ച വരുത്താറില്ല, ദിവ്യബലിയിൽ പങ്കെടുക്കാറുണ്ട്, ഞാൻ മറ്റ് ആത്മീയ കാര്യങ്ങളിൽ സന്തോഷത്തോടെ എന്നും വിശ്വസ്തയോടുകൂടി പങ്കുചേരാറുണ്ടെന്ന്. നമ്മുടെ ജീവിതങ്ങൾ ഈ ഉടമ്പടിയിലേക്ക് ചേർത്ത് വയ്ക്കുമ്പോൾ ആഗ്രഹത്തോടെ പറയണം, ഇത് വെറുതെ ഒരു തുടക്കമല്ല, ഇത് സമർപ്പണമുള്ള ഒരു തുടർച്ചയാണ്. വെറുതെ ഒരു തുടക്കമല്ല എൻ്റെ ഉടമ്പടി എടുക്കലും ഉടമ്പടിയിൽ ജീവിക്കലും, മറിച്ച് എൻ്റെ ആത്മശരീരങ്ങളെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ടുള്ള ഒരു തുടർച്ചയായ ജീവിതമാണ് ഞാൻ ഈ ഉടമ്പടിയിലൂടെ നിവർത്തിതമാക്കുവാൻ ആഗ്രഹിക്കുന്നത്. അതിനെ ദൈവം അംഗീകരിക്കും, മാതാവ് ആദരിക്കും, പ്രാർത്ഥനകൾ വേഗം ഫലമണിയും. തമ്പുരാൻ നമ്മളെ അതിനെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഈ കുടുംബത്തിനും സഹോദരനും ലഭിച്ച എല്ലാ നന്മകൾക്കും അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരഘോഷത്തോടു കൂടി ദൈവപിതാവിന് ഈ സാക്ഷ്യം സമർപ്പിക്കും.